Start. Hello മക്കളെ, വെൽക്കം ടു ദ ക്ലാസ്. എല്ലാ മക്കൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. Hope all of you guys are doing well, staying healthy, happy, motivated, blessed and fearless. സുഖമാണോ മക്കളെ? എല്ലാവർക്കും എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് അടിച്ചേടാ, ഒരു ഹാർട്ട് ഇട്ടേടാ, ഒരു ഫയർ ഇട്ടേടാ, ചാറ്റ് ബോക്സ് ഒന്ന് മിന്നിച്ചേടാ മക്കളെ. Am I audible and visible? ഹലോ ഹായ്. കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ഒരു തംസ് അപ്പോ, ഒരു ഹാർട്ടോ, ഒരു ഫയറോ ഇട്ടേടാ മക്കളെ ചാറ്റ് ബോക്സിൽ. ഹലോ ഒരു ഹാർട്ടോ, ഒരു ഫയറോ ഇട്ടേടാ. എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ഹായ്. ഹൂ ഇസ് ശിവം ഷാമിലി? വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ക്ലാസ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. അനന്തു, ഗുഡ് ഈവനിങ് ഡാ. ഗുഡ് ഈവനിങ് മക്കളെ എന്നെ കറക്റ്റായിട്ട് കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ? എല്ലാം ഓഡിബിൾ അല്ലേ, വിസിബിൾ അല്ലേ? വെൽക്കം. സോ JEE സൂപ്പർ കിങ്സിന് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവുമോ? എന്തായാലും ഉണ്ടാവും മക്കളെ. ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് തന്നെ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, ഗുഡ് ഈവനിങ് മക്കളെ. സോ ബേസിക്കലി നമുക്കിന്ന് ഡീൽ ചെയ്യാനുള്ളത് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫണ്ടമെൻ്റൽ ചാപ്റ്റർ. വേണമെങ്കിൽ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാര്യം ഫണ്ടമെൻ്റലാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ചാപ്റ്റർ. അതായത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളെല്ലാം ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ്. പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങൾ റിവൈസ് ചെയ്ത ചാപ്റ്റർ ഏതാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി തന്നെയായിരിക്കും. ജനറൽ ഓർഗാനിക് കെമിസ്ട്രി എല്ലായിടത്തും ഏറ്റവും കൂടുതൽ റിവിഷൻ ചെയ്ത ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ നമ്മൾ തിയറിയിലും കൂടുതൽ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം സോൾവിങ്. ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ട്, കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് ചെയ്യാൻ നോക്കാം. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ചെയ്ത് തീർക്കാൻ നോക്കാം. എൻ്റെ കയ്യിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സല്യൂട്ട്, എനിക്കൊരു സല്യൂട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വേണം. നിങ്ങളും അത്രയും ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കണം. ഓക്കെ, നല്ല കട്ടയ്ക്ക് എൻ്റെ ഒപ്പം വേണം. റെഡിയാണോ എല്ലാവരും? റെഡിയാണോടാ മക്കളെ? സോ ഷാൽ വി സ്റ്റാർട്ട്? കുറേ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സാറേ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പോൾ പെട്ടെന്ന് ചെയ്യും, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. കുറേ പേര് കാണാത്തവരും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ചെയ്യാൻ നോക്കുക. അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാൻ നോക്കുക. ഓക്കെ, മിക്കതും മെയിൻസ് ബേസ്ഡ് ആണ്. JEE അഡ്വാൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഞാൻ എടുത്തിട്ടുണ്ട്. മെയിൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും അഡ്വാൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു നോക്കാൻ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും മക്കളെ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, റാങ്ക് ദ ഫോളോയിങ് ആൽക്കൈൽ റാഡിക്കൽസ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിങ് സ്റ്റെബിലിറ്റി. പെട്ടെന്ന് പറയൂ മക്കളെ. റാങ്ക് ദി ഫോളോയിങ് ആൽക്കൈൽ റാഡിക്കൽസ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിങ് സ്റ്റെബിലിറ്റി. ഇത് ബേസിക്കലി ഫ്രീ റാഡിക്കൽ സ്റ്റെബിലിറ്റിയുടെ ക്വസ്റ്റ്യനാണ്. സ്ട്രക്ചർ 1 തന്നിട്ടുണ്ട്, സ്ട്രക്ചർ 2 തന്നിട്ടുണ്ട്, സ്ട്രക്ചർ 3 തന്നിട്ടുണ്ട്, സ്ട്രക്ചർ 4 തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഫ്രീ റാഡിക്കൽസിനും കാർബോകാറ്റയോണും സെയിം സ്റ്റെബിലിറ്റി ഓർഡറാണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി കൂടും, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി കുറയും. അപ്പോൾ ടേർഷറി ഗ്രേറ്റർ, സെക്കൻഡറി ഗ്രേറ്റർ, പ്രൈമറി. അതേപോലെ തന്നെ ബെൻസൈൽ പൊസിഷനിലാണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടും, കാര്യം റെസണൻസ് ഉണ്ട്. അലൈൽ പൊസിഷനിലാണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടും, കാര്യം റെസണൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫസ്റ്റ് സ്ട്രക്ചർ ആണെങ്കിൽ ദിസ് ഇസ് ജസ്റ്റ് എ പ്രൈമറി ഫ്രീ റാഡിക്കൽ. ആദ്യത്തെ സ്ട്രക്ചർ പ്രൈമറി ഫ്രീ റാഡിക്കൽ അല്ലേ മക്കളെ? ഫ്രീ റാഡിക്കൽ ഇവിടെ ഉണ്ട്. ഓക്കെ ആണോ? ഇതൊരു പ്രൈമറി കാർബണിലാണ് അറ്റാച്ച് ആയിട്ടിരിക്കുന്നത്. രണ്ടാമത്തെയോ മക്കളെ? രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ടേർഷറി ആണ് പ്ലസ് ബെൻസൈലിക് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ബെൻസൈലിക് എങ്ങനെയാവുന്നത്? നിങ്ങൾ ഈ pH കണ്ടോ ഇവിടെ? ആ pH എന്ന് വെച്ചാൽ ശരിക്കും എന്താ മക്കളെ? ദാറ്റ്സ് എ ബെൻസീൻ റിംഗ്. അതൊരു ബെൻസീൻ റിംഗ് അല്ലേ? അപ്പോൾ ബേസിക്കലി ഇതാണ് സെക്കൻഡ് സ്ട്രക്ചർ. ഇവിടെയാണ് ഫ്രീ റാഡിക്കൽ വന്നിരിക്കുന്നത്. ഈ ഫ്രീ റാഡിക്കൽ വിൽ ബി സ്റ്റെബിലൈസ്ഡ് ബൈ റെസണൻസ് ഓൾസോ. ഈ ബെൻസീനിൽ നിന്നുള്ള റെസണൻസ് കാരണം ദാറ്റ് ഫ്രീ റാഡിക്കൽ വിൽ ബി സ്റ്റെബിലൈസ്ഡ് അല്ലേ മക്കളെ? തേർഡ് വൺ പറഞ്ഞേടാ മക്കളെ, സെക്കൻഡറി ആണ്. ഫോർത്ത് വൺ സെക്കൻഡറിയും അലൈലിക്കുമാണ്. അല്ലടാ കൂട്ടന്മാരെ, സെക്കൻഡറിയും അലൈലിക്കുമാണ്. അലൈലിക് എന്ന് വെച്ചാൽ എന്താ കൂട്ടന്മാരെ? അലൈലിക് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഫ്രീ റാഡിക്കൽ ഉണ്ട്, ഇവിടെ ഈ പൈ ബോണ്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി റെസണൻസ് കാരണം ദിസ് ക്യാൻ ഗോ ടു ദിസ് സൈഡ്. ഈ ലോൺ പെയറിന് ഈ അൺപെയർഡ് ഇലക്ട്രോണിന് ഇങ്ങോട്ട് വരാം, ഈ അൺപെയർഡ് ഇലക്ട്രോണിന് ഇങ്ങോട്ട് പോകാം, ഈ അൺപെയർഡ് ഇലക്ട്രോണിന് ഇങ്ങോട്ട് വരാം. ഇതിനിങ്ങനെ ഒരു കനോണിക്കൽ സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും. റെസണൻസ് സ്റ്റെബിലിറ്റി.
ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആരാണ്? സെക്കൻഡ് വൺ ആണ്. കാര്യം അവൻ ടേർഷറിയുമാണ്, ബെൻസൈലിക്കുമാണ്. ഓക്കെ, അപ്പോൾ റെസണൻസ് സ്റ്റെബിലിറ്റി ഉണ്ട്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് സ്റ്റെബിലിറ്റി ഉണ്ട്. അത് മാത്രമാണ്, ഹൈപ്പർ കോൺജുഗേഷനും ഉണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇവിടെ ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട് അല്ല, ഇവിടെ 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അറിയാലോ മക്കളെ, ഫ്രീ റാഡിക്കലിൻ്റെ ഹൈപ്പർ കോൺജുഗേഷനെ കുറിച്ച് സാറ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഒരു ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രോണിന് ഇങ്ങോട്ട് വരാൻ പറ്റും, ഈ ഇലക്ട്രോണിന് ഈ ഹൈഡ്രജനിലേക്ക് പോകാൻ പറ്റും. സോ ബേസിക്കലി നമുക്ക് ഇവിടെ ഒരു പൈ ബോണ്ടും ഇവിടെ ഒരു നോ ബോണ്ട് സ്റ്റേറ്റും വരും അല്ലേ. ഫ്രീ റാഡിക്കൽ വിത്ത് ആൽഫ ഹൈഡ്രജൻ ക്യാൻ ഷോ ഹൈപ്പർ കോൺജുഗേഷൻ. കാർബോകാറ്റയോൺ വിത്ത് ആൽഫ ഹൈഡ്രജൻ ക്യാൻ ഷോ ഹൈപ്പർ കോൺജുഗേഷൻ. ആൽക്കീൻസ് വിത്ത് ആൽഫ ഹൈഡ്രജൻ ക്യാൻ ഷോ ഹൈപ്പർ കോൺജുഗേഷൻ. സോ ബേസിക്കലി ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി വരാൻ പോകുന്നത് സെക്കൻഡ് വൺ ആണ്, ടേർഷറി പ്ലസ് ബെൻസൈലിക്. 2, അത് കഴിഞ്ഞിട്ട് 4 ആണ്, അത് കഴിഞ്ഞിട്ട് 3 ആണ്, അത് കഴിഞ്ഞിട്ട് 1 ആണ്. കാര്യം 3 എന്തുകൊണ്ടാണ്? 3 സെക്കൻഡറി ആണ്. ഓക്കെ, അപ്പോൾ 3 കഴിഞ്ഞിട്ടേ 1 വരുള്ളൂ. സോ ഫസ്റ്റ് വൺ ആൻസർ സി ആണ്. വെരി ഗുഡ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. എത്ര മണി വരെയും ഉണ്ടെന്നല്ല, എത്ര ചെയ്യാൻ പറ്റും സാർ, എത്ര പഠിക്കാൻ പറ്റും എന്ന് ചോദിക്കുക. എത്ര മണി വരെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കും. ഓക്കെ, 7-നുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കും. ഇത് മൊത്തം തീർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് പെയർ സെക്കൻഡ് അയോൺ ഇസ് മോർ സ്റ്റേബിൾ ദാൻ ഫസ്റ്റ്. അപ്പോൾ ഇവിടെ 1, 2, 3, 4 പെയർസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പെയർ ഇത്, സെക്കൻഡ് പെയർ ഇത്, തേർഡ് പെയർ ഇത്, ഫോർത്ത് പെയർ ഇത്. അവർ ചോദിക്കുന്നത് ഇതിൽ ഈ 4 പെയറിലും ഏതൊക്കെ പെയർസിലാണ് സെക്കൻഡ് അയോൺ ഇസ് മോർ സ്റ്റേബിൾ ദാൻ ദ ഫസ്റ്റ്. നമുക്ക് നോക്കാം. ആദ്യത്തെ പെയർ നോക്കുമ്പോൾ എല്ലാവരും നോക്കിക്കേ, ആദ്യത്തെ പെയറിൽ ഈ ഫസ്റ്റ് കോമ്പൗണ്ട് അരോമാറ്റിക്ക. കാര്യം എന്താണ്? അരോമാറ്റിക്കിൻ്റെ കണ്ടീഷൻ എന്താ മക്കളെ? സൈക്ലിക് പ്ലേനാർ കോൺജുഗേറ്റഡ് ത്രൂ ഔട്ട് ദ റിംഗ്. അതേപോലെ തന്നെ 4n+2 പൈ ഇലക്ട്രോൺസ്. ആൻറ്റി അരോമാറ്റിക്കിൻ്റെ കണ്ടീഷൻ എന്താ മക്കളെ? ആൻറ്റി കണ്ടീഷൻ സൈക്ലിക് പ്ലേനാർ conjugated throughout the ring and 4n pi electrons അല്ലേ മക്കളെ? ഇവിടെ 4n+2 pi electron എന്ന് പറയുമ്പോൾ n value can take 0, 1, 2, 3 etc. ഓക്കെ, അപ്പോൾ ബേസിക്കലി നിങ്ങൾ നോക്കിക്കേ മക്കളെ, ഇവിടെ ഈ കോമ്പൗണ്ട് അരോമാറ്റിക്ക, രണ്ടാമത്തെ കോമ്പൗണ്ട് ആൻറ്റി അരോമാറ്റിക്ക. കാര്യം എന്താണ്? ഇവിടെ 2 പൈ ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ 2 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. 2+2 4 സാറ്റിസ്ഫൈസ് 4n പൈ. ഓക്കെ മക്കളെ, ഫൈൻ. ഓക്കെ, അതിനെന്താ ഡൗട്ടാ? ക്വസ്റ്റ്യൻസ് തീർന്നില്ലേ ഞാൻ അതുവരെ എടുക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ഈ 2 ഇത് 2 ഇലക്ട്രോൺസ്, മൊത്തത്തിൽ 4 ഇലക്ട്രോൺസ്, 4n പൈ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ഇത് ആൻറ്റി അരോമാറ്റിക്ക, ഇവിടെ ഇത് അരോമാറ്റിക്ക. കാര്യം എന്താണ്? 2, 4, 6 ഇലക്ട്രോൺസ്. അപ്പോൾ അത് അരോമാറ്റിക് ആണ്. ഓക്കെ ആണ് മക്കളെ. മൂന്നാമത്തേൽ നോക്കുക മക്കളെ, 2, 4, 6, 8 ഇലക്ട്രോൺസ്. അപ്പോൾ ഇത് ആൻറ്റി അരോമാറ്റിക്ക. ഇവിടെയോ 2, 4, 6 ഇലക്ട്രോൺസ്. അപ്പോൾ ബേസിക്കലി ഇത് അരോമാറ്റിക് ആണ്. നാലാമത്തെ നോക്കാം മക്കളെ. നോക്കുകയാണെങ്കിൽ ഈ കാർബോകാറ്റയോൺ is secondary and it is stabilized by resonance. സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്, പ്ലസ് ഇറ്റ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസണൻസ്. എങ്ങനെ റെസണൻസ് എന്ന് പറയുന്ന കാര്യം? ഓക്സിജന്റെ ലോൺ പെയറിന് ഇങ്ങോട്ട് ചാടാൻ പറ്റും അല്ലേ മക്കളെ? ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ പറയും സാർ ഇതാണ് കൂടുതൽ സ്റ്റേബിൾ എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ ഞാൻ മൂക്കിടിച്ച് വരുന്നത്. കാര്യം കറക്റ്റ് തന്നെയാണ്, എന്താണ്? ഇവിടെ ടേർഷറി ആണ്, നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻസ് ഇവിടെ 3 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്, ഇവിടെ 2 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്, ഇവിടെ 2 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്. 3, 2, 5, 5, 2, 7 ആൽഫ ഹൈഡ്രജൻസ് ഒക്കെ പറഞ്ഞ് വരും. പക്ഷേ സ്റ്റെബിലിറ്റിയിൽ, ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഇഫക്ട്സിൽ തലതൊട്ടപ്പൻ ആരാ? റെസണൻസ് ആണ്. അപ്പോൾ റെസണൻസ് ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ഇങ്ങനെ വഴിമാറി നിൽക്കും.
റെസൊണൻസ് പൊക്കോട്ടെ. അപ്പോൾ ബേസിക്കലി ഇവിടെ റെസൊണൻസ് സ്റ്റെബിലിറ്റി ആണ് മക്കളെ ഉള്ളത്. ഓക്കെ, റെസൊണൻസ് സ്റ്റെബിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ഹൈപ്പർ കോൺജുഗേഷൻ സ്റ്റെബിലിറ്റി ഉണ്ട്. ഇവിടെ 2 ആൽഫ ഹൈഡ്രജൻ, ഇവിടെയും 2 ആൽഫ ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ 4 ആൽഫ ഹൈഡ്രജൻ പ്ലസ് റെസൊണൻസ് സ്റ്റെബിലിറ്റി. ഓക്സിജൻ്റെ ലോൺ പെയറിന് ഇങ്ങോട്ട് വരാൻ പറ്റും. ഓക്കെ ആണോ മക്കളെ? യെസ് ഓ നോ? സോ ബേസിക്കലി സ്റ്റെബിലിറ്റി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഏതിനാണ് വരുന്നത്? ആദ്യത്തേൽ ഏതാണ്? ആദ്യത്തെ പെയറിൽ ഏതാ സ്റ്റേബിള്? ആദ്യത്തെ പെയറിൽ ഇവനാണ് സ്റ്റേബിള്. രണ്ടാമത്തേൽ ഇവനാണ് സ്റ്റേബിള്. മൂന്നാമത്തെ പെയറിൽ ഇവനാണ് സ്റ്റേബിള്. നാലാമത്തെ പെയറിൽ ഇവനാണ് സ്റ്റേബിള്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇൻ വിച്ച് പെയർ സെക്കൻഡ് അയോൺ ഇസ് മോർ സ്റ്റേബിൾ ദാൻ ഫസ്റ്റ്. സെക്കൻഡ് അയോൺ ഇസ് മോർ സ്റ്റേബിൾ ദാൻ ഫസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ പെയറിൽ ഫസ്റ്റ് അയോൺ ആണ് സ്റ്റേബിൾ, രണ്ടാമത്തെ പെയറിൽ സെക്കൻഡ് അയോൺ ആണ് സ്റ്റേബിൾ, അപ്പോൾ രണ്ടാമത്തെ എടുക്കണം. മൂന്നാമത്തെ പെയറിലും സെക്കൻഡ് അയോൺ ആണ് സ്റ്റേബിൾ, അപ്പോൾ മൂന്നാമത്തെ എടുക്കണം. നാലാമത്തെ പെയറിൽ ഫസ്റ്റ് ആണ് സ്റ്റേബിൾ, അപ്പോൾ നാലാമത്തെ എടുക്കണ്ട. അപ്പോൾ ബേസിക്കലി ഇവിടെ ആൻസർ വരുന്നത് ഏതാണ് മക്കളെ? 2 and 3 അല്ലട കൂട്ടന്മാരെ, 2 and 3 അല്ലട മക്കളെ. ഗോട്ട് ഇറ്റ്? ഫൈൻ. ഓരോ ക്വസ്റ്റനിൽ നിന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി വീക്ക് ആയവർ, അധികം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റാത്തവർ ഈ ഒരു സെഷൻ, പിന്നെ ചാനലിലുള്ള ബാക്കി എല്ലാ സെഷൻസും നന്നായിട്ട് കേൾക്കുക, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്യുക. എൻ്റെ ഒപ്പം ഇരുന്ന്, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഒപ്പം ഇരുന്ന് ചെയ്യുക, പിന്നെ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ വീട്ടിൽ പോയിരുന്ന് ചെയ്യുക. ഓക്കെ, കാര്യം ഇവിടെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്, കുറേ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്, കുറേ വെറൈറ്റീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വന്ന് നോക്കാം. വിച്ച് ഓഫ് ദീസ് സ്ട്രക്ചേഴ്സ് ഇസ് പ്രാക്ടിക്കലി നോട്ട് എ വാലിഡ് കനോണിക്കൽ സ്ട്രക്ചർ ഫോർ ഫോമാൽഡിഹൈഡ്? മക്കളെ, ഫോമാൽഡിഹൈഡിൻ്റെ വാലിഡ് കനോണിക്കൽ സ്ട്രക്ചർ ഇതിൽ 3 ഏതാണെന്നാണ്, വാലിഡ് അല്ലാത്ത കനോണിക്കൽ സ്ട്രക്ചർ ഏതാണെന്നാണ് ചോദ്യം. വാലിഡ് അല്ലാത്ത കനോണിക്കൽ സ്ട്രക്ചർ മക്കളെ, ഇത് മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് ഒരു റിവിഷൻ നടത്താം. നിങ്ങൾക്കറിയാലോ സ്റ്റെബിലിറ്റി ഓഫ് കനോണിക്കൽ സ്ട്രക്ചേഴ്സ്. സ്റ്റെബിലിറ്റി ഓഫ് കനോണിക്കൽ സ്ട്രക്ചേഴ്സ് അത് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് ഉണ്ട്. സ്റ്റെബിലിറ്റി ഓഫ് കനോണിക്കൽ സ്ട്രക്ചേഴ്സ് കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് എന്താ മക്കളെ? സ്റ്റെബിലിറ്റി ഓഫ് കനോണിക്കൽ സ്ട്രക്ചേഴ്സ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നമ്പർ ഓഫ് പൈ ബോണ്ട്സ്. നമ്പർ ഓഫ് പൈ ബോണ്ട്സ്, നമ്പർ ഓഫ് പൈ ബോണ്ട്സ്, നമ്പർ ഓഫ് പൈ ബോണ്ട്സ് മോർ, സ്റ്റെബിലിറ്റി മോർ. അതായത് പൈ ബോണ്ട്സ് കൂടുതലുണ്ടെങ്കിൽ, കനോണിക്കൽ സ്ട്രക്ചേഴ്സിൽ പൈ ബോണ്ട്സ് കൂടുതലുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതലാണ്. അതായത് ഒരേ മോളിക്യൂളിൻ്റെ കനോണിക്കൽ സ്ട്രക്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ, ഒരേ മോളിക്യൂളിൻ്റെ കനോണിക്കൽ സ്ട്രക്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിലേത് കനോണിക്കൽ സ്ട്രക്ചറാണ് ഏറ്റവും സ്റ്റേബിൾ എന്ന് അറിയാനായിട്ട് ആദ്യം നോക്കേണ്ട നമ്പർ ഓഫ് പൈ ബോണ്ട്സ്. നമ്പർ ഓഫ് പൈ ബോണ്ട്സ് കൂടുതലാണെങ്കിൽ ആ കനോണിക്കൽ സ്ട്രക്ചറാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലോജിക്ക് ഏതാ? പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലോജിക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ഓൺ electronegative atom, negative charge on electronegative atom and positive charge on electropositive atom. അതായത് കനോണിക്കൽ സ്ട്രക്ചേഴ്സ് നോക്കുമ്പോൾ നെഗറ്റീവ് ചാർജ് ഓൺ ഇലക്ട്രോനെഗറ്റീവ് ആറ്റവും പോസിറ്റീവ് ചാർജ് ഓൺ ഇലക്ട്രോപോസിറ്റീവ് ആറ്റവും വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ് അല്ലേ? കാര്യം ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിന് നെഗറ്റീവ് ചാർജിനെ പിടിച്ചു നിർത്താൻ പറ്റും, ഇലക്ട്രോപോസിറ്റീവ് ആറ്റത്തിന് പോസിറ്റീവ് ചാർജിനെയാണ് പിടിച്ചെടുക്കാൻ പറ്റുക അല്ലേ? നെഗറ്റീവ് ചാർജിന് കൂടുതൽ ഇഷ്ടം ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിൻ്റെ ഒപ്പം നീക്കാനാണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കേണ്ടത് ലൈക്ക് ചാർജസ് as far as possible. Like charges as far as possible. Unlike charges close to each other. ഇതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? അതായത് കനോണിക്കൽ സ്ട്രക്ചർ, ഇപ്പോൾ 2 കനോണിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിൽ ഒരു കനോണിക്കൽ സ്ട്രക്ചറിൽ പോസിറ്റീവ് ചാർജസ് അടുത്താണെന്ന് വിചാരിക്കാം. പോസിറ്റീവ് ചാർജസ് അടുത്താണെങ്കിൽ നല്ലതാണോ? അല്ല. കാര്യം റിപ്പൽ ചെയ്യും. റിപ്പൾഷൻ നടക്കുമ്പോൾ എനർജി കൂടും, പൊട്ടൻഷ്യൽ എനർജി കൂടും, അപ്പോൾ സ്റ്റെബിലിറ്റി കുറയും. അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജസ് അടുത്താണെന്ന് വിചാരിക്കുക. അത് നല്ലതാണോ? അല്ല, അതും നല്ലതല്ല. നേരെ മറിച്ച് പോസിറ്റീവും നെഗറ്റീവും അടുത്താണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഒരു കനോണിക്കൽ സ്ട്രക്ചറിൽ പോസിറ്റീവും നെഗറ്റീവും അടുത്ത്, മറ്റേതിൽ പോസിറ്റീവും അടുത്താണെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും അടുത്തുള്ളതാണ് കൂടുതൽ സ്റ്റേബിൾ. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് ഈ 3 എണ്ണമാണ് മെയിനായിട്ട് നോക്കേണ്ടത്. നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ആദ്യം എപ്പോഴും നോക്കേണ്ടത് നമ്പർ ഓഫ് പൈ ബോണ്ട്സ് ആണ്. ഈ ഓർഡറിൽ നോക്കുക. നമ്പർ ഓഫ് പൈ ബോണ്ട്സ് ഏറ്റവും കൂടുതലുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും സ്റ്റേബിൾ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള റൂൾസ് നോക്കേണ്ടത്. സോ ബേസിക്കലി ഇവിടെ നോക്കുകയാണെങ്കിൽ ഫോമാൽഡിഹൈഡിൻ്റെ ഈ 3 കനോണിക്കൽ സ്ട്രക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ
ഈ 3 കനോണിക്കൽ സ്ട്രക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും സ്റ്റേബിൾ. ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ കനോണിക്കൽ സ്ട്രക്ചറാണ് ഏറ്റവും സ്റ്റേബിൾ. ഇതാണ് ഏറ്റവും സ്റ്റേബിൾ. ഇനി രണ്ടാമത്തെ സ്ട്രക്ചർ എനിക്ക് എങ്ങനെ കിട്ടുക? രണ്ടാമത്തെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഈ പൈ ബോണ്ടിനെ ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ ആക്കിയെന്ന് വിചാരിക്കുക. അതായത് രണ്ടാമത്തെ സ്ട്രക്ചർ വരച്ച് വെച്ചേക്കണുണ്ടോ? ഇതാണ് രണ്ടാമത്തെ സ്ട്രക്ചർ. ദിസ് ഇസ് ദ സെക്കൻഡ് സ്ട്രക്ചർ. മൂന്നാമത്തെ സ്ട്രക്ചർ എങ്ങനെയാണ്? മൂന്നാമത്തെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഈ പൈ ബോണ്ടിനെ ഞാൻ ഈ കാർബണിന്റെ സൈഡിലേക്ക് പൊട്ടിച്ചു. ആ പൈ ബോണ്ടിനെ ഞാൻ കാർബണിന്റെ സൈഡിലേക്ക് പൊട്ടിച്ചു. അപ്പോൾ ബേസിക്കലി എനിക്ക് ഈ കനോണിക്കൽ സ്ട്രക്ചർ കിട്ടി. അപ്പോൾ ഇതിൽ ഡെഫിനറ്റ്ലി 1 അല്ല ലീസ്റ്റ് സ്റ്റേബിൾ, 1 ഇസ് എ മോസ്റ്റ് സ്റ്റേബിൾ. 1 ആണ് ഏറ്റവും സ്റ്റേബിൾ. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുമ്പോൾ കാര്യം 1 എന്തുകൊണ്ടാണ് സ്റ്റേബിൾ? പൈ ബോണ്ട് അവിടെ കൂടുതൽ, ബോണ്ട് ഉള്ളിടത്ത് സ്റ്റെബിലിറ്റി കൂടും. മോർ ബോണ്ട്സ് മോർ സ്റ്റെബിലിറ്റി ഡെഫിനറ്റ്ലി. അത് കഴിഞ്ഞിട്ട് ഇവന്മാർക്ക് 2 പേർക്കും 0 പൈ ബോണ്ട്സ്, 2 പേർക്കും പൈ ബോണ്ട്സ് ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്തത് നോക്കുക. നെഗറ്റീവ് ചാർജ് ഓൺ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം, പോസിറ്റീവ് ചാർജ് ഓൺ ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം. രണ്ടാമത്തെ സ്ട്രക്ചറിൽ ഓക്സിജന്റെ പുറത്ത് നെഗറ്റീവ് ചാർജും കാർബണിന്റെ പുറത്ത് പോസിറ്റീവ് ചാർജും. മൂന്നാമത്തെ സ്ട്രക്ചറിൽ ഓക്സിജന്റെ പുറത്ത് പോസിറ്റീവ് ചാർജും കാർബണിന്റെ പുറത്ത് നെഗറ്റീവ് ചാർജും. ഏതാ ബെറ്റർ? ഡെഫിനറ്റ്ലി ഇതല്ലേ ബെറ്റർ. അപ്പോൾ ഇതാണ് ലീസ്റ്റ് സ്റ്റേബിൾ വരിക. കാര്യം ഇവിടെ കാർബണിന്റെ പുറത്ത് നെഗറ്റീവ് ചാർജും ഓക്സിജന്റെ പുറത്ത് പോസിറ്റീവ് ചാർജുമാണ്. കാർബണിന്റെ പുറത്ത് നെഗറ്റീവ് ചാർജും ഓക്സിജന്റെ പുറത്ത് പോസിറ്റീവ് ചാർജും. സോ ബേസിക്കലി തേർഡ് വൺ ആണ്, സി ആണ് ആൻസർ ആയിട്ട് വരിക. ഇസ് എ ക്ലിയർ മക്കളെ? ഫൈൻ. ഓരോ ക്വസ്റ്റനിൽ നിന്നും നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ മതി. തിയറിയും സാറ് താഴത്ത് എഴുതുന്നുണ്ട്. ഓക്കെ, വേണ്ട തിയറി മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ താഴത്ത് എഴുതുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്ത് വെക്കാട്ടോ മക്കളെ. ഗോട്ട് ഇറ്റ്? ഫൈൻ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സാർ ഇവിടെ നോട്ട് ചെയ്യാം. ഒക്ടറ്റ് റൂൾ ഷുഡ് ബി വാലിഡ്. കനോണിക്കൽ സ്ട്രക്ചേഴ്സിൽ ഒക്ടറ്റ് റൂൾ ഷുഡ് ബി വാലിഡ്. ഷുഡ് ബി ഫോളോഡ്. ഒക്ടറ്റ് റൂൾ ഫോളോ ചെയ്യണം. ഒക്ടറ്റ് റൂൾ ഷുഡ് ബി ഫോളോഡ്. ഓക്കെ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കനോണിക്കൽ സ്ട്രക്ചേഴ്സ് വരയ്ക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പം ഞാൻ ഇതെടുക്കുകയാണ്, അനിലീനിയം അയോൺ എടുക്കുകയാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാർ എനിക്ക് ഇങ്ങനെ ഒരു കനോണിക്കൽ സ്ട്രക്ചർ വരച്ചുകൂടെ? അതായത് ഈ പൈ ബോണ്ടിനെ ഇങ്ങോട്ട് വരുത്തിച്ചിട്ട് നമുക്കൊരു കനോണിക്കൽ സ്ട്രക്ചർ, ഇങ്ങനെ ഒരു കനോണിക്കൽ സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റുമോ സാറേ? ഇങ്ങനെ ഒരു കനോണിക്കൽ സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റുമോ? ദേ ഈ പൈ ബോണ്ട് ഈ പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് പോകുന്നു. പറ്റില്ല. കാര്യം നൈട്രജൻ ഇവിടെ 5 ബോണ്ടാണ്. നൈട്രജന് 8 ഇലക്ട്രോൺസ് കൂടുതൽ. നൈട്രജൻ ഇസ് ഇൻ ദ സെക്കൻഡ് പീരീഡ്. മാക്സിമം കപ്പാസിറ്റി ബാലൻസ് ഉള്ളിൽ 8 ആണ്. അപ്പോൾ നൈട്രജന് 4 ബോണ്ടിൽ കൂടുതൽ വരാൻ പറ്റില്ല. 4 ബോണ്ടിൽ കൂടുതൽ നൈട്രജന് എടുക്കാൻ പറ്റില്ല. സോ ബേസിക്കലി ഈ കനോണിക്കൽ സ്ട്രക്ചർ ഇൻവാലിഡ് ആണ്. നിങ്ങൾക്ക് തോന്നിയ പോലെ കനോണിക്കൽ സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റില്ല. എസ്പെഷ്യലി ബേസിക്കലി സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, എന്തായാലും ഒക്ടറ്റ് റൂൾ ഷുഡ് ബി ഫോളോഡ്. ഓക്കെ, octet rule should be followed for second period elements. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് കിട്ടുമല്ലോ. അപ്പോൾ ബേസിക്കലി 4ൽ കൂടുതൽ ബോണ്ട്സ് ഒക്കെ ഫോം ചെയ്യാൻ പറ്റും, 8ൽ കൂടുതൽ വാലൻസ് ഇലക്ട്രോൺസ് എടുക്കാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് പീരീഡ് എലമെന്റ്സിൻ്റെ ചോദ്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾക്ക് വരിക. ഇപ്പോൾ സൾഫറോ ഫോസ്ഫറസോ ഒക്കെ ആണെങ്കിൽ അവന്മാർക്ക് 8ൽ കൂടുതൽ ഇലക്ട്രോൺസ് ബാലൻസ് സെല്ലിൽ എടുക്കാൻ പറ്റും. 8ൽ കൂടുതൽ പറ്റും. അവന്മാർക്ക് വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ഉണ്ട്. പക്ഷേ നൈട്രജനും ഓക്സിജനും ഫ്ലൂറിനും പറഞ്ഞ് ഈ ടീംസിനൊക്കെ 8ൽ കൂടുതൽ ഇലക്ട്രോൺസ് പറ്റില്ല. അപ്പോൾ കനോണിക്കൽ സ്ട്രക്ചേഴ്സ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയ പോലെ അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. ഇസ് എ ക്ലിയർ മൈ ഡിയർ സ്റ്റുഡൻസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, യൂസിങ് ദ ഫോളോയിങ് ഡേറ്റ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. യൂസ് ദ ഫോളോയിങ് ഡേറ്റ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. അവർ സൈക്ലോഹെക്സീൻ്റെ ഹൈഡ്രജനേഷൻ തന്നിട്ടുണ്ട്, എൻതാൽപ്പി -28.6 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആന്ത്രസീൻ XSH2 വെച്ചിട്ട് ഹൈഡ്രജനേറ്റ് ചെയ്തപ്പോൾ ഇത് കിട്ടി. ഓക്കെ, ഈ പ്രോഡക്റ്റ് കിട്ടി. ഡെൽറ്റ H -116.2 കിലോ കാലറീസ് പെർ മോൾ എന്ന് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ റെസണൻസ് എനർജി ഓഫ് ആന്ത്രസീൻ. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നോക്കിക്കേ മക്കളെ. ഫസ്റ്റ് ഓഫ് ഓൾ ആന്ത്രസീൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ആന്ത്രസീൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. എല്ലാവരും നോക്കിക്കേ മക്കളെ, ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. സൈക്ലോഹെക്സീനിൽ ഒരു പൈ ബോണ്ട് പൊട്ടിക്കാനായിട്ട്
ഒരു പൈ ബോണ്ട് പൊട്ടിക്കാനായിട്ട് എനർജി വന്നത് -28.6. പൈ ബോണ്ട് പൊട്ടിച്ച് ഹൈഡ്രജനേഷൻ നടത്താനായിട്ട് -28.6 ആണ് വന്നത്. ഓക്കെ, ഇവിടെ ആന്ത്രസീൻ്റെ എത്ര പൈ ബോണ്ട് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? വാട്ട് ഇസ് ദി എക്സ്പെക്റ്റഡ് ഡെൽറ്റ എച്ച്? വാട്ട് ഇസ് ദി എക്സ്പെക്റ്റഡ് ഡെൽറ്റ എച്ച്? എക്സ്പെക്റ്റഡ് ഡെൽറ്റ എച്ച് എത്രയാണ്? എക്സ്പെക്റ്റഡ് ഡെൽറ്റ എച്ച് എത്ര? ഇവിടെ ഒരു പൈ ബോണ്ട് പൊട്ടിക്കാനായിട്ട് -28.6. എക്സ്പെക്റ്റഡ് ഡെൽറ്റ എച്ച് എത്ര? -28.6 × 7. -28.6 × 7 ആണ് എക്സ്പെക്റ്റഡ് ഡെൽറ്റ എച്ച് അല്ലേ മക്കളെ? അപ്പോൾ ഇതെത്ര വരും? 28.6 × 7 എന്ന് പറയുമ്പോൾ ദിസ് വുഡ് ബി 42, 56, 60, 14, 20, 200.2 എന്ന് വരും അല്ലേ? 200.2 എന്ന് വരും. ഓക്കെ, ദിസ് വിൽ ബി ഈക്വൽ ടു -200.2. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എത്രയാണ്? -200.2. കാര്യം ഒരു പൈ ബോണ്ട് പൊട്ടിച്ച് ഹൈഡ്രജനേഷൻ നടത്താനായിട്ട് എത്രയാ? -28.6. 7 എണ്ണം പൊട്ടിക്കാനായിട്ട് -28.6 × 7 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയത് എത്രയാ? ഓൺലി -116.2. -116.2 പുറത്തേക്ക് വന്നുള്ളൂ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന -200.2. അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? ആന്ത്രസീനിൽ റെസണൻസ് സ്റ്റെബിലിറ്റി ഉണ്ട്, കോൺജുഗേഷൻ കാരണം സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ പൈ ബോണ്ടിൽ ഒളിഞ്ഞിരിക്കുന്ന എനർജി നമ്മൾ വിചാരിച്ചത് എന്താണ്? ഈ പൈ ബോണ്ട്സിൽ ഒളിഞ്ഞിരിക്കുന്ന എനർജി -200.2 ആണെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് പൊട്ടിച്ചപ്പോൾ -200.2 വരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ആക്ച്വലി ഒളിഞ്ഞിരിക്കുന്ന എനർജി 116.2 ഉള്ളൂ. ഇതിൽ ആക്ച്വലി ഒളിഞ്ഞിരിക്കുന്ന എനർജി 116.2 ഉള്ളൂ. അതുകൊണ്ടാണ് അത് പൊട്ടിപ്പോൾ -116.2 വന്നത്. അതായത് പുറത്തേക്ക്, മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്ന എനർജി. സോ വി ആർ എക്സ്പെക്ടിങ് 200.2 ഈസ് പ്രസന്റ് ഇൻ ദീസ് പൈ ബോണ്ട്സ്. ആ പൈ ബോണ്ട്സിൽ ഉൾപ്പെട്ടുള്ള എനർജി, അതിൽ ഒളിഞ്ഞിരിക്കുന്ന എനർജി 200.2 എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അതിൽ ആക്ച്വലി എത്രയുള്ളത്? 116.2. അപ്പോൾ ആ ഡിഫറൻസ് എന്തുകൊണ്ടാണ്? ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ സ്റ്റെബിലിറ്റി. ഇവിടെ 116.2 വരാൻ കാര്യം എന്താണ്? ഈ കോൺജുഗേഷൻ, അരോമാറ്റിക് സ്റ്റെബിലിറ്റി ഒക്കെ കാരണമാണ് അത് വന്നത്. ബേസിക്കലി റെസണൻസ് എനർജി. ഓക്കെ മക്കളെ, ഫൈൻ. സോ റെസണൻസ് എനർജി ഈസ് നത്തിങ് ബട്ട്, റെസണൻസ് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് എടുത്താൽ മതി. റെസൊണൻസ് എനർജി ഈസ് നത്തിങ് ബട്ട്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക, 200.2 minus 116.2 which is equal to 84. കാരണം റെസണൻസ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഡിഫറൻസ്? ആക്ച്വൽ എനർജി മൈനസ് എക്സ്പെക്റ്റഡ് എനർജി. ആക്ച്വൽ എനർജി മൈനസ് എക്സ്പെക്റ്റഡ് എനർജി, അല്ലെങ്കിൽ ബേസിക്കലി എക്സ്പെക്റ്റഡ് എനർജി മൈനസ് ആക്ച്വൽ എനർജി. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ എക്സ്പെക്റ്റഡ് എനർജി മൈനസ് ആക്ച്വൽ എനർജിയാണ് റെസണൻസ് എനർജി. റെസണൻസ് എനർജി കൂടുതലാണെങ്കിൽ മോളിക്യൂൾ കൂടുതൽ സ്റ്റേബിൾ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. റെസണൻസ് എനർജി കൂടുതലാണെങ്കിൽ മോളിക്യൂൾ കൂടുതൽ സ്റ്റേബിൾ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്ത എനർജി എത്രയാണ്? 200.2, മാഗ്നിറ്റ്യൂഡ് 200.2 ഈ പൈ ബോണ്ട്സിൽ വേണം. പക്ഷേ നമുക്ക് കിട്ടിയ എനർജി എത്രയാണ്? 116.2 ഉള്ളൂ. അത് എന്തുകൊണ്ടാണ് വന്നത്? എന്തുകൊണ്ടാണ് ആ മോളിക്യൂളിൻ്റെ എനർജി കുറഞ്ഞിരിക്കുന്നത്? എനർജി കുറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റെബിലിറ്റി കൂടുതലാണ്. എനർജി കുറയുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റെബിലിറ്റി കൂടുതലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റെബിലിറ്റി കൂടിയത്? ഈ അരോമാറ്റിക് നേച്ചർ കാരണം, റെസണൻസ് സ്റ്റെബിലിറ്റി കാരണം. സോ ദി ഡിഫറൻസ് ഇൻ എനർജി, ആക്ച്വൽ എനർജിയുടെയും എക്സ്പെക്റ്റഡ് എനർജിയുടെയും ഡിഫറൻസ് ആണ് റെസണൻസ് എനർജി. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദിസ്. സോ ബേസിക്കലി ഇവിടെ 84 ആണ് വരിക. മറക്കരുത് കേട്ടോ മക്കളെ, മറക്കരുത് കേട്ടോ. റെസണൻസ് എനർജി, സോ ഇഫ് someone is asking, ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു, assertion reasoning question, if resonance energy increases, stability decreases, stability of molecule decreases, is less. തെറ്റാ. റെസണൻസ് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ എനർജി അല്ല. റെസണൻസ് എനർജി ഇസ് ദ ഡിഫറൻസ് ഓഫ് എക്സ്പെക്റ്റഡ് എനർജി ആൻഡ് ആക്ച്വൽ എനർജി. ഓക്കെ മക്കളെ, അപ്പോൾ റെസണൻസ് എനർജി കൂടുതലാണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതലാണെന്നാണ് അതിൻ്റെ അർത്ഥം. റെസണൻസ് എനർജി ഓഫ് എ മോളിക്യൂൾ കൂടുതലാണെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലാണ്. കാര്യം അത് എക്സ്പെക്റ്റഡ് എനർജിയിൽ നല്ല താഴ്ത്ത അതിൻ്റെ ആക്ച്വൽ എനർജി കിടക്കുന്നത്. എക്സ്പെക്റ്റഡ് എനർജി ഇവിടെയാണെങ്കിൽ ആക്ച്വൽ എനർജി നല്ല താഴ്ത്ത കിടക്കുന്നത്. അപ്പോൾ ഈ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഓക്കെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സ്ട്രോങ്കസ്റ്റ് ആസിഡ്? ഇതിൽ സ്ട്രോങ്കസ്റ്റ് ആസിഡ് ഏതാണ് എന്നാണ് ചോദ്യം. സ്ട്രോങ്കസ്റ്റ് ആസിഡ് ഏതാണ് എന്നാണ് ചോദ്യം. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ നിങ്ങൾക്ക്
ഈ അയോൺസ് ഇവിടെ തന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സർ ഇതെങ്ങനെ ചെയ്യും, സ്ട്രോങ് ആസിഡിൻ്റെ ക്വസ്റ്റ്യൻസ്, സ്ട്രോങ്ങർ ആസിഡിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാമെന്ന് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേറൊരു മാർഗ്ഗവും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ മാർഗ്ഗം സ്വീകരിക്കുക. സ്ട്രോങ് ആസിഡ് ഹാസ് സ്റ്റേബിൾ കോൺജുഗേറ്റ് ബേസ്. സ്ട്രോങ് ആസിഡ് ഹാസ് സ്റ്റേബിൾ കോൺജുഗേറ്റ് ബേസ്. ഒരു സ്റ്റേബിൾ കോൺജുഗേറ്റ് ബേസ് ഉള്ള ആളുടെ ആസിഡ് എപ്പോഴും സ്ട്രോങ്ങർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ HCl എന്തുകൊണ്ടാണ് സ്റ്റേബിൾ ആയത്? Cl മൈനസ് എന്ന കോൺജുഗേറ്റ് ബേസ് HCl എന്തുകൊണ്ടാണ് സ്ട്രോങ് ആയത്? Cl മൈനസ് എന്ന കോൺജുഗേറ്റ് ബേസ് വളരെ സ്റ്റേബിളാണ്. Cl മൈനസ് ഇസ് വെരി സ്റ്റേബിൾ. അതുകൊണ്ടാണ് HCl സ്ട്രോങ് ആയത്. അപ്പോൾ ഇവിടെ നോക്കുക, അപ്പോൾ ഈ NH4+ കോൺജുഗേറ്റ് ബേസ് എന്താണ്? NH3. ഇതിൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്താണ്? ഈ പറഞ്ഞ കോമ്പൗണ്ടിൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്താണ്? ഈ പറഞ്ഞ കോമ്പൗണ്ടിൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുമ്പോൾ കോൺജുഗേറ്റ് ബേസ് അറിയാലോ, ഒരു ഹൈഡ്രജനെ അങ്ങോട്ട് റിമൂവ് ചെയ്യുക, ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്യുക. ഇവൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്താണ്? ഇവൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്നും ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്യുക, ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്യുക. ഓക്കെ, ഇവൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്നും ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആരാടാ മക്കളെ? ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആരാണ്? നിങ്ങൾ തന്നെ നോക്കുക. വിച്ച് കോൺജുഗേറ്റ് ബേസ് ഇസ് മോർ സ്റ്റേബിൾ? ആരുടെ ലോൺ പെയർ ആണ് ഇവിടെ റെസണൻസിൽ കിടന്ന് ആറാടുന്നത്? ആരുടെ ലോൺ പെയർ ആണ് ഇവിടെ റെസണൻസിൽ കിടന്ന് ആറാടുന്നത്? ഇവൻ്റെ ലോൺ പെയർ ആണ് അല്ലേ? ഈ ലോൺ പെയർ ഇസ് ഇൻ റെസണൻസ്. സോ ദാറ്റ് മീൻസ് ദിസ് കോൺജുഗേറ്റ് ബേസ് ഇസ് ദ മോസ്റ്റ് സ്റ്റേബിൾ. ആ കോൺജുഗേറ്റ് ബേസ് ആണ് മോർ സ്റ്റേബിൾ. അപ്പോൾ ഈ H+ കൊടുക്കാൻ ഇവന് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ആ H+ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന കോൺജുഗേറ്റ് ബേസ് സ്റ്റേബിളാണ്. എപ്പോഴാണ് H+ ഒരാൾ ചവിട്ടി പുറത്താക്കുക? H+ ചവിട്ടി പുറത്താക്കിയിട്ട് താൻ സ്റ്റേബിൾ ആവുകയാണെങ്കിൽ H+ ഈസിലി ചവിട്ടി പുറത്താക്കാൻ പറ്റും. H+ ചവിട്ടി പുറത്താക്കിയിട്ട് താൻ സ്റ്റേബിൾ ആവുകയാണെങ്കിൽ H+ ഈസിലി ചവിട്ടി പുറത്താക്കാൻ പറ്റും. അപ്പോൾ അത് നോക്കുക. ഇവിടെ ഈ ലോൺ പെയർ സ്റ്റെബിലൈസ് ബൈ റെസണൻസ് മക്കളെ. ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. സോ ബേസിക് ഇവിടെ ആൻസർ ചെയ്താൽ മക്കളെ C ആണ് വരിക. ഇസ് ദാറ്റ് ക്ലിയർ? മനസ്സിലായോ മക്കളെ? ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് മോസ്റ്റ് സ്റ്റേബിൾ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് മോസ്റ്റ് സ്റ്റേബിൾ? ഒറ്റ നോട്ടത്തിൽ നാല് കോമ്പൗണ്ട് എന്നാണ് നിങ്ങളുടെ വിചാരം, പക്ഷേ ദേ ആർ ദ സെയിം കോമ്പൗണ്ട്. ദീസ് ആർ കനോണിക്കൽ സ്ട്രക്ചേഴ്സ്. ഈ 4 എണ്ണവും കനോണിക്കൽ സ്ട്രക്ചേഴ്സ് ആണ്. ഈ 4 എണ്ണവും കനോണിക്കൽ സ്ട്രക്ചേഴ്സാണ് മക്കളെ. കനോണിക്കൽ സ്ട്രക്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സിമ്പിളായിട്ടൊരു ട്രിക്ക് സാറ് പറഞ്ഞുതരാം. കനോണിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആറ്റംസിൻ്റെ പൊസിഷൻസ് ഒക്കെ സെയിം ആയിരിക്കും. ഓക്കെ, ബ്രോമിൻ ഉള്ളിടത്ത് തന്നെ ആയിരിക്കും എല്ലായിടത്തും ബ്രോമിൻ, എല്ലാ സ്ട്രക്ചറിലും ബ്രോമിൻ. ബ്രോമിൻ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ എല്ലായിടത്തും ബ്രോമിൻ അവിടെ തന്നെ. ഹൈഡ്രജൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും അവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. നൈട്രജൻ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലായിടത്തും അവിടെ ഒരു നൈട്രജൻ ഉണ്ട്. ആറ്റംസിൻ്റെ പൊസിഷനൊക്കെ സെയിം ആയിരിക്കും, പക്ഷെ പൈ ബോണ്ടിൻ്റെ പൊസിഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. പൈ ബോണ്ടിൻ്റെ പൊസിഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. പൈ ഇലക്ട്രോൺസിൻ്റെ പൊസിഷൻ ഡിഫറെൻ്റ് ഉണ്ടാവും. ഓക്കെ, ബി വരില്ലേന്നോ? ഇല്ല മക്കളെ, ബിയുടെ അവിടെ കോൺജുഗേഷൻ ഇല്ലല്ലോ. ഈ ലോൺ പെയർ എടാ കുട്ട ഇവിടെ എങ്ങനെയാണ് കോൺജുഗേഷൻ വരിക? ഇത് കോൺജുഗേഷൻ വരില്ലല്ലോ മക്കളെ. ബെൻസീനിൽ അറ്റാച്ച് ആയിട്ടിരിക്കുന്ന നൈട്രജൻ, ഇവിടെ ബെൻസീനിലേക്കാണ് ഈ നൈട്രജൻ അറ്റാച്ച് ആയിട്ടിരിക്കുന്നത്. ഇവിടെ അല്ലേടാ മക്കളെ കോൺജുഗേഷൻ വരിക? ഇവിടെ കോൺജുഗേഷൻ വരൂലല്ലോ. ഈ നൈട്രജൻ ഇസ് നോട്ട് അറ്റാച്ച് ടു ബെൻസീൻ. ഓക്കെ വില്യംസ്, മനസ്സിലാകൂട്ടാ. അപ്പോൾ ഇവിടെ നോക്കുക മക്കളെ, ദീസ് ആർ കനോണിക്കൽ സ്ട്രക്ചേഴ്സ്. ഇത് കനോണിക്കൽ സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ സ്ട്രക്ചറിൽ നിന്ന് ഈ സ്ട്രക്ചറിനെ എങ്ങനെ കിട്ടുക? ഈ സ്ട്രക്ചറിൽ നിന്ന് ഈ സ്ട്രക്ചറിനെ എങ്ങനെ കിട്ടുക? വളരെ സിമ്പിൾ. ഈ പൈ ബോണ്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈ പൈ ബോണ്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ചാർജ് വരുമല്ലോ. ഈ പൈ ബോണ്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇത് കിട്ടി. ഇനി ഇതും ഇങ്ങനെ കനോണിക്കൽ സ്ട്രക്ചറാണെന്ന് മനസ്സിലായത്? വളരെ സിമ്പിൾ. ഈ ലോൺ പെയറിനെ എടുത്ത് ഇങ്ങോട്ട് തട്ടുക, എന്നിട്ട് ഈ പൈ ബോണ്ടിനെ എടുത്ത് ഇങ്ങോട്ട് തട്ടുക. അപ്പോൾ ഈ സ്ട്രക്ചർ കിട്ടി. ഇനി ഈ സ്ട്രക്ചർ നോക്കുക മക്കളെ. ഈ സ്ട്രക്ചർ നോക്കുക, എല്ലാവരും നോക്കുക. ഈ പൈ ബോണ്ടിനെ എടുത്ത് ഇങ്ങോട്ട് തട്ടി. ഓക്കെ, അതേപോലെ ഈ പൈ ബോണ്ടിനെ എടുത്ത് ഇങ്ങോട്ട് തട്ടി, ഈ പൈ ബോണ്ടിനെ എടുത്ത് ഇങ്ങോട്ട് തട്ടി. അതായത് ഈ കാർബൺ നൈട്രജൻ പൈ ബോണ്ടിനെ എടുത്ത് നൈട്രജനിലേക്ക് തട്ടി. അപ്പോൾ അവിടെ ലോൺ പെയർ വന്നു. ഈ പൈ ബോണ്ടിനെ എടുത്ത് ഇങ്ങോട്ട് തട്ടി, അപ്പോൾ ഇവിടെ പൈ ബോണ്ട് വന്നു. ഈ പൈ ബോണ്ടിനെ എടുത്ത് ഇങ്ങോട്ട് തട്ടി, അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നു. അപ്പോൾ ദേ ആർ കാനോണിക്കൽ സ്ട്രക്ചേഴ്സ്. ജസ്റ്റ് മൂവിങ് ദ pi electrons or pi bonds, you will get the different structures. You are not moving any atoms. Atoms മാറ്റേണ്ട ആവശ്യമില്ല. ആറ്റംസ് മാറ്റിക്കഴിഞ്ഞാൽ അത് വേറെ കോമ്പൗണ്ട് ആവും. ഓക്കെ, ദീസ് ആർ കനോണിക്കൽ സ്ട്രക്ചേഴ്സ്. അപ്പോൾ കനോണിക്കൽ സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റി എന്താ സാറ് പറഞ്ഞാൽ? ആദ്യം എന്താ നോക്കേണ്ടത്?
ഏറ്റവും കൂടുതൽ പൈ ബോൺസ് ഉള്ള ആശാനാണ് ഏറ്റവും സ്റ്റേബിൾ. ഏറ്റവും കൂടുതൽ പൈ ബോൺസ് ഉള്ള ആശാനാണ് ഏറ്റവും സ്റ്റേബിൾ. ഏറ്റവും കൂടുതൽ പൈ ബോൺസ് ഇവിടെ ആർക്കാ ഉള്ളത്? ഇവിടെ 2 പൈ ബോണ്ടേ ഉള്ളൂ, ഇവിടെ 2 പൈ ബോണ്ടേ ഉള്ളൂ, ഇവിടെ 3 പൈ ബോണ്ട് ഉണ്ട് മക്കളെ, ഇവിടെ 2 പൈ ബോണ്ടേ ഉള്ളൂ. സോ ദാറ്റ് മീൻസ് ദ മോസ്റ്റ് സ്റ്റേബിൾ സി. സി ആണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് വരിക. സി ആണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് വരിക. മക്കളെ മനസ്സിലായോ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ ആണോടാ? സെറ്റ് ആണോടാ? നെക്സ്റ്റ്, rank the following alkenes in order of decreasing heats of hydrogenation. Heats of hydrogenation, decreasing heats of hydrogenation. എല്ലാവരും നോക്കിക്കേ മക്കളെ, എല്ലാവരും നോക്കുക. Heat of hydrogenation is inversely proportional to stability. Heat of hydrogenation is inversely proportional to stability. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. Heat of hydrogenation is inversely proportional to stability. സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന എനർജി കുറവാണ്. അപ്പം നമ്മൾ ആ മോളിക്യൂളിനെ ഹൈഡ്രജനേഷൻ നടത്തുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരാൻ പോകുന്ന എനർജി കുറവായിരിക്കും. സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ കുറവായിരിക്കും. സ്റ്റെബിലിറ്റി കുറവാണെങ്കിൽ ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ കൂടുതലായിരിക്കും. സോ ബേസിക്കലി നിങ്ങൾക്ക് അറിയാം ആൽക്കീൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻസ് നോക്കുക. ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്? 2 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട് അല്ലേ? ഇവിടെ 2 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട് അല്ലേ? കാര്യം ഈ 2 എണ്ണമാണ് ഈ പൈ ബോണ്ടിൻ്റെ ആൽഫ ഹൈഡ്രജൻസ്. ഇവിടെയോ? ഇവിടെ നമുക്ക് ഇവിടെ 3 എണ്ണം, ഇവിടെ 3 എണ്ണം, ഇവിടെ 2 എണ്ണം, 8 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്. ഇവിടെയോ? ഇവിടെ 6 ആൽഫ ഹൈഡ്രജൻ, ഇവിടെയും 6 ആൽഫ ഹൈഡ്രജൻ. പക്ഷെ നിങ്ങൾക്കറിയാം ദിസ് ഇസ് ട്രാൻസ് ആൻഡ് ദിസ് ഇസ് സിസ്. അപ്പം ട്രാൻസ് ആണ് സിസിനേലും കൂടുതൽ സ്റ്റേബിൾ. കാര്യം എന്താ? സിസിൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ട്. ഇവിടെ ഒരു CS3 ഗ്രൂപ്പും ഇവിടെ ഒരു CS3 ഗ്രൂപ്പും, 2 മത്തങ്ങ പോലത്തെ ഉള്ള CS3 ഗ്രൂപ്പ് അടുത്തടുത്താണ്. 2 മത്തങ്ങ പോലത്തെ CS3 ഗ്രൂപ്പ്സ് അടുത്തടുത്താണ്. ഓക്കെ ആണോ മക്കളെ? സോ ബേസിക്കലി എന്ത് പറ്റും? സ്റ്റെറിക് ഹിൻഡ്രൻസ് അവിടെ കുറവാണ്. സ്റ്റെറിക് ഹിൻഡ്രൻസ് അവിടെ കൂടുതലാണ്. അപ്പോൾ സ്റ്റെബിലിറ്റി അവിടെ കുറവായിരിക്കും. അപ്പോൾ ആദ്യം ആൽഫ ഹൈഡ്രജൻസ് നോക്കുക. അപ്പോൾ സ്റ്റെബിലിറ്റി ഓർഡർ നോക്കുകയാണെങ്കിൽ 2 മോർ സ്റ്റേബിൾ, അത് കഴിഞ്ഞിട്ട് 3, അത് കഴിഞ്ഞിട്ട് 4, അത് കഴിഞ്ഞിട്ട് 1. ഇതാണ് സ്റ്റെബിലിറ്റി ഓർഡർ. അപ്പോൾ ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉൾട്ടയായിരിക്കും. 1 > 4 > 3 > 2. സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ കുറവാണ്. അപ്പോൾ 2ൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ ആയിരിക്കും ഏറ്റവും കുറവ്. സോ ബേസിക്കലി ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണോ മക്കളെ? ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ്, rank the hydrogen atoms in the following molecules according to their acidic strength. Rank them according to their acidic strength. എല്ലാവരും നോക്കുക. ഹൈഡ്രജൻസിനെ റിമൂവ് ചെയ്യുമ്പോൾ സ്റ്റേബിൾ കോൺജുഗേറ്റ് ബേസ് കിട്ടണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ, ഇവിടെ ഈ ബി റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ HB റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു നെഗറ്റീവ് ചാർജ് കിട്ടും അല്ലേ? H+. ഇവിടെ ഈ H+ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ്, ദാറ്റ് ഇസ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ് അല്ലേ മക്കളെ? നേരെ മറിച്ച് HC റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ നെഗറ്റീവ് ചാർജ് ഓൺ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. നേരെ മറിച്ച് HA റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് കിട്ടും. ഇതിൽ ഏത് നെഗറ്റീവ് ചാർജാണ് ഏറ്റവും സ്റ്റേബിൾ? ഈ നെഗറ്റീവ് ചാർജ് അല്ല ഏറ്റവും സ്റ്റേബിൾ. കാര്യം ദിസ് ഇസ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ്. അപ്പോൾ HB റിമൂവ് ചെയ്താൽ കിട്ടുന്ന കോൺജുഗേറ്റ് ബേസ് ആണ് ഏറ്റവും സ്റ്റേബിൾ. HB റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കോൺജുഗേറ്റ് ബേസ് ആണ് ഏറ്റവും സ്റ്റേബിൾ. സോ അസിഡിക് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് ബി പൊസിഷനിലാണ്. ബി കഴിഞ്ഞ് അത് കഴിഞ്ഞ് സി, അത് കഴിഞ്ഞ് എ. കാര്യം എന്താണ്? ഇവിടെ നെഗറ്റീവ് ചാർജസ് ഓൺ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ, ഇവിടെ നെഗറ്റീവ് ചാർജസ് ഓൺ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. ഇവിടെ നെഗറ്റീവ് ചാർജസ് ഓൺ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ, ഇവിടെ നെഗറ്റീവ് ചാർജ് ഓൺ sp2, ഇവിടെ നെഗറ്റീവ് ചാർജ് ഓൺ sp3. അപ്പോൾ ബി കഴിഞ്ഞാൽ സി ആണ് വരിക. sp2ൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലല്ലേ? നെഗറ്റീവ് ചാർജ് ഓൺ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഇസ് ബെറ്റർ. ഓക്കെ, ഇവിടെ റെസൊണൻസ് സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ കോൺജുഗേറ്റ് ബേസ് ആണ് രണ്ടാമത്തെ സ്റ്റേബിൾ. അപ്പോൾ ഈ ആസിഡ് ആയിരിക്കും, ഈ HC ആയിരിക്കും രണ്ടാമത് അസിഡിക് ആയിട്ട് വരാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് H. ഓക്കെ, എപ്പോഴും അസിഡിക് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ കോൺജുഗേറ്റ് ബേസ്ഡ് സ്റ്റെബിലിറ്റി നോക്കുക. സ്റ്റേബിൾ കോൺജുഗേറ്റ് ബേസ്, മോർ അസിഡിക്. ഓക്കെ ആണ് മക്കളെ? നെക്സ്റ്റ്, വിച്ച് കാർബോ കാറ്റോൺ ഇസ് മോർ സ്റ്റേബിൾ? ഇത് ഞാൻ മുന്നേ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. ആക്ച്വലി ഇന്ന് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതൊക്കെ വളരെ
കോൺസെപ്ച്വലി ഓറിയൻറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ അതേ ക്വസ്റ്റ്യൻസ് വീണ്ടും എടുത്തിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും നോക്കിക്കുക മക്കളെ. വിച്ച് കാർബോകാറ്റോൺ ഇസ് മോസ്റ്റ് സ്റ്റേബിൾ? കാർബോകാറ്റോൺ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം റെസണൻസ് സ്റ്റെബിലിറ്റി ഇൻക്രീസസ് കാർബോകാറ്റോൺ സ്റ്റെബിലിറ്റി. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ കാർബോകാറ്റോൺ ദിസ് ഇസ് ജസ്റ്റ് പ്രൈമറി കാർബോകാറ്റോൺ, ഇത് പ്രൈമറിയാണ്. ഇത് ബേസിക്കലി വെരി അൺസ്റ്റേബിൾ ആണ്. കാര്യം പോസിറ്റീവ് ചാർജ് ഓൺ ഡബിൾ ബോണ്ടഡ് കാർബൺ. പോസിറ്റീവ് ചാർജ് ഓൺ ഡബിൾ ബോണ്ടഡ് കാർബൺ ഭയങ്കര അൺസ്റ്റേബിൾ ആണ്. ഡിയിൽ സ്റ്റെബിലിറ്റി ഉണ്ട്, റെസണൻസ് സ്റ്റെബിലിറ്റി ഉണ്ട്. നോക്കിക്കേ, ഇത് ടേർഷറി പൊസിഷനിലാണ്, അതേപോലെ തന്നെ അലൈലിക്കാണ്. ബിയിൽ ഇത് സെക്കൻഡറി കാർബോകാറ്റോൺ സംഭവിച്ചു, പക്ഷേ ദർ ഇസ് എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ. പൈ ബോണ്ട് ഇങ്ങോട്ട് വരും, ഗോട്ട് ഇറ്റ്. അതേപോലെ ഈ പൈ ബോണ്ടിന് ഇങ്ങോട്ടും വരാം. സോ ബേസിക്കലി ഇവിടെ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ നോക്കിക്കേ, പോസിറ്റീവ് ചാർജ് സിഗ്മ ബോണ്ട് പൈ ബോണ്ട് സിഗ്മ ബോണ്ട് പൈ ബോണ്ട്, എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ഉണ്ട്. അതായത് ഇതേ പോസിറ്റീവ് ചാർജ് ഗെറ്റ്സ് ഡീലോക്കലൈസ് ടു ഡിഫറെൻറ്റ് പൊസിഷൻ. ഈ പോസിറ്റീവ് ചാർജിന് ഇവിടെ വരാം, ഈ പൈ ബോണ്ട് ഇങ്ങോട്ട് പോയി ആ പോസിറ്റീവ് ചാർജ് ഇവിടെ വരും, പിന്നെ ആ പോസിറ്റീവ് ചാർജിന് ഇങ്ങോട്ട് വരാം. സോ ദ മോർ ഡീലോക്കലൈസേഷൻ ദ മോർ സ്റ്റെബിലിറ്റി, മോർ ഡീലോക്കലൈസേഷൻ മോർ സ്റ്റെബിലിറ്റി, അതായത് മോർ റെസണൻസ് മോർ സ്റ്റെബിലിറ്റി. അപ്പോൾ ഇവിടെ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷനാണ്. പോസിറ്റീവ് ചാർജ് സിഗ്മ ബോണ്ട് പൈ ബോണ്ട് സിഗ്മ ബോണ്ട് പൈ ബോണ്ട്, ഇവിടെ പോസിറ്റീവ് ചാർജ് സിഗ്മ ബോണ്ട് പൈ ബോണ്ട് കോൺജുഗേഷൻ ഇവിടെ കഴിഞ്ഞു, ഇങ്ങോട്ട് കോൺജുഗേഷൻ ബ്രേക്കായി. അപ്പോൾ കോൺജുഗേഷൻ ഇവിടെ കഴിഞ്ഞു, ഇത് അലൈലിക്കാ സമ്മതിച്ചു, പക്ഷേ ഇവിടെ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ഉണ്ട്. എന്തുകൊണ്ടും ബെറ്റർ ആണ്. സോ ബേസിക്കലി ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഇസ് എ ക്ലിയർ? മനസ്സിലായോ മക്കളെ? നെക്സ്റ്റ് നോക്കിക്കേ മക്കളെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് സ്റ്റെബിലൈസ്ഡ് കാർബോകാറ്റോൺ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് സ്റ്റെബിലൈസ്ഡ് കാർബോകാറ്റോൺ? സെയിം ലോജിക് യൂസ് ചെയ്യുക. ഇത് പ്രൈമറിയാണ്, ഇത് ടേർഷറിയാണ്, സമ്മതിച്ചു. ഇത് ടേർഷറി പ്ലസ് അലൈലിക്കാണ്, എന്തുകൊണ്ടാണ്? കാര്യം ഇവിടെ ഈ കാർബോകാറ്റോൺ ടേർഷറിയാണ്, അതേപോലെ തന്നെ പൈ ബോണ്ട് ഇവിടെ വന്ന് സ്റ്റെബിലൈസ് ചെയ്യും. ഇവന്റെ കേസ് നോക്കി, ഇത് ടേർഷറിയാണ്, അതേപോലെ സ്റ്റെബിലൈസേഷൻ ഇവിടെ നിന്നും വരുന്നുണ്ട്, രണ്ട് സ്ഥലത്തു നിന്ന് റെസണൻസ് ഓടി വരുന്നുണ്ട്, ഇവിടെ നിന്നും വരുന്നുണ്ട്. ഇവിടെ നിന്നും റെസണൻസ് അതിന് കിട്ടുന്നുണ്ട്, അപ്പം അതല്ലേ കൂടുതൽ സ്റ്റേബിൾ. ഇവിടെ നിന്നും റെസണൻസ്, ഈ പൈ ബോണ്ടിന് സ്റ്റെബിലിറ്റി, പിന്നെ ഇങ്ങോട്ടും വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് ആക്ച്വലി വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഈ ഓക്സിജന്റെ ലോൺ പെയർ നോക്കിക്കേ, ദാറ്റ് ഇസ് ഓൾസോ ഇൻ റെസണൻസ്. ഈ ലോൺ പെയറിന് ഇങ്ങോട്ട് വരാം, ഈ പൈ ബോണ്ടിന് ഇങ്ങോട്ട് പോകാം, അല്ലേ മക്കളെ? സോ ദർ ഇസ് എക്സ്റ്റെൻഡഡ് റെസണൻസ് ഓവർ ഹിയർ. ഇവിടെയും റെസണൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെയും ഉണ്ട്, പിന്നെ ഈ പൈ ബോണ്ട് ഇസ് ഇൻ റെസണൻസ് വിത്ത് ദിസ് ലോൺ പെയർ ഓൾസോ. സോ ബേസിക്കലി അതാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ. ഡി ആണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി വരിക. ഇത് മാത്രം, ഈ ലോജിക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. ഇവിടെ നിന്നും സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, അപ്പോൾ ആ പൈ ബോണ്ട് ആ പോസിറ്റീവ് ചാർജ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസണൻസ് ഫ്രം ബോത്ത് ദ സൈഡ്സ്. ഓക്കെയാണോ മക്കളെ? ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ സൈറ്റ് വേർ അറ്റാക്ക് ഓഫ് H+ ഇസ് മോസ്റ്റ് ഫേവറബിൾ. അറ്റാക്ക് ഓഫ് H+ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള സൈറ്റാണ് ചോദിച്ചിരിക്കുന്നത്. H+ എവിടെയാണ് പോയി അറ്റാക്ക് ചെയ്യുക? ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലോൺ പെയർ ഏറ്റവും കൂടുതൽ തരാൻ കെൽപ്പുള്ള സ്ഥലത്താണ് H+ അറ്റാക്ക് ചെയ്യുക. അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ബേസിക്കലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഓക്സിജൻ ഇവിടെയാണോ അറ്റാക്ക് നടക്കുക, ഇവിടെയാണോ H+ അറ്റാക്ക് നടക്കുക, ഇവിടെയാണോ അതോ ഇവിടെയാണോ നടക്കുക. ഞാൻ സിമ്പിളായിട്ട് ഇതിൻ്റെ റെസണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഒന്ന് വരയ്ക്കട്ടെ. എല്ലാം വരയ്ക്കണ്ട, നിങ്ങൾ നോക്കിക്കേ. ദർ ഇസ് എ ലോൺ പെയർ ഓവർ ഹിയർ, നൈട്രജൻ, സിഗ്മ ബോണ്ട് പൈ ബോണ്ട് സിഗ്മ ബോണ്ട് പൈ ബോണ്ട്. അപ്പോൾ ഈ ലോൺ പെയറിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു, പൈ ബോണ്ടിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു, ഈ പൈ ബോണ്ടിനെ എനിക്ക് ഓക്സിജനിലേക്ക് എടുക്കാം. അപ്പോൾ ഇതിൽ കിട്ടുന്ന ഒരു കനോണിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഐ ക്യാൻ ഡ്രോ എ കനോണിക്കൽ സ്ട്രക്ചർ ലൈക്ക് ദിസ്. ഇങ്ങനൊരു കനോണിക്കൽ സ്ട്രക്ചർ എനിക്ക് വരയ്ക്കാൻ പറ്റും. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും, ഇവിടെ ഓൾറെഡി ഒരു പൈ ബോണ്ട് ഉണ്ട്. ഓക്കെ, ഇങ്ങനൊരു കനോണിക്കൽ സ്ട്രക്ചർ എനിക്ക് വരയ്ക്കാൻ പറ്റും. നിങ്ങൾ നോക്കിക്കോ. ഇപ്പം ഞാൻ ഒന്നും കൂടി വരച്ച് കാണിച്ചു തരാം. ഇതേ ഇപ്പം ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഈ സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത് ഇതാണ്. ഓക്കെ, ഞാൻ എന്താ ചെയ്തത്, ഇവിടുത്തെ ലോൺ പെയറിനെടുത്ത് ഇങ്ങോട്ട് തട്ടി, ഈ പൈ ബോണ്ടിനെടുത്ത് ഇങ്ങോട്ട് തട്ടി, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു പൈ ബോണ്ട് കിട്ടി,
ഇവിടെ ഒരു പൈ ബോണ്ട് കിട്ടി, ഇവിടെ നൈട്രജൻ ആണ്. ഈ നൈട്രജൻ ഒരു പോസിറ്റീവ് ചാർജ് വരും. കാര്യം അത് ലോൺ പെയർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഓൾറെഡി ഉള്ളൊരു പൈ ബോണ്ട്. നമ്മളറിയാതെ തന്നെ അവനൊരു അരോമാറ്റിക് നേച്ചർ കിട്ടി. ദാറ്റ് മീൻസ് ഈ മോളിക്യൂൾ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നതിലും എന്തുകൊണ്ടും നല്ലത് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് അല്ലേ. കാര്യം അരോമാറ്റിക് സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ ഇവിടെ ഓക്സിജൻ ഒരു ഡീപ്പ് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഈ ഓക്സിജന് ഒരു നെഗറ്റീവ് ചാർജ് അവിടെ കിട്ടും. ഒരു നെഗറ്റീവ് ചാർജ് അവിടെ കിട്ടും. ഒരു നെഗറ്റീവ് ചാർജ് ടെൻഡൻസി ഉണ്ട് ഓക്സിജന്. അപ്പോൾ ബേസിക്കലി H+ ഈസിലി വന്ന് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എവിടെയാണ്? സോ ബേസിക്കലി സൈറ്റ് ഓഫ് അറ്റാക്ക് എപ്പോഴും എ ആയിരിക്കും. കാര്യം H+ എവിടെയാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ അവിടെയാണ് H+ അറ്റാക്ക് ചെയ്യുക. ഓക്കെ മക്കളെ. പിന്നെ സാർ വേറൊരു ക്ലൂ പറഞ്ഞുതരാം. റെസണൻസ് എപ്പോഴും ടുവേർഡ്സ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിൻ്റെ അടുത്തേക്കാണ് പോവുക. അതായത് ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് ഇസ് ഓൾവേസ് ടുവേർഡ്സ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, സാർ ഈ പൈ ബോണ്ടിന് എനിക്ക് ഇങ്ങോട്ട് തട്ടിക്കൂടെ, എന്നിട്ട് ഈ പൈ ബോണ്ടിനെ എനിക്ക് ഇങ്ങോട്ട് തട്ടിക്കൂടെ. ഓക്കെ, അതായത് ഈ പൈ ബോണ്ടിനെ ഇങ്ങോട്ട് തട്ടിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നത് ഒരു ചോദ്യമുണ്ട്. പക്ഷെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക മക്കളെ, ഈ പൈ ബോണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ ഓൾറെഡി ഇവിടെ 8 ഇലക്ട്രോൺ ഉണ്ട്. 2, 4, 6, 8. ഈ പൈ ബോണ്ടും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നൈട്രജൻ്റെ ചുറ്റും 10 ഇലക്ട്രോൺ ആവും. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. അതിപ്പോൾ നടക്കില്ല. അതേപോലെ തന്നെ ഈ പൈ ബോണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്സിജൻ്റെ ചുറ്റും 6 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. അപ്റ്റിട്ട് അവിടെ വാലിഡ് ആവില്ല. അപ്പോൾ അങ്ങനത്തെ കനോണിക്കൽ സ്ട്രക്ചർ വരയ്ക്കാൻ നിൽക്കരുത്. സെൻസിബിൾ കനോണിക്കൽ സ്ട്രക്ചേഴ്സ് വരയ്ക്കാം. ഓക്കെ ഫൈൻ. സോ ബേസിക്കലി ഇവിടെ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, വിച്ച് ഹാസ് ദ മാക്സിമം ഡൈപോൾ മൊമെൻറ്റ്. ഇതിനെ ബേസ് ചെയ്ത് 2023 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതേ ക്വസ്റ്റ്യൻ അല്ല, ഇതിനെ ബേസ് ചെയ്ത്. മക്കളെ, ഡൈപോൾ മൊമെന്റ് എന്ന് പറയുമ്പോൾ ചാർജ് സെപ്പറേഷൻ നന്നായിട്ട് വേണം. നല്ല ചാർജ് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ നല്ല ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഇതിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഞാൻ പറയാൻ പോകുന്നത് സി ആണ്. സി വിൽ ബി ദ വൺ. കാര്യം എന്താണെന്നറിയോ? എല്ലാവരും നോക്കിക്കേ മക്കളെ, ഇവനൊന്നും എന്തായാലും ഡൈപോൾ മൊമെന്റ് ഇല്ല. ഓക്കെ, അധികം ഡൈപോൾ മൊമെന്റ്. ഇവൻ ബേസിക്കലി ബെൻസീനാ. പക്ഷെ സിയിൽ നിങ്ങൾ പറയും സാർ ഈ കാർബണും ഓക്സിജനും ഉള്ളതുകൊണ്ടാണോ? അപ്പോൾ നിങ്ങൾ പറയും സാർ ഇവിടെയും കാർബണും ഓക്സിജനും ഉണ്ടല്ലോ. ഇവിടെയും കാർബണും ഓക്സിജനും ഡബിൾ ബോണ്ട് ഉണ്ട്. ഇവിടെയും കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഉണ്ട്. ഇവിടെയും കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ സി ആണ് കൂടുതൽ ഡൈപോൾ മൊമെന്റിന് ചൂസ് ചെയ്യുക. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പൈ ബോണ്ടിനെ ഞാൻ മേളിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. ഓക്കെ, അപ്പോൾ ബേസിക്കലി ആ മോളിക്യൂൾ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ നോക്കിക്കേ മക്കളെ. ഈ ബെൻസീൻ റിങ്സ് ഇങ്ങനെ നിന്നോട്ടെ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ദിസ് ബിക്കംസ് അരോമാറ്റിക്. ഈ ഒരു ഭാഗം അരോമാറ്റിക് ആയിട്ട് മാറും. അതായത് ഈ പൈ ബോണ്ടിനെ മേളിലേക്ക് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗം അരോമാറ്റിക് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഈ മോളിക്യൂളിന് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ വളരെ ഇഷ്ടമായിരിക്കും. വളരെ 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 താല്പര്യം ഉണ്ടാവും ഇതിന്. കാര്യം എന്താണ്? ഇവിടെ അരോമാറ്റിക് സ്റ്റെബിലിറ്റി കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ വളരെ താല്പര്യം ഉണ്ടാവും. ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്ത ഗുണം എന്താണ്? ഡൈപോൾ മൊമെന്റ് നന്നായിട്ട് ഗുണമല്ല, ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്ത ബെനിഫിറ്റ് എന്താണ്? ഗുണം എന്താണ്? അരോമാറ്റിക് സ്റ്റെബിലിറ്റി കിട്ടും. അതിൻ്റെ ഒപ്പം കിട്ടുന്ന വേറൊരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ബോണസ് ആണ് ഡൈപോൾ മൊമെന്റ് കൂടുകൂടെ. കാര്യം എന്താണ്? ചാർജ് സെപ്പറേഷൻ നന്നായിട്ട് കൂടി. ഇവിടെ ഇപ്പോൾ ഈ കാർബൺ ഓക്സിജൻ ബോണ്ടിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജും പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഉള്ളൂ. ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. പക്ഷേ ഇവിടെ ആക്ച്വലി ഒരു നെഗറ്റീവ് ചാർജ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്സിജൻ ഒരു ആക്ച്വൽ നെഗറ്റീവ് ചാർജ്, കാർബൺ ഒരു ആക്ച്വൽ പോസിറ്റീവ് ചാർജ്. പാർഷ്യൽ ചാർജ് അല്ല, ഒരു ഫുൾ ചാർജ് വരും. കാര്യം എന്താണ്? ഇവിടെ അരോമാറ്റിക് സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ പൈ ബോണ്ട് ഇങ്ങനെ പൊട്ടി നിൽക്കും. സോ ബേസിക്കലി സി വിൽ ബി ദി ആൻസർ. മനസ്സിലായോണോ മക്കളെ? ഇസ് എ ക്ലിയർ? ഫൈൻ. രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. നെക്സ്റ്റ്, കറക്റ്റ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് ഓഫ് ഗിവൺ അമീൻസ്. മക്കളെ, അമീൻസിൻ്റെ ബേസിക് സ്ട്രെങ്ത് അറിയാലോ. ഗേഷ്യസ് ഫേസിലും ഗേഷ്യസ് അല്ലെങ്കിൽ നോൺ പോളാർ ഫേസിലും നോൺ പോളാർ സിറ്റുവേഷൻസിൽ നോൺ പോളാർ സോൾവെൻസിൽ ഗേഷ്യസ് മീഡിയത്തിൽ അല്ലെങ്കിൽ നോൺ പോളാർ സോൾവെൻസിൽ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ടേർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ അമോണിയ. കാര്യം നിങ്ങൾക്കറിയാം, ഒരു ടേർഷറി അമീൻ എടുക്കുകയാണെങ്കിൽ അതിന് പ്ലസ് ഐ ഇഫക്റ്റ് ഉണ്ട് അല്ലേ. ആൽക്കൈൽ ഗ്രൂപ്പ്സിൻ്റെ പ്ലസ് ഐ ഇഫക്റ്റ് കാരണം ഈ ലോൺ പെയറിന് പെട്ടെന്ന് പുറത്ത് ചാടാൻ പറ്റും. ആൽക്കൈൽ ഗ്രൂപ്പ് മൊത്തം ഇങ്ങനെ
പുഷ് ചെയ്യാണ്. സോ ബേസിക്കലി എന്ത് പറ്റും, ഈ ലോൺ പെയർ പുറത്തേക്ക് വരും, ഈസിലി പുറത്തേക്ക് വരും. അല്ലേ മക്കളെ? ഓക്കെ ആണോ മക്കളെ? യെസ് ആണോ? അപ്പോൾ ടേർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ അമോണിയ ഇൻ ഗേഷ്യസ് ഓർ നോൺ പോളാർ. നേരെ മറിച്ച് പോളാർ മീഡിയത്തിൽ പ്രോട്ടിക് സോൾവൻസിൽ, ഫോർ എക്സാമ്പിൾ വാട്ടർ, പ്രോട്ടിക് എന്ന് പറയുമ്പോൾ പോളാർ, വാട്ടർ, അതേപോലെ തന്നെ ലെറ്റസ് ആൽക്കഹോൾ മീഡിയത്തിലൊക്കെ സോൾവേഷൻ ഇഫക്റ്റും ഉണ്ടാവും. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രമല്ല സോൾവേഷൻ ഇഫക്റ്റും കൺസിഡർ ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ വെള്ളത്തിലിടുകയാണെങ്കിൽ ഒരു പ്രൈമറി അമീൻ ലെറ്റസ് ഇറ്റ് ഗെറ്റ്സ് പ്രോട്ടോണേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് പറ്റും, RNS3+ കിട്ടും. ഈ RNS3+നെ പ്രോപ്പറായിട്ട് വെള്ളത്തിൻ്റെ മോളിക്യൂൾസിനെ സോൾവേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം എന്താണ്, ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ്സിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ മോളിക്യൂൾസിനെ പ്രോപ്പറായിട്ട് കവർ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഒരു ടേർഷറി അമീൻ എടുക്കുകയാണെങ്കിലോ, ഒരു ടേർഷറി അമീൻ ഞാൻ വെള്ളത്തിലിടും എന്നിട്ട് അതിനെ പ്രോട്ടോണേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതാണ് കോൺജുഗേറ്റ് ആസിഡായിട്ട് കിട്ടുക. പക്ഷേ ഈ കോൺജുഗേറ്റ് ആസിഡിനെ പ്രോപ്പറായിട്ട് വെള്ളത്തിന് സോൾവേറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ, ഇവിടെ തടിയന്മാരായിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ വെള്ളത്തിൽ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് പ്രൈമറി അമീൻസ് ആർ മോർ സ്റ്റേബിൾ. Conjugate acid of primary amines are more solvated. പക്ഷെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് പ്രൈമറി അമീൻസിനാണ്. അപ്പോൾ സോൾവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും പ്രൈമറി അമീൻസ് ആണ് കൂടുതൽ ബേസിക് എന്ന്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും ടേർഷറി അമീൻസ് ആണ് കൂടുതൽ ബേസിക് എന്ന്. പക്ഷെ നമുക്ക് ആക്ച്വലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് മീഥൈൽ അമീൻസിൻ്റെയും ഓർഡർ മാത്രമാണ്. അക്വസ് മീഡിയത്തിൽ മീഥൈൽ അമീൻസിൻ്റെ ഓർഡർ എന്താണെന്ന് ഓർത്ത് വയ്ക്കുക, ഈഥൈൽ അമീൻസിൻ്റെ ഓർഡർ എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. അക്വസ് മീഡിയത്തിൽ മീഥൈൽ അമീൻസിൻ്റെ ഓർഡർ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ ടേർഷറി ഗ്രേറ്റർ ദാൻ അമോണിയാണ്. ഇത് കറക്റ്റാണ്, ദിസ് ഇസ് കറക്റ്റ്. അതേപോലെ ഈഥൈൽ അമീൻസിൻ്റെ ഓർഡർ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടേർഷറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ അമോണിയ. ഇതും കറക്റ്റാണ്. ഗ്യാസ് ഫേസിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ടേർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ അമോണിയ ഓൾവേസ്. ഗ്യാസ് ഫേസിൽ അതാണ് ഓർഡർ വരിക ആൻഡ് ഓൾ ആർ കറക്റ്റ്. ഓക്കെ, ഇതാണ് ആൻസർ. ഇസ് എ ക്ലിയർ മൈ ഡിയർ സ്റ്റുഡൻസ്? ഓക്കെ, നെക്സ്റ്റ്, ഡൈപോൾ മൊമെന്റ് ഓഫ് വിച്ച് കീറ്റോൺ ഇസ് മാക്സിമം. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഡൈപോൾ മൊമെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ കണ്ടില്ല. ഇതേപോലെ തന്നെ ഇതേപോലത്തെ ഒരു ഡയഗ്രാം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ഈ സ്ട്രക്ചറിൽ എന്താ ഗുണം, ആ കാർബൺ ഓക്സിജൻ ബോണ്ട് പൊട്ടി ഇങ്ങനെ നിൽക്കും. അപ്പോൾ എന്താണ്, ഇവിടെ അരോമാറ്റിക് നേച്ചർ എസ്റ്റാബ്ലിഷ് ആവും. സോ ഈ മോളിക്യൂളിന് ഇങ്ങനെ നിൽക്കാൻ വളരെ ഇഷ്ടമായിരിക്കും, ബിക്കോസ് അരോമാറ്റിക് നേച്ചർ അവിടെ എസ്റ്റാബ്ലിഷ് ആവും. അപ്പോൾ നിങ്ങൾ പറയും സർ ഇവിടെ അങ്ങനെ എസ്റ്റാബ്ലിഷ് ആവാൻ പറ്റും. നിങ്ങൾ തന്നെ വരച്ച് നോക്കുക. അപ്പോൾ ആ കാർബൺ ഓക്സിജൻ ബോണ്ടിനെ പൊട്ടിച്ചു എന്ന് വിചാരിക്കുക. കാർബൺ ഓക്സിജൻ ബോണ്ടിനെ പൊട്ടിക്കുകയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ്. ഇവിടെ ഒരു അരോമാറ്റിസിറ്റി ഒന്നും എസ്റ്റാബ്ലിഷ് ആവുന്നില്ല. ദിസ് ഇസ് നോട്ട് അരോമാറ്റിക്. ബാക്കി എവിടെയും അരോമാറ്റിക് നേച്ചർ എസ്റ്റാബ്ലിഷ് ആവുന്നില്ല കാർബൺ ഓക്സിജൻ ബോണ്ട് പൊട്ടിക്കുമ്പോൾ. ഇവിടെ മാത്രമാണ് അരോമാറ്റിസിറ്റി എസ്റ്റാബ്ലിഷ് ആവുന്നത് ആ കാർബൺ ഓക്സിജൻ ബോണ്ട് പൊട്ടിക്കുമ്പോൾ. സോ ബേസിക്കലി ഇവിടെ ആൻസർ കിട്ടുന്ന ഏതാണ്, സി ആണ്. ഓക്കെ മക്കളെ, ഇസ് എ ക്ലിയർ? ഫൈൻ. നെക്സ്റ്റ്, ഇൻ സെറ്റ്സ് A to D only one of the set is incorrect regarding basic strength. ഇപ്പോൾ A to D ഒരു സെറ്റ് തന്നിട്ടുണ്ട്. അത് അവരിങ്ങനെ ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ ഇങ്ങനെ തന്നിട്ടുണ്ട്. അതിൽ ഏത് സെറ്റാണ് തെറ്റായിട്ടുള്ളത് നോക്കുക. ആദ്യത്തെ നമുക്ക് നോക്കാം. ഇത് കറക്റ്റായിട്ടുള്ള റിലേഷനാണോ തന്നിരിക്കുന്നത്? ഇസ് ദിസ് ദ സ്ട്രോങ്ങസ്റ്റ് ബേസ്? കറക്റ്റാ. കാര്യം എന്താ, ഇവിടെ ഈ നൈട്രജൻ്റെ ലോൺ പെയർ ഇസ് ഇൻ റെസണൻസ് വിത്ത് 2 ബെൻസീൻ റിങ്സ്. അപ്പോൾ ഈ ലോൺ പെയറിനെ എന്തായാലും കിട്ടാൻ പോകുന്നില്ല. ഈ ലോൺ പെയറിനെ കിട്ടൂല, 2 സ്ഥലത്തും റെസണൻസ് ഉണ്ട്. അപ്പോൾ അവൻ്റെ ബേസിക് സ്ട്രെങ്ത് ഏറ്റവും കുറവ്. പിന്നെ ഉള്ളത് അനിലീൻ ഒറ്റ സൈഡിലേക്കേ ബെൻസീൻ റിംഗ് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിരിക്കും. ഇതിനെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും അനിലീൻ്റെ ബേസിക് സ്ട്രെങ്ത് ആയിരിക്കും കൂടുതൽ. പിന്നെ ഇവൻ ഈ പറഞ്ഞ പോലെ ലോൺ പെയർ പെട്ടെന്ന് കിട്ടും. കാര്യം ദിസ് ലോൺ പെയർ ഇസ് നോട്ട് ഇൻവോൾവ് ഇൻ റെസണൻസ്. ഈ ലോൺ പെയർ റെസണൻസിൽ ഏർപ്പെടുന്നില്ല. സോ ബേസിക്കലി ഇതെന്തായാലും കറക്റ്റ് ഓർഡറാണ്. ദിസ് ഗ്രേറ്റർ ദാൻ ദിസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റിൽ ദിസ് ഈസ് ആക്ച്വലി ദ ലീസ്റ്റ് ബേസിക്. കണ്ടാൽ തന്നെ മനസ്സിലാവും. കാര്യം എന്താ, ഇവിടെ ഈ ലോൺ പെയർ ഇസ് പാർട്ട് ഓഫ് അരോമാറ്റിക് നേച്ചർ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ലോൺ പെയർ അരോമാറ്റിക് നേച്ചറിൻ്റെ പാർട്ടാണ്. അപ്പോൾ ആ ലോൺ പെയറിനെ എന്ത് വില കൊടുത്തും അത് അവിടെ തന്നെ വെക്കാൻ ശ്രമിക്കും. ആ ലോൺ പെയറിനെ കൊടുക്കൂല പുറത്തേക്ക്. ലോൺ പെയറിനെ കൊടുത്താലല്ലേ ബേസിക് നേച്ചർ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ലോൺ പെയറിനെ അവിടെ കൊടുക്കൂല. ഈ ലോൺ പെയർ ഇവിടെ തന്നെ ഉണ്ടാവും.
because it is part of the aromatic ring. Okay, അപ്പോൾ ഇത് ലീസ്റ്റ് ബേസിക്. പിന്നെ ഉള്ളത് ഈ ലോൺ പെയർ. ദിസ് ലോൺ പെയർ ഇസ് പാർട്ട് ഓഫ് sp2 ഹൈബ്രിഡൈസ്ഡ്. ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് നൈട്രജൻ. ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് നൈട്രജനാണ്. ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് നൈട്രജനാണ്. ഇത് പിരിഡീൻ ആണല്ലോ. പിരിഡീനിലെ നൈട്രജൻ ഇസ് sp2 ഹൈബ്രിഡൈസ്ഡ്. അപ്പോൾ ഈ ലോൺ പെയർ ഇസ് പാർട്ട് ഓഫ് sp2 ഹൈബ്രിഡൈസ്ഡ് നൈട്രജൻ. ദിസ് ഇസ് sp3 ഹൈബ്രിഡൈസ്ഡ് നൈട്രജൻ. അപ്പോൾ ഇവരുടെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് മോർ ബേസിക്, ദിസ് ഇസ് ലെസ് ബേസിക്. അപ്പോൾ നിങ്ങൾ പറയാം സർ ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് നൈട്രജൻ അല്ലേ? മക്കളെ ഞാൻ പറഞ്ഞു ദിസ് ലോൺ പെയർ ഇസ് പാർട്ട് ഓഫ് അരോമാറ്റിസിറ്റി. അപ്പോൾ അതുകൊണ്ട് ഈ ലോൺ പെയറിനെ കിട്ടൂല. ഇവരിൽ രണ്ടിലും ഇവനാണ് കൂടുതൽ ബേസിക്. കാര്യം ഈ ലോൺ പെയർ ഇസ് പാർട്ട് ഓഫ് sp3 നൈട്രജൻ. ദിസ് ലോൺ പെയർ ഇസ് പാർട്ട് ഓഫ് sp2. അപ്പോൾ sp2 നൈട്രജൻ കുറച്ചും കൂടി ഇലക്ട്രോണേറ്റീവ് അല്ലേ? sp2 നൈട്രജൻ കുറച്ചും കൂടി ഇലക്ട്രോണേറ്റീവ് അല്ലേ? അപ്പോൾ ഈ ലോൺ പെയറിനെ കുറച്ചും കൂടി പിടിച്ചു നിർത്തും. പെട്ടെന്ന് പുറത്തേക്ക് തള്ളൂല, പെട്ടെന്ന് പുറത്തേക്ക് വിടില്ല. അതേപോലെ അല്ല ഇവന് കുറച്ചും കൂടി പെട്ടെന്ന് ലോൺ പെയറിനെ കളയാൻ പറ്റും. സോ ബേസിക്കലി ഇതും കറക്റ്റ്. മൂന്നാമത്തെ നമുക്ക് നോക്കാം. ദിസ് ഇസ് മോർ ബേസിക് ദാൻ ദിസ് എന്ന്. അവിടെ തന്നെ തെറ്റി. ഇവിടെ തന്നെ ആൻസർ നമുക്ക് കിട്ടി. ഹൗ ക്യാൻ ഈ കോമ്പൗണ്ട് ഇസ് മോർ ബേസിക് ദാൻ ദിസ്? ഇംപോസിബിൾ. കാര്യം എന്താണ്? ഈ നൈട്രജൻ്റെ ലോൺ പെയർ ഞാൻ നേരത്തെ പറഞ്ഞു ദിസ് ഇസ് പാർട്ട് ഓഫ് അരോമാറ്റിക് റിംഗ്. ഇത് നോക്കിക്കേ 2 4 6 4n+2 സാറ്റിസ്ഫൈഡാ. ദിസ് ഇസ് പാർട്ട് ഓഫ് അരോമാറ്റിക് റിംഗ്. അപ്പോൾ ഈ ലോൺ പെയർ ജന്മത്ത് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടൂല. ഇവിടെ അങ്ങനെയാണോ? ഈ ലോൺ പെയർ ഈസിലി കിട്ടൂലേ? ഇത് ഈസിലി കിട്ടൂലേ? കാര്യം ഇതൊരു സെക്കൻഡറി അമീനാണ് അല്ലേ? sp3 നൈട്രജൻ ആണ്. ഈസിലി ആ ലോൺ പെയർ കിട്ടും. സോ ഇവിടെ തന്നെ തെറ്റി. സോ ദിസ് ഇസ് ദ ഇൻകറക്റ്റ് വൺ. ദിസ് ഇസ് ദ ഇൻകറക്റ്റ് വൺ. തേർഡ് വൺ നോക്കിക്കേ മക്കളെ. ഏറ്റവും ഫോർത്ത് ഓപ്ഷൻ നമുക്ക് വെറുതെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇതാണ് ഏറ്റവും ബേസിക്. കാര്യം എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട്. ഇതാണ് ലീസ്റ്റ് ബേസിക്. കാര്യം എന്താ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ ഇൻകറക്റ്റ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇൻകറക്റ്റ് വരുന്നത് സി ആണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ മക്കളെ. ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ്, റാങ്ക് ദ ഫോളോയിങ് ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത്. ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത്. ഡിക്രീസിങ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത്. ഡിക്രീസിങ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത്. ഇങ്ങനെ നോക്കിയാൽ മതി. എന്തെങ്കിലും കൺഫ്യൂഷൻ. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൽ നെഗറ്റീവ്, ഇവിടെ CO2 മൈനസ് കാർബോക്സിലേറ്റ് അയോൺ, ഇവിടെ S മൈനസ്, ഇവിടെ ആൽക്കോക്സൈഡ് O മൈനസ്. ഇതിൽ ഏറ്റവും ലീസ്റ്റ് ബേസിക് ആരാ? ലീസ്റ്റ് ബേസിക് ആരാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ തിരിച്ചാലോചിക്കുക. ലീസ്റ്റ് ബേസിക് എന്ന് പറയുമ്പോൾ മോസ്റ്റ് അസിഡിക് കോൺജുഗേറ്റ് ആസിഡ് വേണം. മോസ്റ്റ് അസിഡിക്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡാണ്. ഇവൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡാണ്. ഇവൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത് ബേസിക്കലി ട്രിപ്പിൾ ബോണ്ട് ടെർമിനൽ ആൽക്കൈനാണ്. ഇവൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത് ഈ തയോള. ഇവൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത് ഈ ആൽക്കഹോളാണ്. അപ്പോൾ കോൺജുഗേറ്റ് ആസിഡ് വെച്ച് നോക്കുമ്പോൾ കാർബോക്സിലിക് ആസിഡാണ് കൂടുതൽ ആസിഡിക്. ദാറ്റ് മീൻസ് ദിസ് കോൺജുഗേറ്റ് ബേസ് ഇസ് ദ ലീസ്റ്റ് ബേസിക്. അപ്പോൾ സി ആണ് ലാസ്റ്റ് വരിക. സി ആണ് എന്തായാലും ലാസ്റ്റ് വരിക. സി ആണ് ലാസ്റ്റ് വരിക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഏറ്റവും അസിഡിക് ഏതാ? അത് കഴിഞ്ഞിട്ട് ഏറ്റവും അസിഡിക് വരാൻ പോകുന്നത് തയോള. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അസിഡിക് വരാൻ പോകുന്നത് തയോള. കാര്യം സൾഫർ ഹൈഡ്രജൻ ബോണ്ട് പെട്ടെന്ന് പൊട്ടും. സൾഫർ ഹൈഡ്രജൻ ബോണ്ട് പെട്ടെന്ന് പൊട്ടും. സൾഫർ ഹൈഡ്രജൻ ബോണ്ട് പെട്ടെന്ന് പൊട്ടും. കാര്യം ഓർബിറ്റൽ സൈസ് ഡിഫറൻസ് ഉണ്ടല്ലോ. സൾഫറിൻ്റെ ഓർബിറ്റൽസ് വലുതാ, ഹൈഡ്രജൻ്റെ ഓർബിറ്റൽ ചെറുതാ. ഒരു കുഞ്ഞ് വാവയ്ക്ക് ഒരു വലിയ ആളെ കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? ഇല്ല. കുഞ്ഞു വാവയ്ക്ക് വലിയ ആളെ കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? ഇല്ല, അവൻ്റെ കൈ ചെറുതല്ലേ. അതേപോലെ ഹൈഡ്രജൻ എന്ന കുഞ്ഞ് ആറ്റം സൾഫർ എന്ന വലിയ ആറ്റമായിട്ട് ബോണ്ട് പെട്ടെന്ന് സ്ട്രോങ് ആയിട്ട് ഫോം ചെയ്യില്ല. സോ ബേസിക്കലി ദിസ് ഇസ് മോർ അസിഡിക് ദാൻ OH. അതേപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. S മൈനസ് ഇസ് മോർ സ്റ്റേബിൾ ദാൻ O മൈനസ്. കാര്യം നെഗറ്റീവ് ചാർജസ് ഓൺ എ ബിഗ് ഓർബിറ്റൽ. നിങ്ങൾക്കറിയാം പീരീഡ്, ഡൗൺ ദ പീരീഡ്, ഇപ്പോൾ ഓക്സിജൻ സൾഫർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഡൗൺ ദ പീരീഡ് ബേസിക് സ്ട്രെങ്ത് റെഡ്യൂസസ്. ഇപ്പോൾ O മൈനസ് ആണോ കൂടുതൽ സ്റ്റേബിൾ, S മൈനസ് ആണോ കൂടുതൽ സ്റ്റേബിൾ എന്ന് വെച്ചാൽ S മൈനസ് ഇസ് മോർ സ്റ്റേബിൾ. കാര്യം എന്താ? നെഗറ്റീവ് ചാർജസ് ഓൺ എ ബിഗ് ഓർബിറ്റൽ. ഒരു വലിയ ഓർബിറ്റൽ അത് ഡിഫ്യൂസ്ഡ് ആണ്. ഓക്കെ, സോറി, ഡൗൺ ദ പീരീഡ് അല്ല കേട്ടോ, ഡൗൺ ദ ഗ്രൂപ്പ്. ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്കെ, അക്രോസ് എ പീരീഡ് ആണെങ്കിൽ, ഇപ്പോൾ അക്രോസ് എ പീരീഡ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ CH3 മൈനസ് CH3 മൈനസ് NH2 മൈനസ് OH മൈനസ് F മൈനസ്, ഇവരുടെ ബേസിക് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇലക്ട്രോനെഗറ്റിവിറ്റി നോക്കിയാൽ മതി. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണെങ്കിൽ ബേസിക് സ്ട്രെങ്ത് കുറവാണ് അക്രോസ് എ പീരീഡ്. ഇപ്പോൾ ഫ്ലൂറിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്, അതുകൊണ്ട് ബേസിക് സ്ട്രെങ്ത് ഏറ്റവും കുറവായിരിക്കും. കാർബണിന് ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കുറവാണ്, അതുകൊണ്ട് ബേസിക് സ്ട്രെങ്ത് ഏറ്റവും കൂടുതലായിരിക്കും. നേരെ മറിച്ച് ഗ്രൂപ്പ്, ഡൗൺ ദ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സൈസ് നോക്കിയാൽ മതി. സൈസ് കൂടുതലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ I മൈനസ് ആണോ സ്റ്റേബിൾ ബേസ്, Br മൈനസ് ആണോ സ്റ്റേബിൾ ബേസ്? I മൈനസ് സ്റ്റേബിൾ ബേസ്. സ്റ്റേബിൾ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് റിയാക്റ്റീവ്. അതേപോലെ തന്നെ OH മൈനസ് ആണോ സ്റ്റേബിൾ ബേസ്, SH മൈനസ് ആണോ സ്റ്റേബിൾ ബേസ്? SH മൈനസ് ആണ് സ്റ്റേബിൾ ബേസ്, OH മൈനസ് അല്ല.
ബിക്കോസ് ഡൗൺ ദ ഗ്രൂപ്പ് നിങ്ങൾ സൈസ് ഓഫ് ഓർബിറ്റൽസ് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എസ് മൈനസ് ഇസ് മോർ സ്റ്റേബിൾ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് വരാൻ പോകുന്നത് ബി ആണ്. സെക്കൻഡ് ലാസ്റ്റ് വരാൻ പോകുന്നത് ബി ആണ്. പിന്നെ ഏതാണ് ഇവിടെ നോക്കിക്കേ മക്കളെ, സി മൈനസ് ആണോ ഒ മൈനസ് ആണോ കൂടുതൽ സ്റ്റേബിൾ? ഇത് എസ് പി ഹൈബ്രിഡൈസ് കാർബൺ ആണ്, എന്നാലും ഇതാണോ കൂടുതൽ സ്റ്റേബിൾ? ഓക്സിജൻ ഇസ് ദ സെക്കൻഡ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു കാർബൺ ആൻഡ് ഓക്സിജൻ ദേ ആർ ഇൻ ദ സെയിം പീരിയഡ്. കാർബൺ ആൻഡ് ഓക്സിജൻ ദേ ആർ ഇൻ ദ സെയിം പീരിയഡ്. കറക്റ്റാ, ഈ കാർബൺ എസ് പി ഹൈബ്രിഡൈസ്ഡാ, പക്ഷെ എന്നാലും ഓക്സിജൻ്റെ അത്രയും ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ എത്തൂല. ഈ കാർബണും ഈ ഓക്സിജനും സെയിം പീരീഡാണ്. അപ്പോൾ ബേസിക്കലി ഇലക്ട്രോനെഗറ്റിവിറ്റി കമ്പയർ ചെയ്താൽ മതി. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണെങ്കിൽ ലെസ് ബേസിക്. അപ്പോൾ ഒ മൈനസ് ആണ് ലെസ് ബേസിക്. സോ ബേസിക്കലി ഡി വിൽ കം ഓവർ ഹിയർ. പിന്നെയാണ് എ വരാൻ പോകുന്നത്. സോ എ ഗ്രേറ്റർ ദാൻ ഡി ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി. മനസ്സിലായോ മക്കളെ? എപ്പോഴും മനസ്സിലാക്കുക, ഓക്സിജനും സൾഫറും കമ്പയർ ചെയ്തപ്പോൾ ദേ ആർ ഇൻ ദ സെയിം ഗ്രൂപ്പ്. അപ്പോൾ സൈസ് നോക്കുക, സൈസ് കൂടുതലാണെങ്കിൽ ബേസിക് സ്ട്രെങ്ത് കുറവാണ്. ഓക്കെ, ഇത് എക്സെപ്ഷണൽ കേസാണ്. CO2 മൈനസ് എക്സെപ്ഷണൽ കേസാണ്. അത് ബേസിക്കലി കാർബോക്സിലേറ്റ് അയോണാണ്. കാർബോക്സിലേറ്റ് അയോൺ ഭയങ്കര കമ്പാരിറ്റീവ്ലി ലോ ബേസിക് സ്ട്രെങ്ത് ഉള്ളവരാണ്. കമ്പാരിറ്റീവ്ലി ലോ ബേസിക്. കാരണം എന്താ, കാർബോക്സിലേറ്റ് അയോണിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് നോക്കിയാൽ മതി, കാർബോക്സിലിക് ആസിഡ്. ഈ കാർബോക്സിലിക് ആസിഡ് ഇസ് ദ മോസ്റ്റ് അസിഡിക് എമോങ്സ്റ്റ് ഓൾ ദീസ്. ഇതും വെച്ച് നോക്കുമ്പോൾ കാർബോക്സിലിക് ആസിഡാണ് ഏറ്റവും അസിഡിക്. അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും ലീസ്റ്റ് ബേസിക്. ഓക്കെ, അപ്പോൾ ആ ലോജിക്കാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ OH ആണോ SH ആണോ കൂടുതൽ അസിഡിക് അറിയാനായിട്ട് നിങ്ങൾ ബേസിക്കലി സൈസ് നോക്കിയാൽ മതി. സൾഫറിൻ്റെ സൈസ് കൂടുതലാണ്. സോ ബേസിക്കലി ദാറ്റ് ഈസ് മോർ അസിഡിക്. ഓക്കെ, ഓക്കെ ആണോ മക്കളെ? ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ്, റാങ്ക് the following substances in decreasing order of heat of combustion. Rank the following substances in decreasing order of heat of combustion. മക്കളെ, ഹീറ്റ് ഓഫ് കമ്പഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഏതൊരു ആൽക്കെയിൻ കമ്പഷൻ നടത്തിയാലും നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഡക്റ്റ് CO2 + H2O ആണ്. നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി, ഹീറ്റ് ഓഫ് കമ്പഷൻ is directly proportional to number of carbon atoms. Heat of combustion is directly proportional to number of carbon atoms. കാര്യം എന്താ, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കൂടുതലാണെങ്കിൽ കൂടുതൽ കത്ത് പിടിക്കും. മോളിക്യൂൾ വലുതാണെങ്കിൽ കൂടുതൽ കാർബൺ ആറ്റംസ് ഉണ്ട്, കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ആവും, കൂടുതൽ കത്ത് പിടിക്കും അവിടെ. ആ ലോജിക്കിൽ പോയാൽ മതി. ഹൈഡ്രോ കാർബൺസ് കത്ത് പിടിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറാണ് കിട്ടുക. അപ്പോൾ കൂടുതൽ കാർബൺ ആറ്റംസ് മോളിക്യൂൾ ഉണ്ടെങ്കിൽ കൂടുതൽ കത്ത് പിടിക്കും, കൂടുതൽ എനർജി പുറത്തേക്ക് വരും, കൂടുതൽ എക്സോതെർമിക് ആയിരിക്കും. ഗോട്ട് ഇറ്റ്. സോ ഇവിടെ നിങ്ങൾ നോക്കുക, ഇതിന് 7 കാർബൺ ആറ്റംസ് ഉള്ളത്, ഇവിടെയോ 8 കാർബൺ ആറ്റംസ് ഉണ്ട്, ഇവിടെയോ 6 കാർബൺ ആറ്റംസ് ഉള്ളൂ. സോ ബേസിക്കലി അവിടെ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ബി ആയിരിക്കും ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞിട്ട് എ, അത് കഴിഞ്ഞിട്ട് സി. BAC. ഇസ് എ ക്ലിയർ മക്കളെ? സെറ്റ് ആണോടാ? ഓക്കെ ആണോടാ? നെക്സ്റ്റ്, റിലേഷൻ ബിറ്റ്വീൻ ആക്ടിവേഷൻ എനർജീസ് ഓഫ് അബവ് റിയാക്ഷൻസ്. റിലേഷൻ ബിറ്റ്വീൻ ആക്ടിവേഷൻ എനർജീസ് ഓഫ് അബവ് റിയാക്ഷൻസ്. റിലേഷൻ ബിറ്റ്വീൻ ആക്ടിവേഷൻ എനർജി. ബെൻസീനിൽ നിന്ന് ഒരു പൈ ബോണ്ട്. സോ ബെൻസീൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്കറിയാലോ, ബെൻസീൻ്റെ സ്ട്രക്ചർ ഇതാണ്. ബെൻസീൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ ഒരു പൈ ബോണ്ടിനെ ഹൈഡ്രജനേഷൻ നടത്തി നമുക്ക് ഈ കോമ്പൗണ്ട് കിട്ടി. ഇതിൽ നിന്ന് ഒരു പൈ ബോണ്ടിനെ ഹൈഡ്രജനേഷൻ നടത്തി നമുക്ക് ഈ കോമ്പൗണ്ട് കിട്ടി, അല്ലേ? ഒരു പൈ ബോണ്ടിനെ കളഞ്ഞ് ഈ കോമ്പൗണ്ടിനെ കിട്ടി. ഇതിൽ നിന്ന് ഈ പൈ ബോണ്ടിനെ കളഞ്ഞ് സൈക്ലോഹെക്സേൻ കിട്ടി. അവർ ചോദിക്കുന്നത് ആക്ടിവേഷൻ എനർജിയുടെ ഓർഡേഴ്സ് ആണ്. ആക്ടിവേഷൻ എനർജിയുടെ ഓർഡേഴ്സ് ആണ് അവർ ചോദിക്കുന്നത്. നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ഏതാ? ബെൻസീനാണ്. അപ്പോൾ ബെൻസീൻ്റെ പൈ ബോണ്ടിനെ പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമാണോ? വളരെ പാടായിരിക്കില്ലേ? ബെൻസീൻ അരോമാറ്റിക് സ്റ്റെബിലിറ്റി ഉള്ള ഒരു തമ്പുരാനാണ്. അവൻ്റെ പൈ ബോണ്ടിനെ പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പോൾ ഈ പൈ ബോണ്ടിനെ പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ആക്ടിവേഷൻ എനർജി നല്ല കൂടുതലായിരിക്കും. ആക്ടിവേഷൻ എനർജി അറിയാലോ, കൈനറ്റിക്സിൽ പഠിച്ച ആക്ടിവേഷൻ എനർജി ഭയങ്കര കൂടുതലായിരിക്കും. കാര്യം ഈ സ്റ്റെപ്പ് നടത്താൻ ഭയങ്കര പാടാ മക്കളെ. ബെൻസീൻ എന്ന അരോമാറ്റിക് കോമ്പൗണ്ടിൻ്റെ പൈ ബോണ്ടിനെ പൊട്ടിക്കണം, അത് വളരെ പാടാണ്. അപ്പോൾ ആക്ടിവേഷൻ എനർജി വിൽ ബി ദ ഹയസ്റ്റ് ഓവർ ഹിയർ. അപ്പോൾ E1 ആണ് ഏറ്റവും ഹയസ്റ്റ് എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് E2 ആയിരിക്കും. കാര്യം എന്താ, ഇവിടെ ദിസ് ഇസ് എ ഡൈഈൻ, കോൺജുഗേറ്റഡ് ഡൈഈൻ ആണിത്. പൈ ബോണ്ട്, സിംഗിൾ ബോണ്ട്, പൈ ബോണ്ട്. അപ്പോൾ കോൺജുഗേറ്റഡ് ഡൈഈൻ്റെ പൈ ബോണ്ടിനെ പൊട്ടിക്കാൻ ഇവനെ വെച്ച് നോക്കുമ്പോൾ ഇവൻ്റെ പൈ ബോണ്ട് പൊട്ടിക്കാൻ പാടാം. കാര്യം ഈ പൈ ബോണ്ട് റെസണൻസിൽ ഏർപ്പെട്ട പൈ ബോണ്ടാണ്. ഈ റെസണൻസിൽ ഏർപ്പെട്ട പൈ ബോണ്ടിനെ പൊട്ടിക്കാൻ പാടല്ലേ മക്കളെ? ആണ് സാറേ. സോ ബേസിക്കലി E2 ആയിരിക്കും.
അത് കഴിഞ്ഞിട്ടായിരിക്കും E3 വരിക. സോ E1 ഗ്രേറ്റർ ദാൻ E2 ഗ്രേറ്റർ ദാൻ E3. E1 ഗ്രേറ്റർ ദാൻ E2 ഗ്രേറ്റർ ദാൻ E3. മനസ്സിലായോ മക്കളെ? ഇസ് എ ക്ലിയർ? ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ്, എമംഗ് ദ സെറ്റ്സ് വിച്ച് റെപ്രസെൻറ്റ് റെസണേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. ഈ സെറ്റുകളിൽ ഏതാണ് റെസണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് എന്നാണ് ചോദ്യം. റെസണേറ്റിംഗ് സ്ട്രക്ചേഴ്സിനെ കണ്ടുപിടിക്കാൻ സാർ ഒരു ട്രിക്ക് പറഞ്ഞു തരുന്നു. ആറ്റംസിൻ്റെ പൊസിഷന് മാറ്റം വരാൻ പാടില്ല, പൈ ബോണ്ടിൻ്റെ പൊസിഷൻസിന് മാറ്റം വരണം. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ സ്ട്രക്ചർ നോക്കിക്കേ, ഹൈഡ്രജൻ കാർബൺ നൈട്രജൻ ഓക്സിജൻ. ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ നൈട്രജൻ, അവിടെ തന്നെ തെറ്റി. ഇത് റെസണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് അല്ല. കാര്യം ഇവിടെ ഓക്സിജൻ്റെ പൊസിഷൻ വേറെയാണ്, ഓക്സിജൻ്റെ നൈട്രജൻ്റെ. ഓക്സിജൻ ഇവിടെ ഹൈഡ്രജനായിട്ട് അറ്റാച്ച്ഡ്, ഇവിടെ നൈട്രജനായിട്ട് അറ്റാച്ച്ഡ്. അത് തന്നെ അത് കാനോണിക്കൽ സ്ട്രക്ചർ അല്ലാന്ന് തെളിയിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ നോക്കാം, ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ നൈട്രജൻ. ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ നൈട്രജൻ, അവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ദിസ് ഇസ് കാനോണിക്കൽ സ്ട്രക്ചേഴ്സ്. കാര്യം ആറ്റത്തിൻ്റെ പൊസിഷൻസ്, ഗ്രൂപ്പ്സിൻ്റെ പൊസിഷന് മാറ്റമില്ല. ദീസ് ആർ കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് ഓഫ് ഈച്ച് അതർ. ഇവിടെ ആക്ച്വലി പൈ ബോണ്ടിന് മാത്രമേ വ്യത്യാസമുള്ളൂ. എല്ലാവരും നോക്കിക്കേ, ഈ പൈ ബോണ്ടിൻ്റെ സ്ട്രക്ചർ, ഈ പൈ ബോണ്ടിൻ്റെ പൊസിഷൻസിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ ലോൺ പെയറിനെ ഞാൻ ഇങ്ങോട്ട് തട്ടി ഈ പൈ ബോണ്ടിനെ ഞാൻ ഓക്സിജനിലേക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഈ സ്ട്രക്ചർ കിട്ടും. ഈ ലോൺ പെയറിനെ ഇങ്ങോട്ട് തട്ടി ഈ പൈ ബോണ്ടിനെ ഞാൻ ഓക്സിജനിലേക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഈ സ്ട്രക്ചർ കിട്ടും. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ടെൽസ് യു ദാറ്റ് ഇതാണ് നമ്മുടെ റെസണേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. നിങ്ങൾ ഇത് നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ആറ്റത്തിൻ്റെ പൊസിഷൻസിന് ഡിഫറൻസ് ഉണ്ട്. ഓക്സിജൻ ഇവിടെ അറ്റാച്ച് ടു കാർബണാണ്, ഇവിടെ അറ്റാച്ച് ടു നൈട്രജനാണ്. ഇത് രണ്ടും നോക്കിക്കേ മക്കളെ, ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ നൈട്രജൻ, ഹൈഡ്രജൻ നൈട്രജൻ കാർബൺ ഓക്സിജൻ. ആറ്റത്തിൻ്റെ പൊസിഷൻസിന് ഡിഫറൻസ് ഉണ്ട്. സോ ബേസിക്കലി ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, റാങ്ക് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ഓർഡർ ഓഫ് ഡിക്രീസിങ് അസിഡിക് സ്ട്രെങ്ത്. ഡിക്രീസിങ് അസിഡിക് സ്ട്രെങ്ത് അറിയാലോ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അസിഡിക് സ്ട്രെങ്ത് കൂടുതലാണ്. ഇവിടെ ENO2 എന്ന് പറയുന്നത് -M ആൻഡ് -I. ENO2 എന്ന് പറയുന്നത്, ഇവിടുത്തെ ENO2 എന്ന് പറയുന്നത് -I ആപ്ലിക്കബിളാണ്. കാര്യം ദിസ് ഇസ് ഇൻ മെറ്റാ പൊസിഷൻ. അപ്പോൾ NO2ൻ്റെ റെസണൻസ് ഇസ് നോട്ട് ഗോയിങ് ടു എഫക്ട് ദിസ് OH. അത് മനസ്സിലാക്കുക. NO2ന് റെസണൻസ് ഉണ്ട്, -M എഫക്റ്റ് ഉണ്ട്, പക്ഷെ അതുകൊണ്ട് ഈ OHന് ഒരു ബാധകം ഉണ്ടാവില്ല. കാര്യം ദിസ് ഇസ് ഇൻ മെറ്റാ പൊസിഷൻ. റെസണൻസ് ഓൾവേസ് എഫക്ട്സ് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. -M+M ഓൾവേസ് എഫക്ട്സ് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. ഓർത്തോ പാരാ പൊസിഷനിൽ എഫക്റ്റ് ആവുക, മെറ്റാ പൊസിഷനിൽ ഇരിക്കുന്ന ഈ OHനെ എഫക്റ്റ് ചെയ്യില്ല. സോ ഇവിടെ മൈനസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആപ്ലിക്കബിൾ. ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇതിൽ ഏറ്റവും അസിഡിക് വരാൻ പോകുന്നത് 3 ആണ്, അത് കഴിഞ്ഞിട്ട് 1 ആണ്, അത് കഴിഞ്ഞിട്ട് 4, അത് കഴിഞ്ഞിട്ട് 2. എന്തുകൊണ്ടാണ് 4 കഴിഞ്ഞിട്ട് 2 പറഞ്ഞത്? കാര്യം 4ൽ നിങ്ങൾക്കറിയാം ദിസ് ഇസ് ഫിനോൾ. ഫിനോൾ ഇസ് മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ. കാര്യം ഫിനോളിൽ ഈ നെഗറ്റീവ് ചാർജ് സ്റ്റെബിലൈസ് ബൈ റെസണൻസ്. കോൺജുഗേറ്റ് ബേസ് ഫിനോക്സൈഡ് സ്റ്റെബിലൈസ് ബൈ റെസണൻസ്. ഫിനോക്സൈഡ് സ്റ്റെബിലൈസ് ബൈ റെസണൻസ്. ഇവിടെ ദിസ് ഇസ് നോർമൽ ആൽക്കഹോൾ. അതിൻ്റെ അസിഡിക് സ്ട്രെങ്ത് എന്തായാലും ലാസ്റ്റേ വരാൻ പോകുള്ളൂ. ഓക്കെയാണ് മക്കളെ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഇവിടെ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത് ഏതാ? 3 greater than 1 greater than 4 greater than 2. 3 1 4 2. Okay, got it. next നമുക്ക് നോക്കാം, consider the hydrogen atoms attached to 3 different carbon atoms 1 2 and 3. rank the attached hydrogen atoms in order from most acidic to least acidic. ഇവിടുത്തെ ഹൈഡ്രജനാണ്, ഇവിടുത്തെ ഹൈഡ്രജനാണ്, ഇവിടുത്തെ ഹൈഡ്രജനാണ് മോസ്റ്റ് അസിഡിക്. മക്കളെ നോക്കിക്കേ മക്കളെ, ഈ കോമ്പൗണ്ടിൽ ശ്രദ്ധിച്ച് നോക്കുക. ഈ കോമ്പൗണ്ടിൽ ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇവിടെ ഒരു കോൺജുഗേറ്റ് ബേസ് കിട്ടും. ഒരു H+ റിമൂവ് ചെയ്താൽ അവിടെ കോൺജുഗേറ്റ് ബേസ് കിട്ടും. ദാറ്റ് ഇസ് സ്റ്റെബിലൈസ് ബൈ റെസണൻസ് ഇൻ ബോത്ത് സൈഡ്സ്. ആ കോൺജുഗേറ്റ് ബേസ് സ്റ്റെബിലൈസ് ബൈ റെസണൻസ് ഇൻ ബോത്ത് സൈഡ്സ്. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സ്റ്റെബിലൈസ് ബൈ റെസണൻസ് ഇൻ വൺ സൈഡ്. ഇവിടെ ഒരു റെസണൻസ് ഉണ്ട്. നേരെ മറിച്ച് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ, ഇവിടുത്തെ H+നെ റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ അത് റെസണൻസ് സ്റ്റെബിലൈസ്ഡ് അല്ല, ഇവിടേക്ക് റെസണൻസ് ഒന്നും ഇല്ല. സോ ബേസിക്കലി ഇവിടെ ഏറ്റവും സ്റ്റേബിൾ കോൺജുഗേറ്റ് ബേസ് വരാൻ പോകുന്നത് ഈ സെക്കൻഡ് പൊസിഷനിലെ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുമ്പോഴാണ്. സോ ദാറ്റ് ഇസ് ദ മോസ്റ്റ് അസിഡിക്. അത് കഴിഞ്ഞിട്ട് 1, അത് കഴിഞ്ഞിട്ട് 3. 2 greater than 1 greater than 3. കോൺജുഗേറ്റ് ബേസ് സ്റ്റെബിലിറ്റി നോക്കുക. കോൺജുഗേറ്റ് ബേസ് എപ്പോഴും ആനയോൺ ആയിരിക്കും. അപ്പോൾ ആനയോൺ സ്റ്റെബിലിറ്റി നോക്കുക. ഇവിടെ ഈ ആനയോൺ, ഇവിടുത്തെ ഹൈഡ്രജൻ റിമൂവ് ചെയ്താൽ ദിസ് ആനയോൺ സ്റ്റെബിലൈസ് ബൈ റെസണൻസ് ഇൻ ബോത്ത് ഡയറക്ഷൻ. രണ്ട് ഡയറക്ഷനിലും റെസണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഇവിടെ നെഗറ്റീവ് ചാർജ് സ്റ്റെബിലൈസ് ഓൺലി ബൈ റെസണൻസ് ഇൻ വൺ ഡയറക്ഷൻ. ഓക്കെ ആണോ മക്കളെ? സെറ്റാണോ? ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽക്കീൻസ് ഇസ് മോസ്റ്റ് സ്റ്റേബിൾ? ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആൽക്കീനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ്. നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻസ് നോക്കിയാൽ പോരെ.
നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻസ് നോക്കിയാൽ പോരെ. ഈ ആൽക്കീൻ എത്രയാണ് മക്കളെ? ഇവിടെ ഒറ്റ ആൽഫ ഹൈഡ്രജനേ ഉള്ളൂ, ഒരു ആൽഫ ഹൈഡ്രജൻ. ഇവിടുത്തെ ഈ ആൽക്കീനോ ഇവിടെയും ഒരു ആൽഫ ഹൈഡ്രജൻ, ഇവിടുത്തെ ഈ ആൽക്കീനോ ഇവിടെ 2 ആൽഫ ഹൈഡ്രജൻ, ഇവിടെ 2 ആൽഫ ഹൈഡ്രജൻ, അപ്പോൾ 4 ആൽഫ ഹൈഡ്രജൻ. ഈ ആൽക്കീനോ ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 2, അപ്പോൾ 8 ആൽഫ ഹൈഡ്രജൻ. സോ ബേസിക്കലി ഡി ആണ് മോർ സ്റ്റേബിൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ്. സം പെയർസ് ഓഫ് അയോൺസ് ആർ ഗിവൺ ബിലോ. ഇൻ വിച്ച് പെയർ ഫസ്റ്റ് അയോൺ ഇസ് മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡ്? ഫസ്റ്റ് അയോൺ ഷുഡ് ബി മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡ്. അത് ഏത് പെയറിലാണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഇവിടെ ഈ 2 സ്ട്രക്ചറിൽ ദിസ് ഇസ് സെക്കൻഡറി കാർബോകാറ്റയോൺ, ദിസ് ഇസ് സെക്കൻഡറി അല്ല, പക്ഷെ ദിസ് ഇസ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ്. നോക്കിക്കേ, ദിസ് ഇസ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ്. ഓക്സിജന്റെ ലോൺ പെയർ ഇസ് ഇൻ റെസൊണൻസ് വിത്ത് ദിസ് കാർബോകാറ്റയോൺ. അപ്പോൾ ഇവിടെ ഈ അയോൺ ആണ് കൂടുതൽ സ്റ്റേബിൾ. സെക്കൻഡ് അയോൺ ഇസ് മോർ സ്റ്റേബിൾ ദാൻ ഫസ്റ്റ്. അപ്പോൾ അതല്ല നമുക്ക് വേണ്ട, നമുക്ക് ഫസ്റ്റ് അയോൺ മോർ സ്റ്റേബിൾ വേണം. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് സെക്കൻഡറി കാർബോകാറ്റയോൺ, ദിസ് ഇസ് പ്രൈമറി കാർബോകാറ്റയോൺ. അവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ദിസ് ഇസ് മോർ സ്റ്റേബിൾ. ഇവിടെ ഈ അയോൺ ആണ് കൂടുതൽ സ്റ്റേബിൾ. ഫസ്റ്റ് അയോൺ ഇസ് മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡ്. അവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടി. മൂന്നാമത്തെ നമുക്ക് നോക്കാം. മൂന്നാമത്തിൽ സെക്കൻഡ് അയോൺ ഇസ് മോർ സ്റ്റേബിൾ. കാര്യം എന്താ? ഇവിടെ റെസൊണൻസ് ഉണ്ട്, ഇവിടെ റെസൊണൻസ് ഇല്ല. മൂന്നാമത്തെ നിങ്ങൾ നോക്കിക്കേ മക്കളെ, ഈ കാർബോകാറ്റയോൺ പ്രൈമറിയാ, ഈ കാർബോകാറ്റയോൺ അലൈലിക്ക. നാലാമത്തെ നോക്കിക്കേ, ദിസ് ഇസ് റെസൊണൻസ് സ്റ്റെബിലൈസ്. ഈ കാർബോകാറ്റയോൺ സ്റ്റെബിലൈസ്ഡ് ബൈ നൈട്രജന്റെ ലോൺ പെയർ കംസ് ഇൻ റെസൊണൻസ്. ഇവിടെ ദിസ് ഇസ് ടേർഷറി കാർബോകാറ്റയോൺ. സമ്മതിച്ചു, ഈ കാർബോകാറ്റയോൺ ടേർഷറി ആണ്, പക്ഷെ ഇവിടെ ഈ നൈട്രജന്റെ ലോൺ പെയർ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യും. സോ ബേസിക്കലി ഇവിടെ ഇതാണ് സ്റ്റേബിൾ, ഇവിടെ ഇതാണ് സ്റ്റേബിൾ, ഇവിടെ ഇതാണ് സ്റ്റേബിൾ, ഇവിടെ ഇതാണ് സ്റ്റേബിൾ. അപ്പോൾ ആകെ ഓപ്ഷൻ ബിയിൽ മാത്രമാണ് ആദ്യത്തെ അയോൺ ഇസ് മോർ സ്റ്റേബിൾ. സോ ബി ഇസ് ദി ആൻസർ. ഓക്കെ ആണോ മക്കളെ? നെക്സ്റ്റ്, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദി അബവ് റിയാക്ഷൻ? ഇങ്ങനൊരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. AgNO3 എന്ന് പറയുമ്പോൾ AG+ തരുന്ന ഒരാളാണ്. AG+ ഏറ്റവും ഇഷ്ടമുള്ള ആരാന്നറിയോ? ഹാലൈഡ്സിനെ വലിച്ച് പറിച്ചെടുത്തുകൊണ്ട് പോകും. അപ്പോൾ AG+ ഇവിടുന്ന് Br- വലിച്ചെടുക്കും. AG+ ഇവിടുന്ന് Br- വലിച്ചെടുത്താൽ, AG+ ഇവിടുന്ന് Br- വലിച്ചെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ പ്ലസ് ചാർജ് കിട്ടും, പൈ ബോണ്ട്, ആൻഡ് ദിസ് ബിക്കംസ് ആൻ അരോമാറ്റിക് കോമ്പൗണ്ട്. ഇത് അരോമാറ്റിക് കോമ്പൗണ്ട് ആവും. AG+ എവിടെ കണ്ടാലും മനസ്സിലാക്കുക, ഹാലൈഡ്സിനെ വലിച്ചു പറിച്ചുകൊണ്ട് പോകും. അപ്പോൾ ദിസ് ഇസ് അരോമാറ്റിക് കോമ്പൗണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പ്രോഡക്റ്റ് ഇസ് അരോമാറ്റിക്, അത് കറക്റ്റാ. പ്രോഡക്റ്റ് ഹാസ് ഹൈ ഡൈപോൾ മൊമെന്റ്, കറക്റ്റാ. കാര്യം ചാർജ് സെപ്പറേഷൻ ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടല്ലോ, ചാർജ് സെപ്പറേഷൻ ഉണ്ട്, നന്നായിട്ട് ചാർജ് സെപ്പറേഷൻ ഉണ്ട്, ഡൈപോൾ മൊമെന്റ് ഉണ്ട്. പ്രോഡക്റ്റ് ഹാസ് ലെസ് റെസൊണൻസ് എനർജി, അല്ല, പ്രോഡക്റ്റ് ഹാസ് മോർ റെസൊണൻസ് എനർജി. ഞാൻ പറഞ്ഞില്ലേ, റെസൊണൻസ് എനർജി കൂടുതലാണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതലാ. ദിസ് ഇസ് ആൻ അരോമാറ്റിക് കോമ്പൗണ്ട്, ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി മോർ സ്റ്റേബിൾ. ദാറ്റ് മീൻസ് റെസൊണൻസ് എനർജി ഈസ് ഹയർ. നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെയോ മൂന്നാമത്തെ ക്വസ്റ്റനിൽ അത് ചെയ്തതാണ്. റെസൊണൻസ് എനർജി കൂടുതലാണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതലാണ്. സോ ദിസ് ഹാസ് മോർ റെസൊണൻസ് എനർജി. ഇതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. പ്രോഡക്റ്റ് ഇസ് സോല്യബിൾ ഇൻ പോളാർ സോൾവെന്റ്, അതെ, കാര്യം ഇത് പോളാറാണ്, അതിന് ചാർജ് ഉണ്ടല്ലോ, പോളാറാണ്. ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് സോല്യബിൾ ഇൻ പോളാർ സോൾവെന്റ്. സോ ബേസിക്കലി ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത് സി മാത്രമാണ്. ഓക്കെ ആണോ? സെറ്റാണോ മക്കളെ? നെക്സ്റ്റ് വൺ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സ്ട്രോങ്കസ്റ്റ് ബ്രോൺസ്റ്റഡ് ബേസ്? സ്ട്രോങ്കസ്റ്റ് ബ്രോൺസ്റ്റഡ് ബേസ് എന്ന് പറയുമ്പോൾ ലോൺ പെയർ പെട്ടെന്ന് കൊടുക്കാൻ താല്പര്യമുള്ള ആൾ. നമ്മൾ ഇതേപോലെ കുറേ കണ്ടതാണ്. ഇവിടെ തന്നെ ഇവിടുത്തെ ലോൺ പെയർ ഇസ് ഇൻ റെസൊണൻസ്, ദിസ് ഇസ് NH3. ഇവിടുത്തെ ലോൺ പെയർ ഇസ് ഇൻ അരോമാറ്റിസിറ്റിയുടെ ഭാഗമാണ്. അവനെ കിട്ടൂല, സി ആണ് ലീസ്റ്റ്. സീനെ നോക്കണ്ട, സി ആണ് ലീസ്റ്റ്. ഇവിടെ ദിസ് ഇസ് എ സെക്കൻഡറി അമീൻ, ഇതൊരു സെക്കൻഡറി അമീനാണ്. സെക്കൻഡറി അമീനാണോ അമോണിയാണോ ബെറ്റർ? സെക്കൻഡറി അമീനാണ് ബെറ്റർ. ഇവനെയും കൺസിഡർ ചെയ്യേണ്ട, കാര്യം ഇവിടെ ലോൺ പെയർ ഇസ് ഇൻ റെസൊണൻസ്, ഇവിടെ ലോൺ പെയർ ഇസ് ഇൻ അരോമാറ്റിസിറ്റി. സോ ബേസിക്കലി ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഡി വിൽ ബി ദി ആൻസർ. ഓക്കെ ആണോ മക്കളെ? സെറ്റാണോടാ കുട്ടന്മാരെ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ കറക്റ്റ് order of decreasing basic strength of X, Y and Z is. Correct order of decreasing basic strength of X, Y and Z. നോക്കിക്കേ മക്കളെ, ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ലോൺ പെയർ, അവൈലബിലിറ്റി ഓഫ് ലോൺ പെയർ. ഇവിടുത്തെ ലോൺ പെയർ സെക്കൻഡറി മാത്രമാണ്, ഒരു റെസൊണൻസിലുള്ള ഒന്നുമില്ല. ഇവിടുത്തെ ലോൺ പെയറോ ഇസ് ഇൻ റെസൊണൻസ്. നോക്കിക്കേ മക്കളെ, ഈ ലോൺ പെയർ ഇസ് ഇൻ റെസൊണൻസ് വിത്ത്, ഇത് ബേസിക്കലി ഒരു അമൈഡ് അല്ലേ,
ഇറ്റ് ഈസ് ഇൻ റെസണൻസ് വിത്ത് സി ഡബിൾ ബോണ്ട് O. ഇവിടുത്തെ ലോൺ പെയർ കിട്ടും, പക്ഷേ sp ഹൈബ്രിഡൈസ് നൈട്രജൻ അല്ല. അപ്പം ഇവിടുത്തെ നൈട്രജൻ sp3 ആണ്, ഇവിടുത്തെ നൈട്രജൻ sp2 ആണ്. sp3യിലുള്ള നൈട്രജൻ ആണോ ബെറ്റർ ബേസിക്, sp2യിലുള്ള നൈട്രജൻ ആണോ ബെറ്റർ ബേസിക്? sp3യിലുള്ളതല്ലേ, കാര്യം ഇവിടെ ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതലല്ലേ. അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത് ലോൺ പെയർ പെട്ടെന്ന് കിട്ടാൻ പോകുന്ന എക്സിലിൻ്റെ കയ്യിൽ നിന്നാണ്, പിന്നെ Z, പിന്നെ Y. കാര്യം വൈയുടെ കേസിൽ ലോൺ പെയർ ഇസ് ഇൻ റെസണൻസ്, വൈയുടെ കേസിൽ ലോൺ പെയർ ഇസ് ഇൻ റെസണൻസ്. അവനെ കിട്ടണമെങ്കിൽ കുറച്ച് പുളിക്കും, ഓക്കെ, കുറച്ച് പാടാ. സോ X ഗ്രേറ്റർ ദാൻ Z ഗ്രേറ്റർ ദാൻ Y ബേസിക് സ്ട്രെങ്ത് ഓർഡർ. ഓക്കെ ആണോ മക്കളെ? സെറ്റാണോ? സെറ്റാണോ? നെക്സ്റ്റ് വൺ നോക്കാം. എമംഗ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ദ മോസ്റ്റ് ബേസിക് കോമ്പൗണ്ട് ഇസ്. മോസ്റ്റ് ബേസിക് കോമ്പൗണ്ട് ഏതാണ് എന്നാണ് ചോദ്യം. എന്തായാലും ഇവനല്ല, ഇവനെ നമ്മൾ കുറേ കണ്ടതാ, ജെയിലും കുറേ ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ആണിത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തത് കേട്ടോ. ഇവനല്ല, കാര്യം ഇത് sp ഹൈബ്രിഡൈസ് നൈട്രജനാണ്. ഇവനിലും ഹൈഡ്രജൻ ഏറ്റവും കൂടുതൽ കൊടുക്കാൻ ഏറ്റവും ലോൺ പെയർ കൊടുക്കാൻ സാധ്യതയുള്ള ആരാണ്? ഏറ്റവും ലോൺ പെയർ കൊടുക്കാൻ സാധ്യതയുള്ള ഇവനാണ് അല്ലേ. കാര്യം ഓക്സിജൻ ഇസ് മോർ ഇലക്ട്രോൺ കിട്ടും. ഗോട്ട് ഇറ്റ്. ഇവന്റെ കേസും നോക്കുക വേണ്ട, ഇവന്റെ കേസ് നോക്കണ്ട. ഇവന്മാരിൽ ഇവനാണ് എന്താ പറയാ, ലെസ് ഇലക്ട്രോൺ കിട്ടും കമ്പയർഡ് ടു ഓക്സിജൻ. അപ്പോൾ ഇവിടുത്തെ ലോൺ പെയർ കുറച്ചും കൂടി പെട്ടെന്ന് കിട്ടും. ഓക്കെയാണ് മക്കളെ. സോ ബേസിക്കലി ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ്, വൺ എമോങ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് വിൽ നോട്ട് ഗിവ് എഫർവസൻസ് വിത്ത് സോഡിയം കാർബണേറ്റ്. ഇതിൽ ആരാണ് സോഡിയം കാർബണേറ്റ് ആയിട്ട് എഫർവസൻസ് വരാത്തത്? മക്കളെ, സോഡിയം കാർബണേറ്റ് ആയിട്ട് എഫർവസൻസ് വരണമെങ്കിൽ അസിഡിക് ആയിരിക്കണം കോമ്പൗണ്ട്, സാമാന്യം നല്ല അസിഡിക് ആയിരിക്കണം. കാർബോക്സിലിക് ആസിഡ്സിന് പറ്റും, സൾഫോണിക് ആസിഡ്സിന് പറ്റും, പിക്രിക് ആസിഡിന് പറ്റും. പിക്രിക് ആസിഡ് ഇസ് ബേസിക്കലി അസിഡിക് അല്ലേ, അസിഡിക് ആണ്. കാര്യം എന്താ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് 3 ഉണ്ട്. പക്ഷെ ഒരു സാധാ ഫീനോൾ വിചാരിച്ചാൽ സോഡിയം കാർബണേറ്റിൽ നിന്നോ സോഡിയം ബൈകാർബണേറ്റിൽ നിന്നോ ഹൈഡ്രജനെ ഇവോൾവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണിത്. ഓക്കെ, ഹൈഡ്രജൻ്റെ കാര്യമല്ല, CO2ൻ്റെ കാര്യം. ഇറ്റ് കനോട്ട് ഇവോൾവ് CO2 ഫ്രം സോഡിയം കാർബണേറ്റ്. ഓക്കെ ആണോ മക്കളെ? ബാക്കിയുള്ളവർക്ക് H+, നമ്മളൊരു ആസിഡ് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ആർ ട്രീറ്റിംഗ് ലെറ്റ്സ് സേ HCl വിത്ത് സോഡിയം കാർബണേറ്റ്, നമുക്ക് എന്ത് കിട്ടും? H2CO3 കിട്ടും പ്ലസ് NaCl. ഈ H2CO3 ആണ് എന്തായിട്ട് വരുന്നത്? H2O ആയിട്ടും CO2 ആയിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ എഫർവസൻസ് വരിക. അപ്പോൾ വെനെവർ സോഡിയം കാർബണേറ്റ് റിയാക്ട്സ് വിത്ത് ആൻ ആസിഡ്, CO2 കംസ് ഔട്ട്. പക്ഷേ ഇവിടെ ലീസ്റ്റ് അസിഡിക് ആയിട്ട് ആരുള്ളത്? ഫീനോളാണ് ഉള്ളത്. അവൻ എന്തായാലും തരാൻ പോകുന്നില്ല. അപ്പോൾ നോക്കിയാൽ മതി, ഏറ്റവും ലീസ്റ്റ് അസിഡിക് ആണ് നോക്കേണ്ടത്. അതാണ് ഈ ക്വസ്റ്റിൻ്റെ അർത്ഥം. ബ്രിസ്ക് എഫർവസൻസ് എന്ന് വെച്ചാൽ CO2 ജനറേറ്റ് ചെയ്യണം. സോഡിയം കാർബണേറ്റ് CO2 തരണമെങ്കിൽ ആസിഡായിട്ട് റിയാക്ട് ചെയ്യണം. നിങ്ങൾ കുഞ്ഞുനാളിലെ പഠിച്ച റിയാക്ഷൻസ് ഇതൊക്കെ. ഓക്കെയാണോ മക്കളെ? ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ്, അറേഞ്ച് ദി ആനയോൺ CH3 NH2 OH F in decreasing order of their basic strength. മക്കളെ, ഡിക്രീസിങ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് നോക്കിക്കേ. ഇത് നമ്മൾ നേരത്തെ ചെയ്തതാ. CH3 NH2 OH F സെയിം പീരീഡ് ആണെങ്കിൽ ഇലക്ട്രോണെഗറ്റിവിറ്റി നോക്കിയാൽ മതി. ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതലാണെങ്കിൽ ബേസിക് സ്ട്രെങ്ത് കുറവാണ്, ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതലാണെങ്കിൽ ബേസിക് സ്ട്രെങ്ത് കുറവാണ്. സോ ബേസിക്കലി ഇവിടെ ആൻസർ ചെയ്താൽ മക്കളെ CH3 ഗ്രേറ്റർ ദാൻ NH2 ഗ്രേറ്റർ ദാൻ OH ഗ്രേറ്റർ ദാൻ F. സെറ്റാണോടാ? ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ്, which one of the following compounds has non-zero dipole moment? Non-zero dipole moment ഏതിനാണുള്ളത്? ഒറ്റ നോട്ടത്തിൽ തന്നെ ആൻസർ A ആണെന്ന് മനസ്സിലാവും. കാര്യം A നിങ്ങൾ നോക്കിക്കേ മക്കളെ, Aയുടെ ഈ 2 OH ഗ്രൂപ്പ് മേപ്പോട്ടായിരിക്കുന്നത്. അപ്പം എന്തായാലും ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ഓരോ OH മേളിലോട്ടും ഓരോ OH താഴത്തോട്ടും ആയിരുന്നെങ്കിൽ ഡൈപോൾ മൊമെന്റ് ക്യാൻസൽ ആയി പോയെന്നെ. ഇവിടെ 2 OH മേപ്പോട്ടായിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഡൈപോൾ മൊമെന്റ് non-zero ആയിരിക്കും. ഇവിടെ ക്യാൻസൽഡ് ആയിരിക്കും. കാര്യം ഈ CNൻ്റെ ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ട്, ഈ CNൻ്റെ ഇങ്ങോട്ട്. അപ്പോൾ ബേസിക്കലി ഇഫക്റ്റീവ്ലി ഇതും ക്യാൻസൽ ഔട്ട് ആവും. ഇത് മേളിലോട്ട്, ഇത് ഇഫക്റ്റീവ്ലി താഴത്തോട്ട്. ഇവിടെ നിങ്ങൾക്കറിയാം ഇറ്റ്സ് സിമെട്രിക്
ഐഡിയൽ മോളിക്യൂൾ. ഈ കാർബണിൻ്റെ 4 ഗ്രൂപ്പ്സും സെയിമാണ്. Definitely zero dipole moment. When carbon is attached to 4 similar groups, dipole moment is 0. ഇവിടെ ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് വരാൻ പോകുന്നത് ഇങ്ങനെയാണ്, ഇതിൻ്റെ വരാൻ പോകുന്നത് ഇങ്ങനെയാണ്. രണ്ടും ക്യാൻസൽ ആയി പോകും. സോ ബേസിക്കലി ആൻസർ എ തന്നെയാണ്. വളരെ സിമ്പിൾ. നെക്സ്റ്റ് വന്ന് നമുക്ക് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻസ് ഇൻവോൾവിങ് 2 acids ഷോൺ ബിലോ, ഫോമിക് ആസിഡ് ആൻഡ് HF. ഫോമിക് ആസിഡ്, അതായത് KF is reacting with formic acid to give you potassium formate and HF. ഫോമിക് ആസിഡിൻ്റെ pKa 3.8 എന്ന് തന്നിട്ടുണ്ട്, HFൻ്റെ pKa 3.2 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ ക്വസ്റ്റ്യൻ പറയണേന്ന്. എന്തോ വലിയ സംഭവമാണെന്നാണ് വിചാരം ക്വസ്റ്റ്യൻ്റെ. നോക്കാം. ഫോമിക് ആസിഡ് ഇസ് ദ സ്ട്രോങ്സ്റ്റ് ബ്രോൺസ്റ്റഡ് ആസിഡ് ഇൻ ദ റിയാക്ഷൻ. ആണോ മക്കളെ? ഇവിടെ 2 റിയാക്ഷനും കൺസിഡർ ചെയ്യണം, ഫോർവേഡും ബാക്ക്വേഡും. ഫോമിക് ആസിഡ് ആണോ സ്ട്രോങ്സ്റ്റ് ആസിഡ്? അല്ല, HF അല്ലേ. കാര്യം pKa അതിൻ്റെ അല്ലേ കുറവ്. അപ്പോൾ ഫോമിക് ആസിഡ് ആണോ സ്ട്രോങ്ങസ്റ്റ് ആസിഡ് വരിക ഇവിടെ? ഫോമിക് ആസിഡ് ആണോ സ്ട്രോങ്ങസ്റ്റ് ആസിഡ് വരിക? അല്ല, HF ആണ് സ്ട്രോങ്ങസ്റ്റ് ആസിഡ് വരിക. സോ ബേസിക്കലി അത് തെറ്റാ, ഇത് തെറ്റാ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാ. HF ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ബ്രോൺസ്റ്റഡ് ആസിഡ്. കറക്റ്റാണ്, അതിൻ്റെ pKa കുറവായതുകൊണ്ട് അതാണ് കറക്റ്റ്. നെക്സ്റ്റ്, KF ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ബ്രോൺസ്റ്റഡ് ബേസ് ഇൻ ദ റിയാക്ഷൻ. മക്കളെ, ഈ റിയാക്ഷൻ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ റിയാക്ഷൻ ശരിക്കും പറഞ്ഞാൽ ടോട്ടലി എങ്ങോട്ടായിരിക്കും കൂടുതൽ ഡോമിനൻസ് വരിക? ഫോർവേഡ് ആയിരിക്കും, ബാക്ക്വേഡ് ആയിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദിസ് ഇസ് ബേസിക്കലി ആസിഡ് ബേസ് റിയാക്ഷൻ. ഫോമിക് ആസിഡ് ഇങ്ങോട്ട് H+ കൊടുത്തിട്ട് പൊട്ടാസ്യം ഫോമേറ്റും HF. നേരെ മറിച്ച് ബാക്ക്വേർഡ് റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ HF ഇങ്ങോട്ട് H+ കൊടുക്കും, HF ഇങ്ങോട്ട് H+ കൊടുത്ത് ഫോമിക് ആസിഡും KFും തരും. ഇത് കൂടുതൽ ബാക്ക്വേർഡ് ആയിരിക്കും പോകാൻ പോകണേ. കാര്യം എന്താണെന്നറിയോ? HF ഇസ് എ ബെറ്റർ ആസിഡ് ദാൻ ഫോമിക് ആസിഡ്. അപ്പോൾ HF ഹാസ് മോർ ടെൻഡൻസി ടു ഗിവ് H+. അപ്പോൾ ഈ റിയാക്ഷൻ ആയിരിക്കും കൂടുതൽ ഡോമിനൻസ് ഇക്വിലിബ്രിയം എത്തുമ്പോൾ, ഈ റിയാക്ഷനിലും കൂടുതൽ. കാര്യം HF ഇസ് എ സ്ട്രോങ്ങർ ആസിഡ്. ഇഫ് HF ഇസ് എ സ്ട്രോങ്ങർ ആസിഡ്, ദിസ് ഇസ് എ സ്ട്രോങ്ങർ ബേസ്. അതായത് ഈ ആസിഡ്, ഇത് രണ്ടും ആസിഡ് ബേസ് റിയാക്ഷനാണ്. ഇവിടുത്തെ ആസിഡ് ഇത്, ഇവിടുത്തെ ബേസ് ഇത്. ഇവിടുത്തെ ആസിഡ് ഇത്, ഇവിടുത്തെ ബേസ് ഇത്. അപ്പോൾ ബാക്ക്വേർഡും ഫോർവേഡും രണ്ടും ആസിഡ് ബേസ് റിയാക്ഷനാണ്. പക്ഷേ ദ സ്ട്രോങ്ങർ ആസിഡ് ബേസ് റിയാക്ഷൻ ഇസ് ദിസ് വൺ, HF plus this giving you formic acid and KF. അപ്പോൾ ദിസ് ഇസ് എ സ്ട്രോങ്ങർ ആസിഡ്, ദിസ് ഇസ് എ സ്ട്രോങ്ങർ ബേസ്. ഓക്കെ ആണോ മക്കളെ? സോ KF ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ബ്രോൺസ്റ്റഡ് ബേസ്. അത് തെറ്റാ, ഇത് തെറ്റാ. KO2CH ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ബ്രോൺസ്റ്റഡ് ബേസ്. ഇക്വിലിബ്രിയം ഫേവേഴ്സ് ദ റിയാക്ടൻസ്. അത് കറക്റ്റാ. ഇക്വിലിബ്രിയം ഫേവേഴ്സ് റിയാക്ടൻസ്. ഞാൻ പറഞ്ഞില്ലേ, ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് അത് ഫേവർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, ഫോമിക് ആസിഡ് ഹാസ് എ വീക്കർ കോൺജുഗേറ്റ് ബേസ്, HF ഹാസ് എ വീക്കർ കോൺജുഗേറ്റ് ബേസ്. മക്കളെ, ഫോമിക് ആസിഡ് ആണോ HF ആണോ സ്ട്രോങ്ങർ ആസിഡ്? HF അല്ല സ്ട്രോങ്ങർ ആസിഡ്, pKa അല്ല കുറവ്. അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് F- ആയിരിക്കും വീക്കർ. സ്ട്രോങ്ങർ ആസിഡ് വീക്കർ കോൺജുഗേറ്റ് ബേസ്. സോ ബേസിക്കലി ഇത് തെറ്റാ, ഇത് തെറ്റാ, ഇതും തെറ്റാ, ഇത് കറക്റ്റാ. സോ ബേസിക്കലി BDEH ഇതാണ് ആൻസർ ആയിട്ട് വരിക. ഗോട്ട് ഇറ്റ്? ഓക്കെ ആണോ മക്കളെ? സിമിലർ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാം, ഒന്നും കൂടി വ്യക്തമാവാനായിട്ട്. വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഫോളോയിങ് ഇക്വിലിബ്രിയം ഇസ് ട്രൂ? നോക്കിക്കേ, തേർഡ് ബ്യൂട്ടോക്സൈഡ് പ്ലസ് H2O ഗിവിംഗ് യു തേർഡ് ബ്യൂട്ടൈൽ ആൽക്കഹോൾ പ്ലസ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇക്വിലിബ്രിയം ഫേവേഴ്സ് ദ പ്രോഡക്ട്സ് ആണോ? ഇവിടെ ദിസ് ഇസ് ബേസിക്കലി ആൻ ആസിഡ് ബേസ് റിയാക്ഷൻ. തേർഡ് ബ്യൂട്ടോക്സൈഡ് വെള്ളത്തിൽ നിന്ന് H+ എടുക്കുന്നു, ഇതാവുന്നു പ്ലസ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇത് തിരിച്ചാലോചിച്ചാൽ ദാറ്റ് ഇസ് ഓൾസോ ആൻ ആസിഡ് ബേസ് റിയാക്ഷൻ. ഇവന് H+ കൊടുക്കുന്നു, തേർഡ് ബ്യൂട്ടോക്സൈഡും വാട്ടറും ഫോം ചെയ്യുന്നു. സോ ഇതും ആസിഡ് ബേസ് റിയാക്ഷൻ, ഇതും ആസിഡ് ബേസ് റിയാക്ഷൻ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ദിസ് ഇസ് എ സ്ട്രോങ്ങർ ആസിഡ്. H2Oയുടെ pKa 15.7 ആണ്, തേർഡ് ബ്യൂട്ടൽ ആൽക്കഹോളിൻ്റെ pKa 18 ആണ്. സോ ദിസ് വിൽ ബി എ സ്ട്രോങ്ങർ ആസിഡ് ബേസ് റിയാക്ഷൻ. ഇതായിരിക്കും സ്ട്രോങ്ങർ ആസിഡ് ബേസ് റിയാക്ഷൻ. കാര്യം H+ പെട്ടെന്ന് ഇവിടെ കൊടുക്കാൻ പറ്റും, ഇവിടെ കൊടുക്കുന്നതിലും ഈ റിയാക്ഷൻ ആയിരിക്കും കുറച്ചും കൂടെ പെട്ടെന്ന് നടക്കുക. സോ ഇക്വിലിബ്രിയം ഫേവേഴ്സ് ദ പ്രോഡക്ട്സ് will be the correct answer. Third butoxide is a dominant anionic species in the equilibrium. Dominant anionic species, third butoxide. Water is a weaker acid. Water is a stronger acid. Third butoxide is stabilized by resonance. അത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. Dominant anionic species, it's not very clear.
Third butoxide is a dominant anionic species എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ സ്ട്രോങ്ങർ ബേസ് ഏതായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ തേർഡ് ബ്യൂട്ടോക്സൈഡ് എന്ന് തന്നെ പറഞ്ഞേനെ. പക്ഷേ ആനിയോണിക് സ്പീഷീസ് ഇറ്റ്സ് നോട്ട് വെരി ക്ലിയർ കറക്റ്റായിട്ട്. കുറച്ചും കൂടി വ്യക്തമായിട്ട് ബെറ്റർ ആൻസർ ഇക്വിലിബ്രിയം ഫേവേഴ്സ് പ്രോഡക്ട്സ് ഫോർവേഡ് ഡയറക്ഷനിലേക്കായിരിക്കും കൂടുതൽ ഫേവറബിൾ വരിക. കാര്യം എന്താണ്? ദിസ് ഇസ് സ്ട്രോങ്ങർ ആസിഡ്. അപ്പോൾ ഈ ആസിഡ് ബേസ് റിയാക്ഷൻ ആയിരിക്കും ഈ ആസിഡ് ബേസ് റിയാക്ഷനിലും നല്ലത് അല്ലേ? ബാക്ക്വേർഡ് റിയാക്ഷനിലും എന്തുകൊണ്ടും ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും സ്ട്രോങ്ങർ പെട്ടെന്ന് നടക്കുക. ഓക്കെ, ബി കുറച്ചും കൂടി ആംബിഗ്വസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, കുറച്ചും കൂടി വ്യക്തമാക്കായിരുന്നു. ഐ തിങ്ക് ഇക്വിലിബ്രിയം ഫേവേഴ്സ് പ്രോഡക്ട്സ് ഇസ് ദ ബെസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, എ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണ് മക്കളെ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഇസ് മോസ്റ്റ് സ്റ്റേബിൾ? വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇസ് മോസ്റ്റ് സ്റ്റേബിൾ? ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ഏതാണ്? ഒറ്റ നോട്ടത്തിൽ എന്തോ വലിയ സംഭവമുള്ള ക്വസ്റ്റൻ ആണെന്ന് വിചാരിക്കും, പക്ഷേ കറക്റ്റായിട്ട് കണ്ണുള്ളവർ കാണും. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു അരോമാറ്റിക് റിങ് കണ്ടോ? വേറെ എവിടെയെങ്കിലും അരോമാറ്റിക് റിങ് ഉണ്ടോ? വേറെ എവിടെയെങ്കിലും അരോമാറ്റിക് റിങ് ഉണ്ടോ? ഇവിടെ ഒരു അരോമാറ്റിക് റിങ് കണ്ടോ? ഒറ്റ നോട്ടത്തിൽ കാണൂല, പക്ഷേ സൂക്ഷിച്ചൊക്കെ അരോമാറ്റിക് റിങ് ഉണ്ട്. സോ ദാറ്റ് മീൻസ് ദിസ് ഇസ് അരോമാറ്റിക്. ഇവിടെ അരോമാറ്റിക് സ്റ്റെബിലിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് ഡി ഈസ് മോർ സ്റ്റേബിൾ. ദാറ്റ്സ് ഇറ്റ്. വളരെ സിമ്പിളാണ്. ഓക്കെ ആണോ മക്കളെ? ഇസ് എ ക്ലിയർ? ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? നെക്സ്റ്റ്, ഇത് നോക്കിക്കേ മക്കളെ. കമ്പയർ ദ കാർബൺ കാർബൺ ബോണ്ട് റൊട്ടേഷൻ അക്രോസ് ABC. കാർബൺ കാർബൺ ബോണ്ട് റൊട്ടേഷൻ, ദേ ഈ കാർബൺ കാർബൺ ബോണ്ട് റൊട്ടേഷൻ ആണ് പെട്ടെന്ന് നടക്കുക, ഈ കാർബൺ കാർബൺ ബോണ്ട് റൊട്ടേഷൻ ആണോ നടക്കുക, ഈ കാർബൺ കാർബൺ ബോണ്ട് റൊട്ടേഷൻ ആണോ നടക്കുക? മക്കളെ, കാർബൺ കാർബൺ ബോണ്ട് റൊട്ടേഷൻ നടക്കണമെങ്കിൽ സിഗ്മ ബോണ്ട് ക്യാരക്ടർ വേണം. പൈ ബോണ്ട് ഉണ്ടെങ്കിൽ റൊട്ടേഷൻ നടക്കില്ല, നിങ്ങൾക്കറിയാം. ഞാനിപ്പോൾ എയുടെ സ്ട്രക്ചർ എല്ലാവരും നോക്കിക്കേ മക്കളെ. എയുടെ സ്ട്രക്ചർ സാറ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ വരയ്ക്കാൻ പോവുക. ഈ പൈ ബോണ്ടിന് ഇങ്ങോട്ട് പൊട്ടിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ പോസിറ്റീവ് ചാർജ്. ദിസ് ഇസ് അരോമാറ്റിക് റിംഗ്, ദിസ് ഇസ് അരോമാറ്റിക് റിംഗ്. അപ്പോൾ ഈ കാർബൺ കാർബൺ ബോണ്ടിന് ഇങ്ങനെ പൊട്ടി നിൽക്കാനായിരിക്കും താല്പര്യം. ഈ കാർബൺ കാർബൺ പൈ ബോണ്ട് പൊട്ടും, എന്നിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ക്യാരക്ടർ വരും. അപ്പോൾ റൊട്ടേഷൻ പെട്ടെന്ന് നടക്കും. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ റൊട്ടേഷന് പെട്ടെന്ന് നടക്കാൻ പറ്റും. ഇതേപോലെ തന്നെ രണ്ടാമത്തെ കേസും രണ്ടാമത്തെ സ്ട്രക്ചർ ഞാൻ അങ്ങനെ പൈ ബോണ്ട് പൊട്ടിക്കുക എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ സ്ട്രക്ചറിലും ഞാൻ അങ്ങനെ പൈ ബോണ്ട് പൊട്ടിക്കുക എന്ന് വിചാരിക്കുക. പൈ ബോണ്ട് പൊട്ടിച്ചു എന്ന് വിചാരിക്കുക. ഈ പൈ ബോണ്ട് ഇങ്ങനെ പൊട്ടിച്ചു. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ പോസിറ്റീവ് ചാർജ് കിട്ടി, ഇവിടെ നെഗറ്റീവ് ചാർജ് കിട്ടി. ഇത് അരോമാറ്റിക് റിംഗ്, ഇത് അരോമാറ്റിക് റിംഗ്. രണ്ടിടത്തും 4n+2 സാറ്റിസ്ഫൈഡ്. ഇതും അരോമാറ്റിക് റിംഗ്, ഇത് അരോമാറ്റിക് റിംഗ്. അപ്പോൾ എന്തുകൊണ്ടും ഈ പൈ ബോണ്ട് പൊട്ടിയേ നിൽക്കുള്ളൂ. കാര്യം ആ പൈ ബോണ്ട് പൊട്ടിയാൽ നമുക്ക് 2 റിംഗ് അരോമാറ്റിക് കിട്ടും. ഇവിടെയും അതേപോലെ തന്നെ 2 റിംഗ് അരോമാറ്റിക് കിട്ടും. സോ ബേസിക്കലി ഇവിടെയും കാർബൺ കാർബൺ പൈ ബോണ്ട് പൊട്ടി നിൽക്കും. ഓക്കെ, കാര്യം നമുക്ക് 2 അരോമാറ്റിക് കിട്ടും. പക്ഷെ ഇവിടെ ഇത് നമ്മൾ പൊട്ടിക്കുകയാണെങ്കിൽ എല്ലാവരും നോക്കിക്കുക മക്കളെ. പൈ ബോണ്ട് പൈ ബോണ്ട് പൈ ബോണ്ട്. ഇത് നമ്മൾ പൊട്ടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനെ ഇങ്ങോട്ട് പൊട്ടിച്ചാൽ നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. ഇത് അരോമാറ്റിക് ആയിട്ട് കിട്ടി, പക്ഷേ ഇത് ആൻറ്റി അരോമാറ്റിക്കാണ്. ഇത് അരോമാറ്റിക് ആയിട്ട് കിട്ടി, പക്ഷേ ഇത് ആൻറ്റി അരോമാറ്റിക്കാണ്. സോ ബേസിക്കലി ഈ കാർബൺ കാർബൺ പൈ ബോണ്ട് ഇവന്മാരെ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടില്ല. ഈ കാർബൺ കാർബൺ പൈ ബോണ്ട് ഇവന്മാരെ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടില്ല. കാര്യം ഇവിടെ ഈ പൈ ബോണ്ടും ഈ പൈ ബോണ്ടും പൊട്ടുമ്പോൾ 2 റിങ്ങും അരോമാറ്റിക്കാണ്. ആൻഡ് ദിസ് ഈസ് മച്ച് മോർ സ്റ്റേബിൾ. കാര്യം ഇവിടെ ഒരു 3 മെമ്പേർഡ് റിംഗ് ഉണ്ട്, ഇവിടെ 3 മെമ്പേർഡ് റിംഗ് ഇല്ല. 3 മെമ്പേർഡ് റിംഗ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കുറവാണ്. നിങ്ങൾക്കറിയാം, സ്ട്രെയിൻ ഉണ്ട്, റിംഗ് സ്ട്രെയിൻ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ 3 എണ്ണത്തിൽ ഇവനാണ് ഏറ്റവും സ്റ്റേബിൾ. ദാറ്റ് മീൻസ് ഈ കാർബൺ കാർബൺ ബോണ്ട് റൊട്ടേഷൻ പെട്ടെന്ന് നടക്കും. കാര്യം ഈ പൈ ബോണ്ട് ഇങ്ങനെ പൊട്ടി തന്നെ നിൽക്കും. ആ പൊട്ടി നിൽക്കുമ്പോൾ ബേസിക്കലി ആ മോളിക്യൂളിൽ ഇങ്ങനെ തിരിയാൻ പറ്റും. സോ ബേസിക്കലി ഈ 3 സ്ട്രക്ചേഴ്സിലും കാർബൺ കാർബൺ റൊട്ടേഷൻ പെട്ടെന്ന് നടക്കാൻ പോകുന്നത് ബിയിലായിരിക്കും. കാര്യം ഈ കാർബൺ കാർബൺ ബോണ്ട് പൊട്ടിയാണ് നിൽക്കുന്നത്. അങ്ങനെ പൊട്ടി നിന്നാൽ നമുക്ക് 2 അരോമാറ്റിക് റിംഗ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ദിസ് കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ക്യാരക്ടർ അവിടെ വരും. പിന്നെ ഈ സ്ട്രക്ചറിലും നോക്കുമ്പോൾ ഇവിടെ ഒരു റിംഗ് സ്ട്രെയിൻ കൂടുതലുള്ള ഒരു റിംഗ് ഉണ്ട്, സൈക്ലോപ്രോപ്പെയിൻ റിംഗ്. എപ്പോഴും അണ്ടർസ്റ്റാൻഡ് ദാറ്റ് റിംഗ് സ്ട്രെയിൻ നോക്കുമ്പോൾ
6-membered ring is more stable than 5-membered ring, which is more stable than ഈ പറഞ്ഞ പോലെ 7-membered ring. ലാസ്റ്റാണ് 3-membered ring വരിക. ഓക്കെ, ലാസ്റ്റാണ് 3-membered ring വരിക. ഗോട്ട് ഇറ്റ്? ഫൈൻ. സോ ബേസിക്കലി ഇവന്മാരിൽ രണ്ടിലും സ്റ്റേബിൾ ഇവനാണ്. അതുകൊണ്ട് തന്നെ ഈ കാർബൺ കാർബൺ പൈ ബോണ്ട് പെട്ടെന്ന് പൊട്ടും. സോ ബി റൊട്ടേഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞിട്ട് എ, അത് കഴിഞ്ഞിട്ട് സി. ഇസ് എ ക്ലിയർ മക്കളെ? മനസ്സിലായോ? സെറ്റാണോ? ഗോട്ട് ഇറ്റ്? ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡന്റിഫൈ വിച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇസ് നോട്ട് പ്രസന്റ് ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്. വിച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇസ് നോട്ട് പ്രസന്റ് ഇൻ ദ കോമ്പൗണ്ട്. ഈസി ക്വസ്റ്റ്യനാണ്, പക്ഷെ ഒന്ന് ആലോചിക്കുക കേട്ടോ. ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റാ? ഇവിടെ ഇത് കീറ്റോൺ, ഇത് കീറ്റോൺ ഗ്രൂപ്പ്, ഇത് അമൈഡ്, നോക്കിക്കേ CONH അമൈഡ്, ഇത് എസ്റ്റർ. ഒരിക്കലും വിചാരിക്കരുത് സർ ഇത് ഈത്തർ അല്ലേ എന്ന് പറയും ചിലർ. അല്ല, ഇത് എസ്റ്ററാ. നോക്കിയേ C ഡബിൾ ബോണ്ടോ COR, ദിസ് ഇസ് എസ്റ്റർ. ഇത് ഈത്തറാന്ന് പറഞ്ഞാൽ ഞാൻ മൂക്കിടിച്ച് പരത്തും. ഓക്കെ, ഇത് എസ്റ്റർ ഗ്രൂപ്പാണ്. സോ കീറ്റോൺ ഉണ്ട്, എസ്റ്റർ ഉണ്ട്, അമൈഡ് ഉണ്ട്. അമൈഡ് ഇതാണ് അമൈഡ്, CONH. ഈത്തറാണ് ഇല്ലാത്തത്. ഈത്തർ ഗ്രൂപ്പ് ഇസ് നോട്ട് പ്രസന്റ്. ഓക്കെ ആണോ മക്കളെ? ഗോട്ട് ഇറ്റ്? ഇനി നമുക്ക് ഐസോമറിസം ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഐഡന്റിഫൈ കോൺഫോമർ ഓഫ് 2-methyl pentane. ഇതിൽ 2-methyl pentane ഏതാണെന്നാണ് ചോദ്യം. 2-methyl pentane ഏതാണെന്നാണ് ചോദ്യം. ഇതിൽ 2-methyl pentane, വാട്ട് ഇസ് ദ കോൺഫോമർ ഓഫ് 2-methyl pentane? എല്ലാവരും നോക്കുക, ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ക്ലാസ്സിലും ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് മക്കളെ. നമ്മൾ എന്താ ചെയ്യുക? ഈ ന്യൂമാനെ സോഹോഴ്സ് ആയിട്ട് കാണുക. ഈ ന്യൂമാൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്ട്രക്ചർ എ എടുക്കുകയാണ്. സ്ട്രക്ചർ എനെ ഞാൻ സോഹോഴ്സ് വരയ്ക്കുമ്പോൾ, ഇതിൻ്റെ സോഹോഴ്സ് വരയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൻ്റെ സോഹോഴ്സ് ഇങ്ങനെ വരും, സോഹോഴ്സ് ഇങ്ങനെ വരും. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഇതിൻ്റെ പേരെന്താ നോക്കുക. വാട്ട് ഇസ് ദിസ്? ഇതെന്താണ്? 1 2 3 4 5. ദിസ് ഇസ് പ്യുവർ ബ്യൂട്ടൈൻ അല്ലേ? നോർമൽ ബ്യൂട്ടൈൻ. 1 2 3 4 5. ഇത് നോർമൽ ബ്യൂട്ടൈനാണ്. ഇതിൽ 2-methyl pentane വരാൻ പോകുന്നത്, 2-methyl pentane വരാൻ പോകുന്നത് D ആണ്. കാര്യം ഡിയുടെ സോഹോഴ്സ് നിങ്ങൾ വരച്ച് നോക്കിക്കേ മക്കളെ. ഡിയുടെ സോഹോഴ്സ് നിങ്ങൾ വരച്ച് നോക്കിക്കേ. H ഇങ്ങനെ വരും. ഇവിടെ CH2CH3. ET എന്ന് പറയുമ്പോൾ CH2 അല്ല, ഇവിടെ CH3 ആണ് കേട്ടോ. ഇവിടെ CH3 ആൻഡ് ഇവിടെ CH2CH3. ET എന്ന് പറയുമ്പോൾ CH2CH3. സോ ബേസിക്കലി ഇതിൻ്റെ പേരെന്താ മക്കളെ? നിങ്ങൾ നോക്കിക്കേ. 1 2 2-methyl 2 3 4 5 2-methyl pentane. 1 2 3 4 5. രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈൽ. സോ 2-methyl pentane. ഗോട്ട് ഇറ്റ്? D ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണോ മക്കളെ? സെറ്റാണോടാ? ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് നമുക്ക് നോക്കാം. Among the given ketones, the one which does not enolize is the one which does not enolize. മക്കളെ, കീറ്റോൺസ് ഈനോളൈസ് ചെയ്യണമെങ്കിൽ ടോട്ടോമറിസം നടക്കണമെങ്കിൽ C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിൽ അറ്റ്ലീസ്റ്റ് ഒരു ആൽഫ ഹൈഡ്രജനെങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് ഒരു ആൽഫ ഹൈഡ്രജനെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് പറ്റുള്ളൂ? ഈനോളൈസേഷൻ നടക്കുള്ളൂ. ഈനോളൈസേഷൻ അറിയാലോ മക്കളെ. ഈനോൾ വിൽ ബി ഫോംഡ് ഓവർ ഹിയർ. ഓക്കെ, എന്നാൽ മാത്രമാണ് ഈനോൾ ഫോം ആവുക. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇവിടെ C ഡബിൾ ബോണ്ടോ ഉണ്ട്, ഇവിടെ 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ബട്ട് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ബ്രിഡ്ജ് ഹെഡ് ആൽഫ ഹൈഡ്രജൻ കൺസിഡർ ചെയ്യാൻ പാടില്ല. കാര്യം എല്ലാവരും നോക്കിക്കേ, ഈ മോളിക്യൂളിന് പലരും വിചാരിക്കും സർ ഇതിന് ഇങ്ങനൊരു ഈനോൾ സ്ട്രക്ചർ വന്നൂടെ. അതായത് ഇവിടുത്തെ ആൽഫ ഹൈഡ്രജനെ ഇങ്ങോട്ട് തട്ടി, പൈ ബോണ്ടിന് ഇങ്ങോട്ട് തട്ടി നമുക്ക് ഇങ്ങനൊരു ഈനോൾ പറ്റുമോ? ഒരിക്കലും പാടില്ല. ബിക്കോസ് ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ബ്രെഡ്സ് റൂൾ. ബ്രെഡ്സ് റൂൾ അറിയാലോ മക്കളെ. ബ്രെഡ്സ് റൂൾ എന്താ പറയുന്നത്? ബ്രിഡ്ജ് ഹെഡ് കാർബണിൽ, ഈ കാർബണും ബ്രിഡ്ജ് ഹെഡ് ആണല്ലോ. ബ്രിഡ്ജ് ഹെഡ് കാർബണിൽ പോസിറ്റീവ് ചാർജോ ഡബിൾ ബോണ്ടോ വരാൻ പാടില്ല.
ബ്രിഡ്ജ് ഹെഡ് കാർബണിൽ പോസിറ്റീവ് ചാർജോ ഡബിൾ ബോണ്ടോ വരാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ഈനോൾ പറ്റില്ല. പക്ഷെ ഫോർച്ചുനേറ്റ്ലി മറ്റേ ഈനോൾ പറ്റും. അതായത് ഇവന് മറ്റേ സൈഡിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ ഒരു ഈനോൾ പറ്റും, ഇത് പറ്റും. കാര്യം ഇവിടുത്തെ ആൽഫ ഹൈഡ്രജൻ യൂസ് ചെയ്യാം. സെക്കൻഡിൽ നിങ്ങൾ നോക്കിക്കേ, ഈ ആൽഫ ഹൈഡ്രജൻ യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? ഇവിടെ പൈ ബോണ്ട് വരാൻ പാടില്ല, ബ്രെഡ്സ് റൂൾ. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല താനും. അപ്പോൾ ബേസിക്കലി മൂന്നാമത്തെ കേസിലോ, മൂന്നാമത്തേൽ ഇവിടെ ഒരു ആൽഫ ഹൈഡ്രജൻ ഇത് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫീനോളാണ്. ഇതിൻ്റെ ഈനോൾ എന്ന് പറയുന്നത് ഫീനോളായിരിക്കും. ഇതിൻ്റെ ഈനോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദാറ്റ് വിൽ ബി ഫീനോൾ. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഫീനോളായിരിക്കും. വെരി സ്റ്റേബിൾ ഈനോളിക് സ്ട്രക്ചർ അല്ലേ. സോ ബേസിക്കലി ഇവിടെ ടോട്ടോമറിസം കാണിക്കാൻ പോവാത്തത് 2 ആയിരിക്കും. 2 വിൽ ബി ദി ആൻസർ. ഓക്കെ ആണോ മക്കളെ? സെറ്റാണോ? ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, എമംഗ് ദ ഗിവൺ സ്ട്രക്ചർ വിച്ച് ക്യാൻ എക്സിബിറ്റ് ടോട്ടോമറിസം. ഇതിന് പറ്റുമോ? ഇല്ല. കാര്യം എന്താ? അപ്പോൾ നിങ്ങൾ പറയാം സാർ ഈ സി ഡബിൾ ബോണ്ടോ ഉണ്ട്, ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ലേ? മക്കളെ ഈ ആൽഫ ഹൈഡ്രജൻ ഷുഡ് ബി അറ്റാച്ച് ടു sp3 കാർബൺ. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഇല്ല കുട്ടാനന്തു, അതുകൊണ്ടല്ലേ സാർ അത് എഴുതിയത്. ആൽഫ ഹൈഡ്രജൻ sp2 കാർബൺ നടക്കില്ല. ആൽഫ ഹൈഡ്രജൻ ഷുഡ് ബി അറ്റാച്ച് ടു sp3 കാർബൺ. ഓക്കെ, ഇതിന് പറ്റുമോ? ഇതിന് പറ്റും. കാര്യം എന്താ? ഇവിടുത്തെ ഈ ആൽഫ ഹൈഡ്രജൻസ് ഉണ്ടല്ലോ, ഇവിടെയും ഇവിടെ ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്. സോ ബേസിക്കലി ഇതിന് ടോട്ടോമറിസം പറ്റും, ഇവന് പറ്റില്ല. ഇപ്പോൾ ചിലവരുടെ ആൻസർ സി ഡബിൾ ബോണ്ടോ ഇവിടെ ഉണ്ട്, ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ആൽഫ ഹൈഡ്രജൻ എപ്പോഴും sp3 കാർബണിലായിരിക്കണം. sp2 കാർബണിൻ്റെ ആൽഫ ഹൈഡ്രജൻ ടോട്ടോമറിസത്തിൽ വരില്ല. sp3 കാർബണിൻ്റെ ആൽഫ ഹൈഡ്രജൻ ആയിരിക്കണം. ഓർത്ത് വെക്കുക കേട്ടോ. ഇതൊക്കെ പല പ്രാവശ്യം ജയിലിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. സോ ബേസിക്കലി ഇവിടെ ആൻസർ വരാൻ പോകുന്നത് 2 ഓൺലി. വിച്ച് ക്യാൻ എക്സിബിറ്റ് ടോട്ടോമറിസം ഓൺലി 2. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, എല്ലാവരും നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡെപ്പിക്ട് ദ സെയിം. അതായത് ഈ 3 സ്ട്രക്ചേഴ്സിലും സെയിം മോളിക്യൂൾസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. പല പ്രാവശ്യം പല വട്ടം പല ക്ലാസ്സുകളിലായിട്ട് സാർ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. പുതിയ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഒരു കൈറൽ കാർബണിൽ നമ്മൾ ഈവൻ നമ്പർ ഓഫ് സ്വാപ്പ് വരുത്തുകയാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു കൈറൽ കാർബണാണ്. ഈ കൈറൽ കാർബണിൽ നമ്മൾ ഈവൻ നമ്പർ ഓഫ് സ്വാപ്സ് ഓഫ് ഗ്രൂപ്പ്സ്, ഏത് ഗ്രൂപ്പിടും അത് ഈവൻ നമ്പർ ഓഫ് സ്വാപ്പ് വരുത്തുകയാണെങ്കിൽ ബ്രിഡ്ജ് ഹെഡിൽ വരാൻ പാടില്ല, ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ വരാം. ബ്രിഡ്ജ് ഹെഡിലേക്ക് അത് വരാൻ പാടില്ല എന്ന് മാത്രം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ ഒരു പൈ ബോണ്ട് ഒന്നും വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഇവിടേക്ക് വരാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഈവൻ നമ്പർ ഓഫ് സ്വാപ്സ് ആണെങ്കിൽ സെയിം മോളിക്യൂൾ, ഓഡ് നമ്പർ ഓഫ് സ്വാപ്സ് ആണെങ്കിൽ ഓപ്പോസിറ്റ് കോൺഫിഗറേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സ്ട്രക്ചറും ഇത് കൈറൽ കാർബണാണെന്നറിയാം. ഈ സ്ട്രക്ചറിൽ നിന്ന് ഈ സ്ട്രക്ചറിലേക്ക് എങ്ങനെ എത്തിയ, എത്ര സ്വാപ്പ് ചെയ്തു? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക മക്കളെ, എത്ര സ്വാപ്പ് ചെയ്തു? ഈ CH2 CH3 BRും സ്വാപ്പ് ചെയ്തു. അപ്പോൾ CH2 CH3 ഇവിടെ വരും. ഓക്കെ, BR ഇവിടെ വരും. എന്നിട്ട് ഈ BRും CH3യും സ്വാപ്പ് ചെയ്തു. അപ്പോൾ 2 സ്വാപ്പ് ചെയ്തു. എന്നിട്ട് ഈ BRും CH3യും സ്വാപ്പ് ചെയ്തപ്പോഴാണ് ഈ സ്ട്രക്ചർ കിട്ടിയത്. അപ്പോൾ ആദ്യം ഒരു സ്വാപ്പ് ചെയ്തു, പിന്നെ ഒരു സ്വാപ്പ് ചെയ്തു. ദാറ്റ് മീൻസ് യു ആർ ഗെറ്റിംഗ് ദ സെയിം മോളിക്യൂൾ. ഇനിയിപ്പോൾ സെക്കൻഡും തേർഡും നോക്കാം. സെക്കൻഡും തേർഡിലും ആദ്യം ഇത് രണ്ടും സ്വാപ്പ് ചെയ്തു, പിന്നെ ഇത് രണ്ടും സ്വാപ്പ് ചെയ്തു. CH3 CH2 CH3യും സ്വാപ്പ് ചെയ്തു. അപ്പോൾ ഈ കോൺഫിഗറേഷൻ കിട്ടും, ആസ് ഇൻ ഈ ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടും. പിന്നെ BRും CLും സ്വാപ്പ് ചെയ്തു, അപ്പോൾ ഇത് കിട്ടി. ദാറ്റ് മീൻസ് യു ആർ ഡൂയിങ് 2 സ്വാപ്സ്. അപ്പോൾ 2ഉം 3യും സെയിമാണ്, 1ഉം 2ഉം സെയിമാണ്. ദാറ്റ് മീൻസ് 1 2 and 3 എല്ലാം സെയിമാണ്. ഇതാണ് ടെക്നിക്ക്. R&S കോൺഫിഗറേഷൻ അറിയാവുന്നവർക്ക് അത് യൂസ് ചെയ്യാം. R&S ഇല്ലാതെ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ, സ്വാപ്പ് ടെക്നിക്ക്. നേരെ മറിച്ച് ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമാണ് സ്വാപ്പ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഒരു സ്വാപ്പിംഗ് നടത്തിയെന്ന് വിചാരിക്കുക, യു ആർ ഗോയിങ് ടു ഗെറ്റ് എനാൻഷ്യൂമർ കിട്ടും, അറിയാലോ. അതായത് ഓപ്പോസിറ്റ് കോൺഫിഗറേഷൻ കിട്ടും. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, വിച്ച് ഇസ് ദ ലോവസ്റ്റ് എനർജി കോൺഫോർമേഷൻ ഓഫ് ബ്യൂട്ടൈൻ? ബ്യൂട്ടൈൻ്റെ കോൺഫോർമേഷൻസ് ഏതൊക്കെയാണ്? ഫുള്ളി എക്ലിപ്സ്ഡ്, പാർഷ്യലി എക്ലിപ്സ്ഡ്, ഗോഷ് ആൻഡ് ആൻറ്റി. അതായത് CH3 ഗ്രൂപ്പ് മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം ഈച്ച് അതർ നിൽക്കണം. അപ്പോൾ ലോവസ്റ്റ് എനർജി എന്ന് പറയുമ്പോൾ മാക്സിമം സ്റ്റെബിലിറ്റി, മാക്സിമം സ്റ്റെബിലിറ്റി കോൺഫോർമേഷൻ ഏതാ? C ആണ് വരിക അല്ലേ. കാര്യം ഇതാണ് ആൻറ്റി കോൺഫോർമേഷൻ അല്ലേ. ഇവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവാണ്, സ്റ്റെറിക് സ്ട്രെയിൻ കുറവാണ്, ടോർഷണൽ സ്ട്രെയിൻ കുറവാണ്. ദിസ് ഇസ് ദ ബെസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്,
The following pairs of compounds is best described as. ഈ compounds, they are best described as. Are they identical? Are they enantiomers? Are they diastereomers? Are they none of these? First of all, മനസ്സിലാക്കുക, ഇവന്മാർ രണ്ടുപേരും സ്റ്റീരിയോ ഐസോമേഴ്സേ അല്ല. സ്റ്റീരിയോ ഐസോമേഴ്സിന് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം, ലോജിക്ക് പറഞ്ഞുതരാം. സ്റ്റീരിയോ ഐസോമേഴ്സിന് IUPAC നെയിം സെയിം ആയിരിക്കും. സ്റ്റീരിയോ ഐസോമേഴ്സിൻ്റെ IUPAC നെയിം സെയിം ആയിരിക്കും. IUPAC നെയിം സെയിം ആയിരിക്കും. അതായത് സ്റ്റീരിയോ ഐസോമേഴ്സിൻ്റെ പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ്സ്, കണക്ഷൻസ് ഒക്കെ സെയിം ആയിരിക്കും. അവരുടെ സ്പേഷ്യൽ ഓറിയൻറ്റേഷനാണ് ഡിഫറെൻറ്റ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു മീഥൈൽ ഉണ്ട്, ഇവിടെ ഒരു മീഥൈൽ, ഇവിടെ ഒരു മീഥൈൽ. അതായത് 1, 2, 3, 4 ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത് പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ്സ്. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷനിൽ. സോ ദാറ്റ് മീൻസ് ദേ ആർ structural isomers. They are not stereoisomers. They are structural isomers. They are not identical. They are not enantiomers, diastereomers. Enantiomers, diastereomers എന്നൊക്കെ പറയുമ്പോൾ ബേസിക്കലി സ്റ്റീരിയോ ഐസോമേഴ്സും കാറ്റഗറിയിൽ വന്നു. അപ്പോൾ ഇവർ സ്റ്റീരിയോ ഐസോമേഴ്സ് അല്ല, ദേ ആർ സ്ട്രക്ചറൽ ഐസോമേഴ്സ്. അവരുടെ IUPAC നെയിം, അവരുടെ സ്ട്രക്ചർ തന്നെ ഡിഫറെൻ്റ് ആണ്. ദേ ആർ 2 ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഐസോമേഴ്സ്. ഓക്കെ, സോ ബേസിക്കലി നൺ ഓഫ് ദീസ് ആണ് ആൻസർ. ദേ ആർ നോട്ട് enantiomers, they are not diastereomers. They are not identical also. Okay. Next, which of the following pairs of compounds is a pair of enantiomers? Is a pair of enantiomers. മക്കളെ, ഒറ്റ നോട്ടത്തിൽ enantiomers-നെ കണ്ടുപിടിക്കണമെങ്കിൽ മിറർ ഇമേജസ് ആണോ നോക്കിയാൽ മതി. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്. ആർ ദേ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്? മക്കളെ, നമ്മൾ ഈ കോമ്പൗണ്ടിൻ്റെ ഇവിടെ ഒരു മിറർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് കിട്ടും. ആൻഡ് ഇത് രണ്ടും നോൺ സൂപ്പർ ഇമ്പോസിബിളാണ്. ഇത് രണ്ടും നോൺ സൂപ്പർ ഇമ്പോസിബിൾ. അല്ലെങ്കിൽ സിമ്പിളായിട്ടൊരു ലോജിക്ക് ഉണ്ട്. enantiomers ആണോ എന്ന് അറിയാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ അവർ ഐസോമേഴ്സ് ആണോ നോക്കുക. പ്ലെയിനോസിമെട്രി പാടില്ല. പ്ലെയിനോസിമെട്രി ഉണ്ടാവാൻ പാടില്ല. കൈറൽ കാർബൺസ് ഉണ്ടാവണം, പ്ലെയിനോസിമെട്രി ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, പ്ലെയിനോസിമെട്രി മാത്രം നോക്കിയാൽ മതി. പ്ലെയിനോസിമെട്രി ഉണ്ടാവാനേ പാടില്ല. പ്ലെയിനോസിമെട്രി ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ആർ, ഇറ്റ് ഈസ് എൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്. ഇറ്റ് ഈസ് എൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്. അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന് മനസ്സിലാവും. പിന്നെ എനാൻഷിയോമനെ കണ്ടുപിടിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ മിറർ ഇമേജ് നോക്കിയാൽ മതി. സോ ഈ കോമ്പൗണ്ടിൻ്റെ ഇവിടെ ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് കിട്ടും. ആൻഡ് ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്. നിങ്ങൾ ഇവൻ്റെ പുറത്ത് സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ നോക്കും, ഇവൻ്റെ പുറത്ത് സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ നോക്കും, പറ്റില്ല. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തോളൂ. അണ്ടർസ്റ്റാൻഡ്, ഈ ഗ്രൂപ്പ് മേപ്പോട്ടും ഈ ഗ്രൂപ്പ് താഴ്ത്തോട്ടും. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്തോളൂ. എല്ലാ ഗ്രൂപ്പും സൂപ്പർ ഇമ്പോസ് ആവില്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ ബി ആണ് ആൻസർ. ബി ആണ് ആൻസർ. ഓക്കെ ആണോ മക്കളെ? ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, നമുക്ക് നോക്കാം. ദിസ് കോമ്പൗണ്ട് ഇൻ പ്രസൻസ് ഓഫ് എ ബേസ് ഏതായിരുന്നു? ദ അൺനോൺ കോമ്പൗണ്ട് എ ഇസ്. എല്ലാവരും നോക്കിയേ, ഇവിടെ ഈ കാർബണെ അവർ ഐസോട്ടോപ്പിക് കാർബണാന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എയുടെ സ്ട്രക്ചർ എന്താണ്? ട്രേസസ് ഓഫ് ബേസ് ഈനോളൈസേഷന് ചാൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ടോട്ടോമറിസം ഹാപ്പൻസ് ഇൻ ബേസിക് മീഡിയം. സോ ബേസിക്കലി എല്ലാവരും നോക്കിക്കേടാ ഇങ്ങനെ OH ഉണ്ട് അല്ലേ? അപ്പോൾ എല്ലാവരും നോക്കുക, ഇവിടുത്തെ ഈ ഹൈഡ്രജനെ ഇങ്ങോട്ട് തട്ടി ഈ പൈ ബോണ്ടിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ ബേസിക്കലി നമുക്ക് കിട്ടുന്ന ഒരു ഈനോൾ ഫോം വരും. ഇതൊരു ഈനോൾ ഫോമാണ്. ദിസ് വിൽ ബി എൻ ഈനോൾ ഫോം. ഇനി ഇവിടെ ഒരു ടോട്ടോമറിസം കൂടി നടത്തും. നമ്മളിപ്പോൾ നടത്തിയ ടോട്ടോമറിസം ഇവിടെയാണ്. ഇനി ഇവിടെ ഒരു ടോട്ടോമറിസം നടത്തും. എന്ത് നടത്തും? ഈ പൈ ബോണ്ടിനെ ഇങ്ങോട്ട് തട്ടും, ഈ ഹൈഡ്രജനെ ഇങ്ങോട്ട് തട്ടും. സോ ബേസിക്കലി നമുക്ക് എന്ത് കിട്ടും? ഇവിടെ OH, ഇവിടെ C ഡബിൾ ബോണ്ടും. അതായത് ആ സ്റ്റാർ ഉള്ള കാർബണിലേക്ക് ഡബിൾ ബോണ്ട് വന്നു. അതായത് ടോട്ടോമറിസം 2 പ്രാവശ്യം നടത്തി ഞാൻ. സോ ബേസിക്കലി ഇവിടെ പോസിബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാ? ബി ആണ്. മനസ്സിലായോ? ആദ്യം ടോട്ടോമറിസം ഞാൻ ഇവിടെ നടത്തി. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത് കിട്ടി. പിന്നെ ഞാൻ ഇവിടെ നടത്തി, അപ്പോൾ എനിക്ക് ഇത് കിട്ടി. ഓക്കെ ആണോ മക്കളെ? ഇസ് എ ക്ലിയർ? ഫൈൻ. നെക്സ്റ്റ്, which of the following compounds is non-resolvable meso compounds? മക്കളെ, മീസോ കോമ്പൗണ്ട് എന്ന് വെച്ചാൽ മോർ ദാൻ 1 chiral carbons ബട്ട് പ്ലെയിനോസിമെട്രി ഉണ്ട്. ഒന്നിൽ കൂടുതൽ chiral carbons ഉണ്ട്, പക്ഷെ പ്ലെയിനോസിമെട്രി ഉണ്ട്. അത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവാ. അപ്പോൾ നോക്കുക, ഈ കോമ്പൗണ്ട്, ഇത് chiral carbon, ഇത് chiral carbon, പക്ഷെ പ്ലെയിനോസിമെട്രി ഉണ്ട്. ഈ ഒരു പ്ലെയിൻ
can cut the molecule into 2 equal halves. Okay, അപ്പോൾ ഇത് മീസോ ആണ്. ദിസ് ഇസ് മീസോ. നമുക്ക് രണ്ടാമത്തെ നോക്കാം. ഇവിടെയും ഇവിടെ ഒരു പ്ലെയിനോസിമെട്രി ഇല്ലേ, ഈ മോളിക്യൂളിന് ഇതൊരു പ്ലെയിനോസിമെട്രി അല്ലേ. അതായത് ദ പോയിന്റ് കണക്റ്റിംഗ്, ഈ പോയിന്റും ഈ മിഡിൽ പോയിന്റും കണക്ട് ചെയ്യുന്ന ഒരു പ്ലെയിൻ നിങ്ങൾ ഓർത്ത് നോക്കുക. ആ പ്ലെയിൻ ബേസിക്കലി ഈ മോളിക്യൂളിനെ 2 ഹാഫായിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ OH, ഇവിടുത്തെ OH, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ CH2, ഇവിടെ CH2 ഗ്രൂപ്പ്. സോ അവിടെയും പ്ലെയിനോസിമെട്രി ഉണ്ട്. ഒന്നിൽ കൂടുതൽ കൈറൽ കാർബൺസും ഉണ്ട്. ഏതൊക്കെ കൈറൽ കാർബൺസ് വരുന്നത്? ഇതൊരു കൈറൽ കാർബണാണ്, ഇതൊരു കൈറൽ കാർബണാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ കൈറൽ കാർബൺസിൻ്റെ പ്ലെയിനോസിമെട്രി ഉണ്ട്. ദാറ്റ് ഇസ് ഓൾസോ മീസോ. നെക്സ്റ്റ് ഇവിടെയോ, ഇതിനും ഈ പറഞ്ഞ പോലെ ഒന്നിൽ കൂടുതൽ കൈറൽ കാർബൺസ് ഉണ്ട്, പ്ലെയിനോസിമെട്രി ഉണ്ട്. ഒന്നിൽ കൂടുതൽ കൈറൽ കാർബൺസ്, ഇതൊരു കൈറൽ കാർബണാണ്, അതേപോലെ തന്നെ ഇതൊരു കൈറൽ കാർബണാണ്, അതേപോലെ ഇതൊരു കൈറൽ കാർബണാണ്, ഇതൊരു കൈറൽ കാർബണാണ്. ഒന്നിൽ കൂടുതൽ കൈറൽ കാർബൺ ഉണ്ട്, പ്ലെയിനോസിമെട്രി ഉണ്ട്. ഈ പോയിന്റും ഈ പോയിന്റും കണക്ട് ചെയ്യുന്ന ഒരു പ്ലെയിൻ, ഇറ്റ്സ് എ പ്ലെയിനോസിമെട്രി. സോ ബേസിക്കലി ഓൾ ഓഫ് ദീസ്, ഇതെല്ലാം മീസോ ആണ്. മീസോ കോമ്പൗണ്ട് ആണോ എന്ന് അറിയാനായിട്ട് നന്നായിട്ട് പഠിക്കണം മക്കളെ. ഞാൻ ഗ്യാരണ്ടി എങ്ങനെയാണ് തരിക, അത് നിങ്ങളുടെ ഈ 90 ഡേയ്സ് ചാലഞ്ചിൽ, ഈ 50 ഡേയ്സ് ചാലഞ്ചിൽ നിങ്ങൾക്ക് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ കണ്ടന്റ് തരുന്നത്. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസ്, എല്ലാ വെറൈറ്റി ക്വസ്റ്റ്യൻസും, തിയറി വേണമെങ്കിൽ തിയറി, അതല്ല. പക്ഷെ നിങ്ങൾ പഠിക്കണം, നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കണം. ഇവിടെ ഞാൻ നിങ്ങളെ സ്പൂൺ ഫീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ്. പക്ഷേ ഇത് നിങ്ങൾ വീട്ടിലിരുന്ന് ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ഒന്നുകൂടി ചെയ്യാൻ നോക്കുക. ദാറ്റ് ഈസ് വാട്ട് മേക്സ് ദ ഡിഫറൻസ്. യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ്. ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കണം. ഓക്കെ, സാർ പറയുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങളുടെ തലയിൽ കയറണമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. Which of the following compound is incorrectly matched with the number of sigma and pi bonds? Ethanitrile എന്ന് പറയുമ്പോൾ ഏതാ മക്കളെ? Ethanitrile എന്ന് പറയുമ്പോൾ CH3 C triple bond N. ഇതാണ് ethanitrile. ഓക്കെ. ആക്രോലീൻ കാർബോളിക് ആസിഡ് വാലറാൽഡിഹൈഡ്, ഇവന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇവന്മാർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒളിച്ചിരിക്കുന്ന ആളാണ്. ഇപ്പോൾ ethanitrile നിങ്ങൾ നോക്കുകയാണെങ്കിൽ 5 sigma bond ആൻഡ് 2 pi ബോണ്ടാ. കറക്റ്റാ, ഇത് കറക്റ്റാ. ആക്രോലീൻ എന്താണ്, കാർബോളിക് ആസിഡ് എന്താണ്, വാലറാൽഡിഹൈഡ് എന്താണ്? മക്കളെ നിങ്ങളുടെ NCERTയിൽ GOCയിൽ ഇങ്ങനൊരു ടേബിൾ ഉണ്ട്, പഠിക്കാൻ മറക്കരുത്. GOC ചാപ്റ്ററിൽ ഇങ്ങനൊരു ടേബിൾ ഉണ്ട്, കോമൺ നെയിംസ് കൊടുക്കുന്ന ഒരു ടേബിളാണ്. അവിടെ ആക്രോലീൻ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആക്രോലീൻ. CH2 ഡബിൾ ബോണ്ട് CHCHO, CH2 ഡബിൾ ബോണ്ട് CHCHO. ഇതിന് ഈ പറഞ്ഞ പോലെ 7 സിഗ്മ ബോണ്ട്സ് ആൻഡ് 2 പൈ ബോണ്ട്സ് ആണ്. കറക്റ്റാ. കാർബോളിക് ആസിഡ് എന്താ? കാർബോളിക് ആസിഡ് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല മക്കളെ, ഫീനോൾ. കാർബോളിക് ആസിഡ് ഇസ് ഫീനോൾ. ഫീനോളിന് 8 സിഗ്മ ബോണ്ട്സ് ആൻഡ് 3 പൈ ബോണ്ട്സ് ആണോ? അല്ല. ഫീനോൾസിന് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് എടുത്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇതൊരു സിഗ്മ ബോണ്ട്, ഇവിടെ ഹൈഡ്രജൻ 2, ഇവിടെ 3, 4, 5, 6, 7, 8, 8ന് മേളിൽ പോവും. അവിടെ തന്നെ തെറ്റി. അപ്പോൾ ഇതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. വാലറാൽഡിഹൈഡ് എന്ന് വെച്ചാൽ എന്താ? വാലറാൽഡിഹൈഡ് ഇസ് നത്തിങ് ബട്ട് പെൻറ്റനാൽ. ഓക്കെ, വാലറാൽഡിഹൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻറ്റനാലാണ്. ഇത് നിങ്ങളുടെ GOCയിലെ കോമൺ നെയിംസിൻ്റെ ഒരു ടേബിൾ ഉണ്ട്, അത് ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിലും കോമൺ നെയിംസിൻ്റെ ഒരു ടേബിൾ ഉണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കുട്ടന്മാരെ. എല്ലാ ടേബിളും കോമൺ നെയിംസിൻ്റെ ടേബിൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, എല്ലാ ചാപ്റ്ററിലും ഉണ്ട് അത്. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ. നെക്സ്റ്റ്, which of the following is heterocyclic aromatic compound? Heterocyclic എന്ന് വെച്ചാൽ എന്താ? ഇറ്റ്സ് എ റിംഗ്, ഒരു സൈക്ലിക് കോമ്പൗണ്ട് വെയർ all the atoms are not the same. ഫോർ എക്സാമ്പിൾ പിരിഡീൻ എന്ന് പറയുന്നത് ഹെട്രോസൈക്ലിക് അരോമാറ്റിക്. ഇത് അരോമാറ്റിക് ആണ്, അതേപോലെ തന്നെ ഹെട്രോസൈക്ലിക് ആണ്. കാര്യം ആ റിങ്ങിലെ എല്ലാം കാർബൺ അല്ല, ഒരെണ്ണം നൈട്രജനാണ്. So this is heterocyclic aromatic compounds or compounds are ചോദിച്ചിരിക്കുന്നത്. ട്രോപ്പോൺ, തയോഫീൻ, പിരിഡീൻ, ഫ്യൂറാൻ, ഇതെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇതും GOCയിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ബെൻസനോയിഡ് അരോമാറ്റിക് കോമ്പൗണ്ട്സ്, നോൺ ബെൻസനോയിഡ് ട്രോപ്പോളോൺ തന്നിട്ടുണ്ട്. അവരെ ട്രോപ്പോളോണിൻ്റെ സ്ട്രക്ചറിൽ OH കൊടുത്തിട്ടില്ല, പക്ഷെ അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. ഇതാണ് ട്രോപ്പോളോണിൻ്റെ സ്ട്രക്ചർ. ട്രോപ്പോൺ എന്ന് പറയുമ്പോൾ ഇതാണ്. ട്രോപ്പോൺ is basically this. ട്രോപ്പോളോൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു OH ആണ്. ആൻഡ് ഇത് രണ്ടും അരോമാറ്റിക്കാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് സാർ അതെങ്ങനെ അരോമാറ്റിക് ആവുന്നത്? കാര്യം നിങ്ങൾ ഈ പൈ ബോണ്ടിനെ ഇങ്ങോട്ട് പൊട്ടിച്ച് നോക്കുക.
ഈ പൈ ബോണ്ടിനെ പൊട്ടിക്കുമ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും ആൻഡ് ഇറ്റ് ബിക്കംസ് അറോമാറ്റിക്. അപ്പോൾ ആ പൈ ബോണ്ട് പൊട്ടിയേ നിൽക്കുള്ളൂ, സ്വന്തം കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട്, സ്വന്തം കുടുംബത്തിൻ്റെ സ്വന്തം മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ആ പൈ ബോണ്ട് പൊട്ടി നിൽക്കും. അപ്പോൾ അറോമാറ്റിക് നേച്ചർ എസ്റ്റാബ്ലിഷ് ആവും ഇവിടെ. ഓക്കെ, ഇതാണ് ട്രോപ്പോൺ. ദിസ് ഇസ് ട്രോപ്പോൺ. ട്രോപ്പോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോപ്പോളോൺ വിത്തൗട്ട് എൻ OH. ദിസ് ഇസ് ട്രോപ്പോൺ. ഓക്കെ, ഫ്യൂറാൻ ഇത്, തയോഫീൻ ഇത്, പിരിഡീൻ ഇത്, ഇതെല്ലാം അരോമാറ്റിക്കാണ്. ഇതെല്ലാം ഹെട്രോസൈക്ലിക്കുമാണ്. ഇതെല്ലാം ഹെട്രോസൈക്ലിക്കാണ്. അപ്പോൾ ട്രോപ്പോളോൺ ഹെട്രോസൈക്ലിക് ആണോ? അല്ല, എല്ലാം കാർബൺസാണ്. ട്രോപ്പോളോൺ ഹെട്രോസൈക്ലിക് ആണോ? അല്ല, എല്ലാം കാർബൺസാണ്. ഈ റിങ്ങിലുള്ള എല്ലാം കാർബൺസ് ആണ്. ദേ ആർ നോട്ട് ഹെട്രോസൈക്ലിക്, ദേ ആർ ഹോമോസൈക്ലിക്. ഫ്യൂറാൻ ഹെട്രോസൈക്ലിക്കാ, തയോഫീൻ ഹെട്രോസൈക്ലിക്കാ, പിരിഡീൻ ഹെട്രോസൈക്ലിക്കാ. സോ ബേസിക്കലി ഇതിൽ ഏതൊക്കെയാണ് ഹെട്രോസൈക്ലിക് അരോമാറ്റിക് കോമ്പൗണ്ട്സ്? തയോഫീൻ, പിരിഡീൻ, ഫ്യൂറാൻ, BCD, all except A ആണ് ആൻസർ. മനസ്സിലായോ മക്കളെ? Got it? Next, IUPAC name. IUPAC name of this compound. മക്കളെ, IUPAC നെയിമിൽ ആദ്യം ഫംഗ്ഷണൽ ഗ്രൂപ്പ് തലോട്ടപ്പൻ ആരാ നോക്കണം? കാർബോക്സിലിക് ആസിഡ് ആണ് തലോട്ടപ്പൻ. സോ ബേസിക്കലി നമ്പറിംഗ് ഇവിടെ നിന്ന് തുടങ്ങും. സെക്കൻഡ് പൊസിഷനിൽ ഓക്സോ. സോ 2-oxo ഹെക്സെയിൻ കാർബോക്സിലിക് ആസിഡ് എന്ന് വരും. 2-oxo ഹെക്സെയിൻ കാർബോക്സിലിക് ആസിഡ് എന്ന് വരും. ഓക്കെ, 2-oxo ഹെക്സനോയിക് ആസിഡ് എന്ന് ഇടരുത്. ഹെക്സനോയിക് എന്ന് എപ്പോഴാണ് ഇടുക? വെൻ കാർബോക്സിലിക് ആസിഡിൻ്റെ കാർബണിനെ നമ്പറിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് ഹെക്സനോയിക് ഓയിക്ക് വരിക. കാർബോക്സിലിക് ആസിഡിൻ്റെ കാർബണിനെ നമ്പറിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ COH-CH3 ഇവിടെ 1-2 കാർബോക്സിലിക് ആസിഡിൻ്റെ കാർബൺ നമ്പറിലുണ്ട്, അതുകൊണ്ടാണ് എത്തനോയിക് എന്ന് പറയുന്നത്. ഇവിടെ നമ്പറിംഗ് ചെയ്യുന്ന ഇവിടെ നിന്നാണ് 1-2. കാർബോക്സിലിക് ആസിഡിൻ്റെ കാർബൺ നമ്പറിംഗിൽ വരുന്നില്ല. സൈക്ലിക് കോമ്പൗണ്ട്സ് നമ്പർ ചെയ്യാൻ അറിയാലോ. സോ ബേസിക്കലി 2-oxo സൈക്ലോഹെക്സെയിൻ കാർബോക്സിലിക് ആസിഡ് എന്നാണ് വരിക. ഓക്കെ ആണോ മക്കളെ? നെക്സ്റ്റ് the IUPAC name of this particular compound. ഇവൻ്റെ നമ്പറിങ് എങ്ങനെയാണ് ചെയ്യുക? 1, 2, 3. OH അല്ല തലോട്ടപ്പൻ, അവിടെ നല്ല നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 3,3 ഡൈമീഥൈൽ സൈക്ലോഹെക്സൻ 1-ol, 3,3 ഡൈഇഥൈൽ സൈക്ലോഹെക്സൻ 1-ol. തേർഡ് പൊസിഷനിൽ 2 മീഥൈൽ ഉണ്ട്. നെക്സ്റ്റ്, ദ IUPAC നെയിം ഓഫ് ദിസ് പെർട്ടിക്കുലർ കോമ്പൗണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ദിസ് ഇസ് എൻ എസ്റ്റർ. ഇതൊരു എസ്റ്റർ ആണ്. C+O-C2H5. ഈ എസ്റ്ററിൻ്റെ പേരുകൾ എപ്പോഴും ഇങ്ങനെയായിരിക്കും. ആൽക്കനോയേറ്റ് ആയിരിക്കും എസ്റ്ററിൻ്റെ പേര്. ആൽക്കൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പാർട്ട്. ഇവിടെ ഇപ്പോൾ ഈഥൈൽ ആണല്ലോ. സോ ഈഥൈൽ ആൽക്കനോയേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തിനെയാണ്. ഇവിടെ ഇപ്പോൾ ലെറ്റസ് CH3CO ആണെങ്കിൽ ഈഥൈൽ എത്തനോയേറ്റ് എന്ന് വന്നേനെ. ഓക്കെ, ഈഥൈൽ എത്തനോയേറ്റ്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ആൽക്കനോയേറ്റ് പാർട്ട് എന്ന് വെച്ചാൽ ഈ ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ പേരെങ്ങനെ ഇടുക? വളരെ സിമ്പിളാണ്. നിങ്ങൾ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6. തേർഡ് പൊസിഷനിലെ മീഥൈൽ, ഫിഫ്ത്ത് പൊസിഷനിലെ നൈട്രോ. സോ ബേസിക്കലി ഈഥൈൽ 3-methyl 5-nitro benzoate. ഇത് ബേസിക്കലി ബെൻസോയേറ്റ് ഗ്രൂപ്പ് ആണ്. പക്ഷെ വെറും ബെൻസോയേറ്റ് അല്ല, മീഥൈലും നൈട്രോവും അറ്റാച്ച് ആയിട്ടുള്ള ബെൻസോയേറ്റ് ഗ്രൂപ്പ്. അതുകൊണ്ട് 3-methyl 5-nitro benzoate എന്ന് വരും. ഈഥൈൽ ഏതാ? ഈ ഈഥൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എസ്റ്ററിൽ അറ്റാച്ച് ആയിട്ടുള്ള ഈത്തർ ഗ്രൂപ്പ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. സോ ഈഥൈൽ 3-methyl 5-nitro benzoate. ഇപ്പം ഇത് CH3 NO2 ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈഥൈൽ ബെൻസോയിറ്റ് എന്ന് വന്നേനെ. ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇത് വെറും ബെൻസോയിറ്റ് അല്ല, 3-methyl 5-nitro benzoate എന്നുള്ള. ഓക്കെ ആണോ മക്കളെ? ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ്, which of the following is true? Acetaldehyde and acetone are functional isomers. അസറ്റാൽഡിഹൈഡും അസറ്റോണും ഫങ്ഷണൽ ഐസോമേഴ്സാ? അസറ്റോൺ എന്ന് വെച്ചാൽ 3 കാർബൺ ഉണ്ട്, അസറ്റാൽഡിഹൈഡിൽ 2 കാർബണേ ഉള്ളൂ. അതെറ്റാ. എത്തനോൾ ആൻഡ് ഡൈഇഥൈൽ ഈത്തർ ആർ ഫങ്ഷണൽ ഐസോമേഴ്സ്. അല്ല, എത്തനോളിൽ 2 കാർബണേ ഉള്ളൂ, ഡൈഇഥൈൽ ഈത്തറിൽ 4 കാർബൺ ഉണ്ട്. CH3CH2O CH2CH3 അല്ലേ? അതെന്തായാലും ഫങ്ഷണൽ ഐസോമേഴ്സ്. കാറ്റക്കോൾ ആൻഡ് റിസോഴ്സ്നോൾസ് ആർ പൊസിഷണൽ ഐസോമേഴ്സ്. അതെ, കാറ്റക്കോളും റിസോഴ്സ്നോളും പൊസിഷണൽ ഐസോമേഴ്സ്. OHന്റെ പൊസിഷനിലെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ മക്കളെ, അല്ലേ? So basically that is correct. Ethyl nitrile and ethyl isocyanide are
ഫങ്ഷണൽ ഐസോമർ. ഈഥേൻ നൈട്രൈൽ എന്ന് പറയുമ്പോൾ എന്താണ്? CH3CN ആണ്. ഈഥൈൽ ഐസോസയനൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈഥൈൽ ഐസോസയനൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ്. ദിസ് ഇസ് ഈഥൈൽ ഐസോസയനൈഡ്. ഇതിൽ 3 കാർബൺ ഉണ്ട്, ഇതിൽ 2 കാർബണേ ഉള്ളൂ. സോ ബേസിക്കലി ദേ ആർ നോട്ട് ഫങ്ഷണൽ ഐസോമേഴ്സ്. ഓക്കെ ആണോ മക്കളെ? ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, a compound which is not isomeric with diethyl ether. A compound which is not isomeric with diethyl ether. Diethyl ether എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. നമുക്ക് നോക്കാം. മീത്തോക്സിപ്രൊപ്പൈൻ. മീത്തോക്സിപ്രൊപ്പൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. മീത്തോക്സിപ്രൊപ്പൈൻ is isomeric with diethyl ether. 2-methylpropan-2-ol. 2-methylpropan-2-ol എന്ന് പറയുമ്പോൾ 2-methylpropan-2-ol എന്ന് പറയുമ്പോൾ ഇതാണ്. This is also isomeric with diethyl ether. 2,2-dimethylpropan-1-ol. 2,2-dimethylpropan-1-ol എന്ന് പറയുമ്പോൾ 2,2-dimethylpropan-1-ol എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിൽ 5 കാർബൺസ് ഉണ്ട് മക്കളെ. ഇവിടെ 5 കാർബൺ ഉണ്ട്. അവിടെ തന്നെ പോയില്ലേ? ഡൈഇഥൈൽ ഈഥറിൽ 4 കാർബൺ അല്ലേ ഉള്ളൂ. അപ്പോൾ ബേസിക്കലി ദിസ് ഇസ് നോട്ട് എൻ ഐസോമർ. ബ്യൂട്ടൻ-1-ol ഇസ് എൻ ഐസോമർ. ബ്യൂട്ടൻ-1-ol ഇസ് എൻ ഐസോമർ ഓഫ് ഡൈഇഥൈൽ ഈഥർ. നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, മനസ്സിലായോടാ മക്കളെ? ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് എല്ലാവരും നോക്കുക. ഇൻ ലസൈൻസ് ടെസ്റ്റ് ദി ഓർഗാനിക് കോമ്പൗണ്ട് ഇസ് ഫ്യൂസ്ഡ് വിത്ത് എ പീസ് ഓഫ് സോഡിയം മെറ്റൽ ഇൻ ഓർഡർ ടു. ലസൈൻസ് ടെസ്റ്റിൽ എന്തുകൊണ്ടാണ് സോഡിയം മെറ്റൽ ഇടുന്നത്? ആ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഒക്കെ അയണിക് ആയിട്ട് മാറാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നൈട്രജൻ ഉണ്ടെങ്കിൽ നമുക്ക് NaCN കിട്ടും, CN- കിട്ടും. എന്നാലേ ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഹാലജൻസ് ഉണ്ടെങ്കിൽ Cl- Br- I- കിട്ടും. NaCl, NaBr, NaI. എന്നാലല്ലേ നമുക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സൾഫർ ഉണ്ടെങ്കിൽ Na2S കിട്ടും, സൾഫൈഡ് കിട്ടും. അപ്പോൾ ബേസിക്കലി ടു കൺവേർട്ട് ദ കോവലന്റ് ബോൺസ് ഇൻ ടു അയണിക്, ടു ഗെറ്റ് ദ അയോൺസ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ടു കൺവേർട്ട് ദ കോവലന്റ് കോമ്പൗണ്ട് ഇൻ ടു എ മിക്സർ ഓഫ് അയണിക് കോമ്പൗണ്ട്സ്. അതിനാണ് നമ്മൾ സോഡിയം മിക്സർ. കാര്യം സോഡിയം ഓൾവേസ് ഫോംസ് അയണിക് ബോൺസ്. അപ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് വിത്ത് ഹാലജൻ ഉണ്ടെന്ന് വിചാരിക്കുക. അത് സോഡിയമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ സോഡിയം ആ ഹാലജനായിട്ട് അയണിക് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഹാലജൻസിൽ X-, Cl-, Br-, I- കിട്ടും. അയണിക് കോമ്പൗണ്ട് എന്തായാലും അയോൺസ് ആയിട്ടാണല്ലോ എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നൈട്രജൻ ഉണ്ടെങ്കിൽ NaCN കിട്ടും, Cn- അയോൺ. അപ്പോൾ നമുക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് സോഡിയം മിക്സറായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എ വയലറ്റ് കളർ വിത്ത് സോഡിയം നൈട്രോപ്രൊസൈഡ് ഇൻ ദ ടെസ്റ്റ് ഓഫ് സൾഫർ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് ഇസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ്. സോഡിയം നൈട്രോപ്രൊസൈഡ് ടെസ്റ്റിൽ വയലറ്റ് കളർ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? സോഡിയം നൈട്രോപ്രൊസൈഡ് ടെസ്റ്റ് അറിയാലോ. S2- ഉണ്ട്, S2- ഉണ്ട്. നമ്മൾ സോഡിയം നൈട്രോപ്രൊസൈഡ് ട്രീറ്റ് ചെയ്യുന്നു. യു വിൽ ഗെറ്റ് ദിസ് വയലറ്റ് കോംപ്ലക്സ് FeCN5NOS. Na4FeCN5NOS എന്നാ, അല്ലെങ്കിൽ ആനയോൺ മാത്രം എഴുതുകയാണെങ്കിൽ FeCN5NOS എന്ന് കിട്ടും. ദിസ് ഇസ് ദ വയലറ്റ് കളർ. ദിസ് ഇസ് സോഡിയം നൈട്രോപ്രൊസൈഡ്. സോഡിയം നൈട്രോപ്രൊസൈഡ് ഇസ് ബേസിക്കലി Na2FeCN5NO. ഇതിലിപ്പോൾ ഈ ആനയോണിനെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ആക്ച്വലി സോഡിയം നൈട്രോപ്രൊസൈഡ് ആണ്. സോഡിയത്തിൽ അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. ഈ ആനയോൺ ആണ് ബേസിക്കലി ഇമ്പോർട്ടൻറ്റ്. ഈ ആനയോൺ ആണ് S2- ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈ പെർട്ടിക്കുലർ ആനയോൺ വരും, കോംപ്ലക്സ് വരിക. സോ ബേസിക്കലി ഇവിടെ ആൻസർ വരുന്നത് Na4FeCN5NOS ആണ്. ഗോട്ട് ഇറ്റ്? ആനയോണിക് ഫോം മാത്രം എഴുതുകയാണെങ്കിൽ ഈ Na4 എഴുതണ്ട, ഇവിടെ 4- എന്ന് എഴുതാം. ആനയോണിക് ഫോം മാത്രമായിട്ട് എഴുതണമെങ്കിൽ. ഓക്കെ ആണ് മക്കളെ? സെറ്റാണോടാ? Phosphorus in an organic compound is estimated as. Phosphorus in an organic compound is estimated as. മക്കളെ, estimation of phosphorus, estimation of quantitative analysis അറിയാലോ. കംപ്ലീറ്റ് സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലൈബിക്സ് ടെസ്റ്റ് ആണെങ്കിൽ ഇറ്റ്സ് എസ്റ്റിമേറ്റഡ് ആസ് കാർബൺ ഇസ് എസ്റ്റിമേറ്റഡ് ആസ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ ഇസ് എസ്റ്റിമേറ്റഡ് ആസ് വാട്ടർ, ഹാലജൻ chlorine is estimated as AgCl, bromine is estimated as AgBr, iodine is estimated as AgI, sulfur is estimated as BaSO4. ഫോസ്ഫറസിന് 2 എസ്റ്റിമേഷൻ ടെക്നീക്സ് ഉണ്ട്. ഒരെണ്ണത്തിൽ അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് ആയിട്ട്, മറ്റേതിൽ Mg2P2O7 ആയിട്ട്. ഓക്കെ, ഫൈൻ. സോ ഇത് രണ്ടും പോസിബിൾ ആണ്. സോ ദിസ് ഇസ് എസ്റ്റിമേറ്റഡ് ആസ് ammonium phosphomolybdate and Mg2P2O7. 1 and 2 both are possible. 1ഉം 2ഉം പോസിബിൾ ആണ്. ഓക്കെ ആണോ മക്കളെ? സെറ്റാണോ? നെക്സ്റ്റ്,
Concentrated nitric acid is added to Lassigne's extract and detection of halogens too. മക്കളെ ഡിറ്റക്ഷൻ ഓഫ് ഹാലജൻസിൽ ശരിക്കും എന്താണ്? ഇപ്പോൾ ഹാലൈഡ് അയോൺസ് ഉണ്ട്, യു ട്രീറ്റ് ഇറ്റ് വിത്ത് AgNO3. അറിയാലോ, AgNO3 വെച്ച് ട്രീറ്റ് ചെയ്യുന്നു, നമുക്ക് AgX കിട്ടുന്നു. ഇപ്പോൾ Cl മൈനസ് ആണെങ്കിൽ AgCl, Br മൈനസ് ആണെങ്കിൽ AgBr, I മൈനസ് ആണെങ്കിൽ AgI. അതങ്ങനെയാണ് ഡിറ്റക്ഷൻ ഓഫ് ഹാലജൻസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഈ കണ്ടെയ്നറിൽ, അതായത് ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ സൾഫൈഡ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്ത് പറ്റും? ഈ S2 മൈനസ് ഈ AgNO3 ആയിട്ട് റിയാക്ട് ചെയ്യും, നമുക്ക് Ag2S കിട്ടും. അപ്പോൾ അത് പാടില്ല, ഇൻ്റർഫിയർ ചെയ്യും. അതേപോലെ തന്നെ നൈട്രജൻ ഉണ്ടെങ്കിൽ Cn മൈനസ് AgNO3 ആയിട്ട് റിയാക്ട് ചെയ്യും, അപ്പോൾ നമുക്ക് AgCN കിട്ടും. അപ്പോൾ ഇത് രണ്ടും പാടില്ല, നമുക്ക് AgX മാത്രമാണ് വേണ്ടത്. സോ ബേസിക്കലി ഈ S2 മൈനസിനെയും Cn മൈനസിനെയും ഡീകമ്പോസ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? HNO3 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഈ HNO3 ആയിട്ട് ട്രീറ്റ് ചെയ്താൽ S2 മൈനസ് H2S ഗ്യാസ് ആയിട്ട് പുറത്തേക്ക് പോകും, Cn മൈനസ് HCN ഗ്യാസ് ആയിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് ഹാലൈഡ് അയോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇസ് ദാറ്റ് ക്ലിയർ മക്കളെ? Is that clear? Okay. So that's it. നമുക്കിവിടെ നിർത്താം മക്കളെ. ഓൾമോസ്റ്റ് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അയ്യോ, ഇതിൻ്റെ ആൻസർ സാറിൽ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. ബട്ട് എനിവേ, പ്രീവിയസ് ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ബിലോ ഇസ് എ column of adsorbent in which the mixture ABC is placed. When the solvent is poured through the column, the components are separated depending upon the degree of adsorption. അറിയാലോ മക്കളെ, കോളം ക്രോമാറ്റോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ആൾ, ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ആളാരാണ്? ലീസ്റ്റ് അഡ്സോർബ്ഡ് ആയിട്ടുള്ള ആൾ. ഇവിടെ C ആണ്, ഇവിടെ നിന്ന് തുടങ്ങി ABC, മിക്സ്ചർ ഓഫ് ABC. C ആണ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തത്, അതായത് C ആണ് ലീസ്റ്റ് അഡ്സോർബ്ഡ്. A ആണ് ഏറ്റവും കുറവ് ട്രാവൽ ചെയ്തത്, ദാറ്റ് മീൻസ് A is most adsorbed. സോ ബേസിക്കലി ഇവിടെ നോക്കുക, A is the most weakly adsorbed component? No. A is the most strongly adsorbed component, hence remains the top. 2 is the correct answer. ഇനിയിപ്പോൾ അവർ ഇങ്ങനെയും ചോദിക്കാം, which is most polar? Always understand polarity is directly proportional to extent of adsorption. അപ്പോൾ ഏറ്റവും കൂടുതൽ അഡ്സോർബ്ഡ് ആയിട്ടുള്ള ആളാണ് ഏറ്റവും പോളാർ. അതുകൊണ്ടാണ് അതിനെ ഏറ്റവും കൂടുതൽ പിടിച്ചു വെക്കുന്നത്. അഡ്സോർപ്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഇന്റർമോളിക്കുലർ ഫോഴ്സസ്. അപ്പോൾ എനെ ഏറ്റവും കൂടുതൽ അഡ്സോർബ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് മീൻസ് A is most polar. അങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റണം. ഓക്കെ മക്കളെ, ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. കഴിഞ്ഞു മക്കളെ നമ്മുടെ പരിപാടീസ്. എല്ലാ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യനും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അവിടെയാണ് കൂടുതൽ പണി, അതാണ് ഏറ്റവും കൂടുതൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഇംപ്ലിക്കേഷൻ വരുന്ന ഭാഗങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ഭാഗത്തു നിന്ന് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും കൂടി ചെയ്തു നോക്കുക മക്കളെ, സ്വയം ചെയ്തു നോക്കുക. ഓക്കെ, വലിയ ഡിഫറൻസ് ഉണ്ടാക്കാൻ നോക്കുക. ഞാൻ ഒരിക്കലും പ്രോമിസ് ചെയ്യുന്നില്ല നിങ്ങൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% കിട്ടും. അവിടെ നിങ്ങളുടെ എഫേർട്ട് വേണം. ഓക്കെ, നമ്മളെന്ന് പറയുന്നത് വി ആർ പ്രൊവൈഡിങ് എ സർവീസ്. ഞങ്ങൾ നിങ്ങളെ മാക്സിമം ഗൈഡ് ചെയ്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ഇപ്പോൾ ഈ രാത്രിക്ക് രാത്രി നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് റാൻഡമായിട്ട് എടുത്തിട്ട് കൊണ്ടുവരുന്നതല്ലല്ലോ, സെലക്ട് ചെയ്തിട്ടാണ്. അത് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് വേണം. ആ മിനിമം ഒരു സംഭവം നിങ്ങൾ ചെയ്തേ പറ്റൂ മക്കളെ. ഫൈൻ. സാറ് ചെയ്തു, സാറിൻ്റെ ഒപ്പം ചെയ്യാനായിട്ട് രസമുണ്ട്, സാറ് ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാവുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സ്വയം ചെയ്യാൻ നോക്കണം മക്കളെ. ഓക്കെ, വളരെ 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 ബെനിഫിറ്റ് ഉണ്ടാവും. വിൽ മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ്. ഓക്കെ മക്കളെ, സോ ദാറ്റ്സ് ഇറ്റ്. ലവ് യു ഗൈസ് എ ലോട്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.